ಚತುರ್ಥಿ ಶ್ರೀ ವಿಷ್ಣುಮೂರ್ತಿ ವಯನಾಡು ಮೂಲವನ್ ಮಹಾರಾಯ ದೇವಸ್ಥಾನದ ಪರಂಗುಡಿಯ ಕೋಟ್ಯಾಣ ನರಬಾಡಿನ ಪಾವನ ಸನ್ನಿಧಿಯಲ್ಲಿ ಪೂರ್ವಿಕರ ಪ್ರಾರ್ಥನೆಯ ಸಫಲೀಕರಣದ ಮಹಾ ಸಂಭ್ರಮ ತೆಯ್ಯಗಟ್ ಮಹೋತ್ಸವದ ಇಂದಿನ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆಗಮಿಸಿದಂತಹ ಸರ್ವ ಭಕ್ತರಿಗೆ ಸ್ವಾಗತವನ್ನು ಬಯಸ್ತಾ ಇದ್ದೇವೆ. പിന്നില്ലേ മൈക്കിന് ഷൂ ആക്കണോ? തെയ്യയുടെ കെത്ത് പിന്നെ മൈക്ക് വെച്ച പിന്നെ
കേട്ടതിനു തൻ്റെ മയ്യാൽ തൻ്റെ ശ്രീ ഗുരുദൈവം ദേവനെ മന്ത്രവിധാനത്തുള്ളോരധിപതി ദൈവങ്ങളൻ നിങ്ങളിവിടെ വന്നരങ്ങൾ കേൾപ്പാൻ മന്ത്രശാല മഠം നാട്ടി മാറ്റുമേൽ വിധാനം നോക്കി ചന്ദ്രവീഥിയുടെ ധരണി തന്മേൽ വന്നു പൊങ്ങും ദൈവങ്ങളെ പുരകമാലകൾ ധരിക്കും പുരഹരൻ കാമവൈരി ഹിമഗിരിസുതയോടൊത്തോ കരിവര വടിവ് പൂണ്ടു കരുണയോടൊത്തുമേന്മേൽ സുമസ്വരഭ്രാന്തി പൂണ്ടങ് ഉമയാള പുണർന്ന കാലം ഉളനാം ശ്രീഗണനാഥൻ താൻ വാണിനേർമൊഴിയാളൻ്റെ രസനാഗ്രേ നടനം ചെയ്യുവാൻ താണുകൈതൊഴുന്നു ഹമ്യം കാണാതെ തുണക്കൻ പോറ്റി തുണക്കുക മനക്കുരുന്നിൽ തിളക്കമാം വിളക്ക് പോലെ മനക്കുരുന്നകമതിങ്കൽ വിളങ്ങാനായി വന്ദിക്കുന്നേൻ ദൈവച്ചേകോൻ ദൈവമെന്ന ദൈവതം തന്നെയും വടിവുകൾ പറയാമെപ്പോൾ ഗുരുകൃപയരുക വേണം കേശാധിപാതം തന്നിൽ പാതകച്ചിലങ്കയോ കച്ചയരമണി ചിറകുടുപ്പ് കെട്ടിയരങ്ങിലാടും അവനുടെ ഹൃദയം തന്നിൽ വെളിപ്പെട്ടു കാര്യവീരങ്ങൾ കളിപ്പതിന് സ്ഥലത്തിങ്കൽ ദൈവച്ചേകോ മേലാക്കത്തന്മേൽ പറഞ്ഞോ സാധിപ്പാൻ വരിക വരിക വേണം ദൈവച്ചേകോ ദൈവോ
കുണ്ടംകുഴിയപ്പാ, എന്റെ കുണ്ടംകുഴിയപ്പാ, നായനാര് കാർന്നോൻ, നായനാര് പൂജാരി, നായനാര് മനുഷ്യങ്ങളെ, ഇപ്പോൾ 25 കിലോടും തന്നെ ആയിരിക്കട്ടെ 4 കുറ്റിക്കാരന്മാരോടും തന്നെ, മഞ്ചിയിൽ 100 വില്ല്, പട്ടത്തൂർ 40 വില്ല്, അങ്ങനെ ഇരിക്കുന്ന അടുത്ത 40, 80 വില്ല് എന്നിരിക്കുന്നതായ അഭിമാനത്തിന് തക്കൊണ്ടായിട്ട് തന്നെ എങ്ങനെ ചങ്ങാരാ, ആരാണാ സുന്ദര, എങ്ങനെയാന്ന് കൊണ്ടുപിടിച്ചിരിക്കുന്നത്? എങ്ങനെ ആയിരിക്കട്ടെ, എന്തിനു വേണ്ടിയിട്ടാണ് നീ കൊണ്ടുപിടിച്ചിരിക്കുന്നത്? ഭക്തിപൂർവമായിരിക്കുന്ന ആ മനസ്സാകെ കൊണ്ടുപിടിച്ചിരിക്കുന്നതാണ്. എനിക്കും എൻ്റെ നായനാർക്കും 2 ഋഷിയാർക്കും ഉത്തരാശങ്ങൾ കൊണ്ടുപിടിച്ചിരിക്കുന്നത് തന്നെയാണെന്നല്ലേ. ആയതുകൊണ്ട് എന്തെങ്കിലും ഇടവ വന്നിട്ടെങ്കിൽ അതിലെ വലമയാക്കിയിട്ട് നല്ല രീതിയിലായിട്ട് നടക്കേണ്ട ഒരു മഹോത്സവമാക്കി തിരിക്കും ചെയ്തവൻ ആയിക്കോട്ടെ. തറവാടായി എന്തായാലും ഉത്തരയിച്ചിരിക്കുന്നതായ കാരണം തന്നെ ആകുന്നല്ലേ. ആയിക്കോട്ടെ, ഇപ്പോൾ 25 ആയിക്കോട്ടെ. സാരഥി മുമ്പോട്ട് നിൽക്ക്. ആയിക്കോട്ടെ, എങ്ങനെ കുമാരാ, അഭിമാനം തന്നെ ആകുന്നല്ലേ. എങ്ങനെ ഇത് എൻ്റെ നായനാർക്കും ഋഷിയാർക്കും വേണ്ട ഒരുക്കങ്ങളെല്ലാം ആയാ? അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ ഇരിക്കുന്നതായ അഭിമാനത്തിന് തക്കവണ്ണമായിട്ട് കൊണ്ടുവച്ചിരിക്കുന്നതായ അനുഭവം അനുഭവിക്കുന്നത് ശേഷം എൻ്റെ സ്വരൂപം തികഞ്ഞതിന് ശേഷം കരുതികാടും പൊറുതികാടല്ലേ. ആയതുകൊണ്ട് സ്വരൂപം തികഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആയിരിക്കട്ടെ. ചീറും പായന്നിരിക്കുന്ന അഭിമാനത്തിന് തക്കവണ്ണം വന്നിരിക്കുന്ന കാഞ്ഞിലോട്ട് 40 ഇല്ലെന്നിരിക്കുന്ന അഭിമാനം തന്നെയാണ്. ആയിരിക്കട്ടെ, സന്തോഷം തന്നെ. ആയതുകൊണ്ട് അനുഭവിക്കുന്നത് എല്ലാം ചൊല്ലിക്കഴിക്കാം. എൻ്റെ സ്വരൂപം തിരിഞ്ഞതിന് ശേഷം 4 നായികയിൽ നിന്ന് പറയേണ്ടതെല്ലാം ഉണ്ടല്ലോ. ആയിക്കോട്ടെ, വിദ്യാർത്ഥി 2 പക്കം വന്നിരിക്കുന്ന അഭിമാനം. ആയിരിക്കട്ടെ, സന്തോഷം തന്നെയാകുന്നു കേട്ടോ. മുമ്പോട്ട് നിൽക്കും തറവാട്ടികൾ ഇരിക്കുന്നതായ കാരണവും തന്നെയാകുന്നു ഞാൻ. ആയതുകൊണ്ട് അഭിമാനമെല്ലാം ചൊല്ലി കഴിക്കാം. എൻ്റെ നായനാട് 2 ഋഷിയാരും ഉണ്ടല്ലോ, 4 നായിക എന്ന് പറയാം. അപ്രകാരം ആയിരിക്കട്ടെ കേട്ടോ. ആയിക്കോട്ടെ, അഭിമാനം ഉണ്ടോ? ഇങ്ങനെ വട്ടത്തൂർ മന്ത്രവാദി എന്നിരിക്കുന്ന അനുഭവം ഉണ്ടോ? ഇല്ലല്ലോ. കൈയെടുക്കുവോ? ആയിക്കോട്ടെ, അഭിമാനം തന്നെ ചൊല്ലിക്കഴിച്ചില്ലാന്നിരിക്കുന്നുണ്ടോ? എൻ്റെ ഊരാമുണ്ടോ? ആരെങ്കിലും ഊരാമോ? അങ്ങനെ മഞ്ചീര 100 വില്ല് ഞാനും ഒഴിച്ചതാണ്. ആയിരിക്കട്ടെ, വട്ടത്തൂർ 40 വില്ല് എന്നിരിക്കുന്ന അഭിമാനം ഒക്കെ ഞാനുണ്ടല്ലോ. എല്ലാം പൂജാരി ആയിക്കട്ടെ, എല്ലാം ചൊല്ലി കഴിക്കാം. ഇപ്പം ഞാനിത് അനുഭവിക്കുന്നു കേട്ടോ. എല്ലാം ചൊല്ലിക്കാം. കിട്ടുന്നുണ്ടാ? എങ്ങനെ കുറഞ്ഞു പോയിനാ? കിട്ടിന്നല്ലേ. ആയിക്കോട്ടെ, എന്ത് വന്നിട്ടുണ്ടെങ്കിലും അതിനെല്ലാം ദൂരീകരിച്ചിട്ട് അനുഭവം തീർക്കാം. എങ്ങനെ ആയിക്കോട്ടെ, ഇങ്ങനെ ഭയമുണ്ടോ? ഇങ്ങനെ മനസ്സെല്ലാം ശുദ്ധിയിലുണ്ടല്ലോ. ഇത് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ദൂരീകരിച്ചിട്ട് അനുഭവം തീർക്കാം. ഇങ്ങനെ ഭയപ്പാടൊന്നും പാണ്ട കേട്ടാ. പോയിക്കോളൂ. എന്നാണെന്ന് വിളിക്കണം. പോയി
ഭാഗ്യം വാങ്ങാറായി കഴിഞ്ഞിട്ട് വാങ്ങാറായി കാര്യങ്ങളൊക്കെ എൻ്റെ നായനാരും 2 മിസ്റ്റീസ് സന്തോഷമായി ഞങ്ങളെ ആയിട്ട് സന്തോഷം തന്നെ അതിൻ്റെ ഭാഗ്യം കഴിഞ്ഞിട്ട് വാങ്ങാറായിട്ട്
Horvatili, yang charge yang. Full screen ಕೊಡ್ಲಿ. ಅವನಲ್ಲ हरिओम 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 हल 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 हल
കസാര കൊണ്ടുവരല്ലോ കസാര കസാര ആനക്കാരൻ അതിലെ പയ്യെ പിടിച്ചു അട്ടിയിച്ചാൽ മതി കൊടുത്തു കുറച്ച് കൊണ്ട് അട്ടിയിച്ചിരുന്നില്ല പയ്യെ എടുത്തൊക്കെ ഒരുപാട് കൊടുത്ത് വെച്ച് കളിക്കുന്നു അല്ലെ ആളെ ഗ്രൗണ്ടിൽ കൊണ്ടുവന്നില്ല കസാല ഇപ്പോൾ ഇവിടെ കൊണ്ടൊക്കെ കിട്ടി ഈ പയ്യെ നെറ്റാ ഓറാക്കണം അമ്മാരെ ചെയ്ത് പോകാൻ അല്ല അത് നെറ്റിരിക്കണം ചേരിനിപ്പോൾ എടുക്കണം എല്ലാവർക്കും കയറാക്കണം അല്ലേ എത്ര പഞ്ചായത്ത് കമ്മിറ്റിക്കാർ മാത്രം അല്ല അല്ല അമ്മാരെ കുട്ടിക്ക് വേണം ഇതൊന്നും ദയദാക്ഷിണില്ല വെക്കണ്ട മനെ അയ്യോ കുറച്ച് കഴിഞ്ഞു വാക്കുകൾ ഭാഷയുടെ കണ്ണാടിയാണ്. വാതോളം പോകുന്ന വാക്കിന് പകരമായി മറ്റൊരായുധമില്ലെന്ന് നമ്മെ പഠിപ്പിച്ചു തന്ന ഗുരുപൂജ്യന്മാരെയും ഗുരുനാഥക്കന്മാരെയും സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഈ എളിയവൻ ആരംഭിക്കുകയാണ്. എന്ത് പേര് ചൊല്ലുവിളിച്ചാലും ഭക്തർക്ക് അനുഗ്രഹത്തിന്റെ അമ്പൊഴിയാതാവനാഴിയെ സമ്മാനിക്കും തുർത്തി ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുരുവൻ മഹാമലരായ ദേവസ്ഥാനം പടയങ്കൊടി തറവാടിന്റെ അമരഭൂമിയിൽ കാലത്തിന്റെ നിയോഗം പോലെ നടക്കുന്ന ശ്രീ വയനാട്ടുകുരുവൻ തെയ്യക്കെട്ട് മഹോത്സവത്തിലേക്ക് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വന്നെത്തിയ മാന്യമഹാഭക്തജനങ്ങൾ, വിവിധ ക്ഷേത്ര സന്നദ്ധിയിൽ നിന്നും തറവാട് സന്നദ്ധിയിൽ നിന്നും എത്തിയ ക്ഷേത്ര സ്ഥാനികന്മാർ, ക്ഷേത്ര ആചാര്യന്മാർ, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ഏവരെയും ഈ തിരുസന്നദ്ധിയിലേക്ക്
ശ്രീ വയനാട്ട് കുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന്റെ മഹനീയ വേളയിലേക്ക് നിറഭക്തിയോടെ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ വിഷ്ണുമൂർತಿ ವಯನಾട് ಕುಲವನ್ ಮಹಾಮರರಾಯ ದೇವಸ್ಥಾನ ಪಡೆಯಂಗುಡಿಯ ಕೋಟ್ಯಾಂತರವಾಡಿನ ಈ ಪಾವನ ಸನ್ನಿಧಿಯಲ್ಲಿ ಪೂರ್ವಿಕರ ಪ್ರಾರ್ಥನೆಯ ಸಫಲೀಕರಣಕ್ಕಾಗಿ ನಡೆಯುತ್ತಿರುವಂತಹ ಶ್ರೀ ವಯನಾട് ಕುಲವನ್ ತೆಯ್ಯಂಕೆಟ್ಟು ಮಹೋತ್ಸವದ ಈ ಪುಣ್ಯ ಸನ್ನಿಧಿಗೆ ಆಗಮಿಸಿದಂತಹ ವಿವಿಧ ಕ್ಷೇತ್ರಗಳ ಆಚಾರಪಟ್ಟವರಿಗೂ ಗುರಿಕಾರ್ಯಗಳಿಗೂ ಅದೇ ರೀತಿ ಸಮಿತಿಯ ಪದಾಧಿಕಾರಿಗಳಿಗೂ ಹೃತ್ಪೂರ್ವಕವಾದ ಸ್ವಾಗತವನ್ನ ಬಯಸ್ತಾ ಇದ್ದೇವೆ. ಅದೇ ರೀತಿ ವಿವಿಧ ತರವಾಡು ಕ್ಷೇತ್ರಗಳಿಂದ ಆಗಮಿಸಿದಂತಹ ಸರ್ವ ಪದಾಧಿಕಾರಿಗಳಿಗೂ ಭಕ್ತಜನ ಸಮೂಹಕ್ಕೂ ಹೃತ್ಪೂರ್ವಕವಾದ ಸ್ವಾಗತವನ್ನ ಬಯಸ್ತಾ ಇದ್ದೇವೆ. ಸನ್ನಿಧಿಯಲ್ಲಿ ವಿಶೇಷವಾದಂತಹ ಕಾರ್ಯಕ್ರಮಗಳು ಇನ್ನು ಮುಂದೆ ಜರುಗಲಿದೆ. ತಮ್ಮೆಲ್ಲರ ಸಹಾಯ ಸಹಕಾರವನ್ನ ನಾವೆಲ್ಲರೂ ಅಪೇಕ್ಷಿಸ್ತಾ ಇದ್ದೇವೆ. ಕಾರ್ಯಕ್ರಮವನ್ನ ಭಕ್ತಿ ಶ್ರದ್ಧೆಯಿಂದ ಶಾಂತಿ ಸಮಾಧಾನದಿಂದ ನಡೆಯುವಂತೆ ಸಹಕರಿಸಬೇಕಾಗಿ ಕಳಕಳಿಯ ಪ್ರಾರ್ಥನೆ. നമ്മുടെ ഗതകാല ചരിത്രത്തിന്റെ മൃദുമോഹനമായ പാരമ്പര്യനിഷ്ഠകളാണ് ശ്രീ വയനാട് കുലവൻ തെയ്യങ്കെട്ട് മഹോത്സവം.
നന്മപൂലിക എന്ന ഊർവരതയുടെ ഉന്മകൾ വിരിയാടിയായി ഒരു ഗതകാലത്തിന്റെ ഭക്തസ്മൃതികൾ ഉള്ളടക്കം ചെയ്ത അനുഷ്ഠാന ചുമകൾ ചിലമ്പൊലിയും പള്ളിവാളുമായി ഉറഞ്ഞാടുന്ന ഒരു ഉത്സവകാലസ്കൃതം കൂടിയതാ നമുക്ക് കൈവന്നിരിക്കുന്നു. എവർക്കും തൂർത്തി ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ മഹാമലരായ ദൈവസ്ഥാന പടയംകുടി തറവാടിന്റെ അമരഭൂമിയിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിലേക്ക് ഭക്തി നിർഭരമായ സ്വാഗതം. ഭക്തജനങ്ങളെ, മാനവ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും മഹിതമായ ഈശ്വര ചൈതന്യം നിറഞ്ഞൊഴുകുകയും മോക്ഷവും മുക്തിയും മാത്രമല്ല നിത്യജീവിതത്തിൽ അവാച്യമായൊരു ആത്മസുഖവും പകർന്നരുളി. തൂർത്തി ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ മഹാമലരായ ദൈവസ്ഥാന പടയംകുടി തറവാടിന്റെ അമരഭൂമിയിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തമാനസങ്ങളെയും ഭക്തിയോടെ സ്വാഗതം ചെയ്യുകയാണ്. മറക്കളത്തിന്റെ മടിത്തട്ടിലേക്ക് സാക്ഷാൽ ശ്രീ കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടം അരങ്ങിലെത്തുകയാണ്. ഈ മഹനീയ വേളയിലേക്ക് എല്ലാ ഭക്തമാനസങ്ങളെയും ഭക്തിയോടെ സ്വാഗതം ചെയ്യുന്നു. ಭಕ್ತಬಂಧುಗಳೇ, ಸನ್ನಿಧಿಯಲ್ಲಿ ಮುಂದೆ ಶ್ರೀ ಕೋರಜನ್ ತೆಯ್ಯದ ವೆಳ್ಳಾಟಂ ಜರಗಲಿದೆ. ಮುಂದೆ ಕೆಲವೇ ಕ್ಷಣಗಳಲ್ಲಿ ನೇಪಥ್ಯದಿಂದ ಉತ್ಸವಾಂಗಣದ ದಿವ್ಯ ಸನ್ನಿಧಿಗೆ ಶ್ರೀ ಕೋರಚನ್ ತೆಯ್ಯದ ತೆಯ್ಯಂ ವೆಳ್ಳಾಟಂ ಜರಗಲಿದೆ. ಭಕ್ತಬಂಧುಗಳೇ, ഭക്തജനങ്ങളെ, തുർത്തി ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ മഹാമലരായ ദൈവസ്ഥാനം പടയംകുടി തറവാടിന്റെ അമരഭൂമിയിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന് ധന്യത പകർന്നുകൊണ്ട് അല്പസമയത്തേക്ക് തന്നെ ശ്രീ കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടം മറക്കളത്തിലേക്ക് പ്രവേശിക്കും. ഭക്തജനങ്ങളെ, ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളോടും ഞങ്ങളുടെ വളണ്ടിയർമാർ തരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ആദ്യം തന്നെ ഞങ്ങൾ അറിയിക്കുകയാണ്. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾ ദയവ് ചെയ്ത് വളണ്ടിയർമാർ തരുന്ന നിർദ്ദേശങ്ങൾ ഭക്തിപൂർവ്വം പാലിക്കണമെന്ന് അറിയിക്കുന്നു. ಸದ್ಭಕ್ತ ಬಂಧುಗಳಲ್ಲಿ ವಿನಮ್ರವಾದ ವಿನಂತಿ, ದಯವಿಟ್ಟು ನಮ್ಮ ಕಾರ್ಯಕರ್ತರ, ಸ್ವಯಂ ಸೇವಕರ, ವಾಲಂಟಿಯರರ ಸೂಚನೆಗಳನ್ನ ದಯವಿಟ್ಟು ಪಾಲಿಸಿ ಈ ಮಹತ್
ಕಾರ್ಯವು ಮಹಾ ಉತ್ಸವವು ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ನಡೆಯುವಂತೆ ನಮ್ಮೊಂದಿಗೆ ಸಹಕರಿಸಬೇಕಾಗಿ ವಿನಮ್ರವಾದ ವಿನಂತಿ. അല്ല ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടിലുവൻ മഹാമലരായ ദേവസ്ഥാനം പടയകുടി തറവാടിന്റെ മരുഭൂമിയിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തൈവൻ മഹോത്സവത്തിന്റെ മഹനീയ വേളയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തമാനസങ്ങളെയും ഭക്തി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അല്പസമയത്തിൽ തന്നെ ശ്രീ കോലച്ചത്തയ്യത്തിന്റെ വെള്ളാട്ടം ഇതിന് സന്നദ്ധയിൽ മരക്കളത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ തെയ്യങ്ങളുടെ മഹോത്സവത്തിലേക്ക് വിവിധ ക്ഷേത്ര തറവാടുകളിൽ നിന്ന് വന്നെത്തിയ ക്ഷേത്ര ആചാര്യന്മാർ, ക്ഷേത്ര സ്ഥാനികന്മാർ, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ, അതോടൊപ്പം തന്നെ മാന്യമഹാ ഭക്തജനങ്ങളേവരെയും നിറപുഷ്ടിയോടെ ഇതിന് സന്നദ്ധയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഭക്തജനങ്ങളെ, മരക്കളത്തിന്റെ ചുറ്റും കൂടി നിൽക്കുന്ന ഭക്തജനങ്ങൾ, ഞങ്ങളുടെ സ്വയം സേവകർ, ഞങ്ങളുടെ വളണ്ടിയർമാർ തരുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്ന് അറിയിക്കുകയാണ്.
ಬಂಧುಗಳೇ, ತರವಾಡಿನ ಪೂರ್ವಿಕರ ಪ್ರಾರ್ಥನೆಯ ಸಫಲೀಕರಣಕ್ಕಾಗಿ ಕಳೆದ 2 ದಿನಗಳಿಂದ ಅಂದರೆ 9, 10, 11, 12 ಎಂಬಿ ದಿನಾಂಕಗಳಲ್ಲಿ ಈ ಪಾವನ ಸನ್ನಿಧಿಯಲ್ಲಿ ನಡೆಯುತ್ತಾ ಇದೆ ಮಹಾ ಉತ್ಸವ. ಶ್ರೀ ವಯನಾಡ್ ಕುಲವನ್ ತೆಯ್ಯಂಗೆಟ್ ಮಹೋತ್ಸವದ ಈ ಪುಣ್ಯ ಭೂಮಿಗೆ ಆಗಮಿಸಿದಂತಹ ಸರ್ವ ಭಕ್ತ ಬಂಧುಗಳಿಗೆ ಹೃತ್ಪೂರ್ವಕವಾದ ಸ್ವಾಗತವನ್ನ ಬಯಸ್ತಾ ಇದ್ದೇವೆ. ഭക്തജനങ്ങളെ, ഗ്രാമീണ സംസ്കൃതിയിൽ വിരിഞ്ഞ വർണ്ണമനോഹരമായ പൂങ്കുലകളാണ് പുരാവൃത്തങ്ങൾ. സാന്ത്വനമായി വഴികാട്ടിയായി അവ നമ്മുടെ ജീവിതത്തിനെ തുടങ്ങുന്നു. പുരാവൃത്തങ്ങളിൽ നിന്നും ഉറഞ്ഞു വന്ന തെയ്യക്കോലങ്ങൾ നമ്മുടെ നാടിന്റെ സുഹൃതമാണ്. ഈ തിരുസന്നദ്ധിയിൽ ഭക്തജനങ്ങളെ, ഉപ്പളാതുർത്തി ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ മഹാമലരായ ദേവസ്ഥാനത്തിന്റെ ഈ അമരഭൂമിയിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തമാനസങ്ങളെയും ഭക്തിയോടെ സ്വാഗതം ചെയ്യുകയാണ്. കാളി, ഭൈരവി, ചണ്ഡിക, ശ്യാമ, ഭവാനി, ജഗദംബിക, ശങ്കരി, ഹൈമവതി, ഭദ്രകാളി, ഭുവനേശ്വരി, പാർവതി, സരസ്വതി, അന്നപൂർണേശ്വരി എന്നിങ്ങനെ എണ്ണമില്ലാത്ത നാമങ്ങളിൽ വാഴ്ത്തപ്പെടുന്ന സാക്ഷാൽ ഉപ്പള 25 വില്യശ്രീ ഐവർ ഭഗവതി ക്ഷേത്ര പരിധിയിൽപ്പെടുന്ന 5000 വട്ടം സ്വരൂപ നാട്ടിലെ അമ്പിളി കലയെയും ഗംഗയെയും ജടയിൽ ചൂടിയ ജടാധരന്റെ സാക്ഷാൽ കൈലാസനാഥന്റെ മുളിഞ്ച ശ്രീ മഹാലിംഗേശ്വരന്റെ അമരഭൂമിയിൽ നാടിന്റെ താങ്ങും തണലുമായി നിലകൊള്ളും ഉപ്പള തുരുത്തി ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ മഹാമലരായ ദേവസ്ഥാന പടയങ്കുടി തറവാടിന്റെ അമരഭൂമിയിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും നിറഭക്തിയോടെ സ്വാഗതം ചെയ്യുകയാണ്. ഭക്തജനങ്ങളെ, അല്പസമയത്തിനകം തന്നെ ഭക്തജനങ്ങൾക്ക് ദർശന സൗഭാഗ്യമേകി സാക്ഷാൽ ശ്രീ കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടം മറക്കള്ളത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഭക്തജനങ്ങളെ, ഇവിടെ വന്നുകൂടിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളുടെ സ്വയം സേവകർ തരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് അറിയിക്കുകയാണ്. കൂടാതെ ഒരറിയിപ്പ് കൂടിയുണ്ട്. കാസർഗോഡ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുമ്പളയുടെ നേതൃത്വത്തിൽ ഇവിടെ ഹെൽത്ത് കൗണ്ടർ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ഹെൽത്ത് പരമായ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾക്ക് സമീപിക്കാവുന്നത് പ്രത്യേകം കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട്. പ്രിയരെ, കാസർഗോഡ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുമ്പളയുടെ നേതൃത്വത്തിലുള്ള ഹെൽത്ത് കൗണ്ടർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ഞങ്ങൾ അറിയിക്കുകയാണ്.
ഉപ്പളാതുരുത്തി ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ മഹാമാനരായ ദൈവസ്ഥാനം പടയങ്കുടി തറവാടിന്റെ മരുഭൂമിയിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന് ധന്യത പകർന്നുകൊണ്ട് സാക്ഷാൽ ശ്രീ കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടം അല്പസമയത്തിലേക്ക് തന്നെ തിമിർത്ത് വയ്ക്കുന്ന ചെണ്ടമേളത്തിന്റെ സുരതാളത്തിന്റെ മഹനീയതയിൽ മറക്കളത്തിന്റെ മടിത്തട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. കൃഷിയും നായാട്ടും പരസ്പരബന്ധിതമായി ഊർജ്ജസ്ഥലമായ ഒരു ഗോത്ര സംസ്കാരത്തിന്റെ പ്രതീകമാണ് ശ്രീ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവം. ആദിദൈവന്റെ പുരാവൃത്തം ഏത് സങ്കീർണവും അവ്യക്തവുമാണ്. തോറ്റമ്പാട്ടിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന കഥയിൽ കാലദേശമനുസരിച്ച് മാറ്റങ്ങൾ കണ്ടാൽ അതിശയപ്പെടേണ്ടതില്ല. ഭക്തരെ പൂർവ്വസൂരികളിലൂടെ പകർന്നു കിട്ടിയ നാട്ടറിവ് ഇവിടെ കുറിക്കുകയാണ്. ശ്രീ വയനാട്ടുകുലവനും കണ്ണാർക്കരനും പനിയാൽ കോട്ടപ്പാറ തറവാട്ടിൽ എത്തിച്ചേർന്നു. 8 സ്വരൂപത്തിനും നാഥനായ കുണ്ടംകുടിയപ്പന്റെ കൽപ്പനയാൽ പനയാൽ കോട്ടപ്പാറ തറവാട്ടിൽ കഴിഞ്ഞ കുലവനെ അവിടെ വെച്ച് കുഞ്ഞിക്കോരൻ എന്നൊരാശ്രിതനും ഭക്തനുണ്ടായിരുന്നു. അവിടെ വെള്ളാട്ടം നടത്തുമ്പോൾ ഒരു ദിവസം വയനാട്ടിൽ വെച്ച് മറന്നുപോയ തൻ്റെ മധുപാത്രം എടുത്തുകൊണ്ടുവരുവാൻ കുലവൻ കുഞ്ഞിക്കോരനോട് ആവശ്യപ്പെട്ടുമത്രേ. പോകാൻ എഴുന്നേറ്റ കുഞ്ഞിക്കോരൻ ഭക്തിപാരിവശത്താൽ കുലവന്റെ തിരുവായുധമെടുത്ത് നെഞ്ചിൽ കുത്തി ആത്മസമർപ്പണം ചെയ്തു. വെള്ളാട്ടം മുടങ്ങുന്നതിന് മനസ്സിലാക്കിയ കുലവൻ കോരച്ച എന്ന് 3 പ്രാവശ്യം തന്റെ മുളവില്ല് കൊണ്ട് വിളിച്ചുമത്രേ. അങ്ങനെ കുഞ്ഞിക്കോരനും ദൈവക്കരുവായി കോരച്ചൻ ദൈവമായി വയനാട്ടുകുലവനോടൊപ്പം കൂടി. ഭക്തരെ എന്ത് പേര് ചൊല്ലി വിളിച്ചാലും ഭക്തർക്ക് അനുഗ്രഹത്തിന് പൊഴിയാത്ത ആവനാഴി സമ്മാനിക്കും. ഉപ്പളാതുരുത്തി ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ മഹാമലരായ ദൈവസ്ഥാന പടയങ്കുടി തറവാടിന്റെ അമരഭൂമിയിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന്റെ മഹനീയ വേളയിൽ ഇതാ അല്പസമയത്തിന് തന്നെ സാക്ഷാൽ ശ്രീ കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടം ഈ മറക്കള സന്നദ്ധയിലേക്ക് പ്രവേശിക്കുകയാണ്.
ഉപ്പളാതുർത്തി ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ മഹാമലരായ ദേവസ്ഥാനം പടയങ്കുടി തറവാടെല്ലാം അനുഭൂമിയിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തേങ്കട്ട് മഹോത്സവത്തിന് ധന്യത പകർന്നുകൊണ്ട് സാക്ഷാൽ ശ്രീ കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടം ഏതാനും നിമിഷങ്ങൾക്കകം ഈ മറക്കളത്തിന്റെ മടിത്തട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ചരിത്രപഥങ്ങളിൽ ശാന്തിയും ഭക്തിയും നിറഞ്ഞ തലമുറകൾക്ക് ഐശ്വര്യത്തിന്റെ പൊൻവെളിച്ചമേകിക്കൊണ്ട തുർത്തി ശ്രീ വയനാട്ടുകുലവൻ ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ മഹാമലരായ ദേവസ്ഥാന പടയങ്കുടി തറവാടിന്റെ മരുഭൂമിയിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന് ധന്യത പകർന്നുകൊണ്ട് സാക്ഷാൽ ശ്രീ കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടം മറക്കളത്തിലേക്ക് തിമർത്തു പെയ്യുന്ന ചെണ്ടമേളത്തിന്റെ മഹനീയതയിൽ പ്രവേശിക്കുകയാണ്. ഈ ധന്യവേളയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തമാനസങ്ങളെയും നിറഭക്തിയോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾ സ്വയം സേവകരുമായി വളണ്ടിയറുമായി സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. ആത്മീയ ഭക്തബന്ധുക്കളെ, തുർത്തി ശ്രീ വിഷ്ണുമൂർത്തി വയനാട് കുലവൻ മഹാമലരായ ದೇವಸ್ಥಾನ ಪಡೆಯಂಕುಳಿತಿಯ ಕೋಟ್ಯಾನ್ ತರವಾಡಿನ ಈ ಮಹತ್ತರವಾದಂತಹ ವಯನಾಡು ಕುಲವನ್ ತೆಯ್ಯಂಕೆಟ್ ಮಹೋತ್ಸವದ ಈ ಪುಣ್ಯ ಸಂದರ್ಭದ ವೇಳೆಯಲ್ಲಿ, ಈ ಶುಭ ಸಂಜೆಯ ವೇಳೆಯಲ್ಲಿ ನೇಪಥ್ಯದಿಂದ ಸನ್ನಿಧಿಗೆ ಆಗಮಿಸಲಿದೆ ಕೋರಚನ್ ದೈವದ ವೆಳ್ಳಾಟಂ. ಸನ್ನಿಧಿಯಲ್ಲಿ ಮುಂದೆ ಕೋರಚನ್ ದೈವದ ವೆಳ್ಳಾಟಂ ನಡೆಯಲಿದೆ. ಸದ್ಭಕ್ತ ಬಾಂಧವರು, ನಮ್ಮ ಕಾರ್ಯಕರ್ತರ ವಾಲಂಟಿಯರರ ಎಲ್ಲ ಸೂಚನೆಗಳನ್ನು ಪಾಲಿಸಿ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ನಡೆಯುವಂತೆ ಸಹಕರಿಸಬೇಕಾಗಿ ವಿನಮ್ರ ವಿನಂತಿ. കണ്ടുനിൽക്കുന്ന ഭക്തമാനസങ്ങൾക്ക് ദർശന സൗഭാഗ്യമേകി സാക്ഷാൽ ശ്രീ കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടം ഈ മറക്കള സ്വർണ്ണത്തിലേക്ക് ഉപ്പളാതുർത്തി ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ മഹാമലരായ ദേവസ്ഥാനം പടയങ്കുടി തറവാടിന്റെ ഈ ധന്യ സ്മൃതിയിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന് തെളിച്ചവും വെളിച്ചവുമേകി ശ്രീ കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടം മറക്കളത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മനുഷ്യ മനസ്സിന്റെ അന്തരാളങ്ങളിലേക്ക് ഭക്തി നിറയ്ക്കുന്ന ചെണ്ടമേളത്തിന്റെ അസുരതാളത്തിന്റെ മഹനീയതയിൽ സാക്ഷാൽ ശ്രീ കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടമിത മറക്കള സന്നിധിയിലേക്ക് പ്രവേശിക്കുകയാണ്. തുർത്തി ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ മഹാമലരായ ദേവസ്ഥാന
പടയംകുടി തറവാടിന്റെ മരുഭൂമിയിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകലുവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന് ചേതനയും തേജസ്സും സമ്മാനിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് ദർശന സൗഭാഗ്യമേകുവാൻ ഇതാ മറക്കളത്തിലേക്ക് നിങ്ങളുടെ കൺമുന്നിലൂടെ ഭക്തജനങ്ങൾക്ക് ദർശന സൗഭാഗ്യം ഏകുവാൻ സാക്ഷാൽ ശ്രീ കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടം ഇതാ കടന്നു വരികയാണ്. കാലം കാത്തുവെച്ചതുപോലെ ഒരാഴ്ചക്കാലം മുഴുവൻ പ്രാർത്ഥനയുടെ ഫലമെന്നോണം ഈ തിരുസന്നിധിയിൽ നടക്കുന്ന വയനാട്ടുകലുവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന് ചേതനയും തേജസ്സും സമ്മാനിച്ച് തിമർത്തുവയുന്ന ചെണ്ടമേളത്തിന്റെ മഹനീയതയിൽ സാക്ഷാൽ ശ്രീ കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടം ഇതാ മറക്കളത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളെയും ഈ മഹനീയ വേളയിലേക്ക് ഭക്തിയോടെ സ്വാഗതം ചെയ്യുന്നു. ഭക്തജനങ്ങൾക്ക് ദർശന സൗഭാഗ്യമേകുവാൻ സാക്ഷാൽ ശ്രീ കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടമിത മറക്കളത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മറക്കളത്തിന് ചുറ്റും എല്ലാ ഭക്തജനങ്ങളും ഇരുന്ന് സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. എല്ലാ ഭക്തജനങ്ങളും ഇരുന്ന് സഹകരിക്കുക. വോളണ്ടിയർമാർ ശ്രദ്ധിക്കുക. ചന്ദ്രൻ
ഗജമുഖവരവൻ ദേവൻ ഗതി തരികടിയനുള്ള കൃഷ്ണരാമിൽ കൃതം ചെയ്യുവാൻ കൃപയാലെന്നിൽ സ്വാസ്വതൻ ദേവന്മാരെ കടാക്ഷമുണ്ടായി കുടികുടിക്കും വസിക്കും മൂർത്തി തൃക്കണ്ണുള്ളതാതൻ തൃക്കണ്ണിയാൽ വസിച്ചിട്ട് വയ്യവനുദയം പോലെ മനത്തകത്തുതിച്ചുയർന്നു കണ്ടരാം ദൈവാംശമായി കോട്ടപ്പാറത്തിങ്കൽ വന്നതാം രാശിമാസം കൈക്കൊണ്ടു നിന്ന കാലം കുഞ്ഞിക്കോരം പച്ചയും മുറുക്കി നന്നായി പച്ചള വെച്ചവാരം പാമ്പൊടു വയ്യെടുത്തോ ഉൾക്കാരക്കളത്തിൽ കെട്ടോ കടകവും മുടിവേന്മാല കൊടിയോറ് താടി വീശ കൊടിയോറ് മുഖത്തഴക്കം മകുടഭൂഷണങ്ങളൊത്തു ചേർന്നു കേരളവാസികൾക്ക് കേവലം രക്ഷ ചെയ്തു കീർത്തിയിൽ
ഹലോ. ഭക്തജനങ്ങളെ, ചരിത്രത്തിലെ നാത്തലികയിൽ കാലം നമുക്കിടുന്ന വരപ്രസാദം പോലെ വിശുദ്ധിയുടെ മന്ത്രമരമര വിമൂഖ വിലോലമായൊരു ശാന്തിതീർത്ഥമായി ഉപ്പളാതുർത്തി ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടിലുവൻ മഹാമലരായ ദേവസ്ഥാന പടയങ്കുടി തറവാടൻ അമരഭൂമിയിൽ സാക്ഷാൽ ശ്രീ കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടം തിരുനർത്തനമാടുകയാണ്. ഈ മഹനീയ വേളയിലേക്ക് എല്ലാ ഭക്തമാനസുകളെയും ഭക്തിയോടെ സ്വാഗതം ചെയ്യുന്നു. കാലം കരുതുള്ളി പെയ്യുന്ന ഇന്നിന്റെ കാലുഷകളകറ്റി ഭക്തജന മനസ്സുകളിൽ ഭക്തിയുടെ കുളിർമഴ പെയ്ച്ചുകൊണ്ട് സാക്ഷാൽ ശ്രീ കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടം തിരുസന്നിധിയിൽ അവതാര നടനമാടുകയാണ്. ഈ മഹനീയ വേളയിലേക്ക് ശ്രീ വയനാട്ടുകളും തെയ്യത്തിന്റെ മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്ത മനസ്സുകളെയും ഭക്തിയോടെ സ്വാഗതം ചെയ്യുന്നു. ഭക്തജനങ്ങളെ, സാക്ഷാൽ ശ്രീ കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടം തിരുനർത്തനമാടി ഭക്തരെ അനുഗ്രഹിക്കുന്ന പുണ്യനിമിഷമാണ്.
മൂർത്തി ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ മഹാമലരായ ദേവസ്ഥാനം പടയങ്കുടി തറവാടിന്റെ മരുഭൂമിയിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിലേക്ക് ഏവർക്കും ഭക്തിനിർഭരമായ സ്വാഗതം. സാക്ഷാൽ ശ്രീ കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടമാണ് തിരുസന്നിധിയിൽ എത്തിയിരിക്കുന്നത്. ഭക്തജനങ്ങൾക്ക് ദർശന സൗഭാഗ്യമേകി സാക്ഷാൽ ശ്രീ കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടം തിരുനാർത്തനമാടുകയാണ്.
മണ്ഡലം അറിയപ്പെട്ടിരിക്കുന്നതായ മൈസൂർ കാലിയാരും സോമേശ്വരും പാടിക്കുറ്റിയമ്മയും കൊണ്ട് സമ്മതിച്ച വണ്ണം നമ്മുടെ സത്യം കുലാകിട്ടൊക്കെ വേണം കാഴ്ചകളെ എൻ്റെ പറയാനപ്പ അതുകൊണ്ട് ഏതാനും അങ്ങനെ കാണുന്നില്ലേ അല്ലേ 25 മിനിറ്റിനകത്ത് കാണുന്നേ പൂജാരി 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 മനുഷ്യകളെ 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 ഏതാനും അല്ലേ ഏതാനും ഏതാനും അല്ലേ മഞ്ചീരം മുറിനകത്ത് അല്ലേ മനുഷ്യകളെ അല്ലേ ഏതാനും അല്ലെ ശീലശൈലം ആധാരമായിട്ട് വലുതായിപ്പോരുന്നൊരു അഭിമാനങ്ങൾ തന്നിട്ടുണ്ടല്ലോ ശരി അല്ലെ മനുഷ്യകളെ ആയതുകൊണ്ട് അല്ലെ അടുത്ത വിശാലുണ്ടായിട്ട് അല്ലെ പ്രാർത്ഥന ഏതാനും ആയതുകൊണ്ട് മഞ്ചീരം നിൽക്കുന്ന കുറ്റിക്കര ഏതാനും പട്ടത്തൂർ കാപ്പ് വീടിരിക്കുന്ന അല്ലെ ഏതാനും കുറ്റിക്കാരന്മാരോട് തന്നെ ഏതാനും അല്ലെ മാറുന്ന വിശാലം ഭേദമായിട്ട് അല്ലെ എങ്ങനെയാന്ന് അല്ലെ കാണുവാനായിട്ടുണ്ടല്ലോ അല്ലെ അതുകൊണ്ട് സന്തോഷമായിട്ട് അല്ലെ പാടേണ്ടതായ ഭാഷ അല്ലെ ഏതാനും പ്രയത്നിച്ചില്ലേ അല്ലെ ഏതാനും അല്ലെ പറയാനുണ്ടോ അല്ലെ എങ്ങനെയാന്ന് കൊണ്ടുപിടിച്ചത് അല്ലെ സുന്ദര അവിടുത്തെ സുന്ദരയില്ലേ ഏതാനും കുടുംബാതിരികൾ എല്ലാം ഒത്തും കൂടിയിട്ട് അല്ലെ ഇരുത്തഞ്ചില്ലേ അല്ലെ ഏതാനും സുവര ഏതാനും ഭാസ്കര സതീശ ആയതുകൊണ്ട് സുന്ദര അല്ലെ എങ്ങനെയാന്ന് അല്ലെ ഏതാനും അരവിന്ദ ഗംഗാധര ഏതാനും അല്ലെ വാസു അപ്പുജി അല്ലെ ഉമേശ ആയതുകൊണ്ട് ഏവരോട് തന്നെ അല്ലെ ആയതുകൊണ്ട് അല്ലെ എന്നൂർ ഇരിക്കുന്നതായ വെല്ലുകായ്മക്കൂറ് അല്ലെ കണ്ടിട്ടാന്നിരിക്കുന്നതായ അല്ലെ അന്തസ്സൊന്നും വേണ്ട കേട്ടോ അല്ലെ പൂജാരി അല്ലെ മനുഷ്യങ്ങളെ ഏതാനും എങ്ങനെ സുന്ദര കുടുംബാതിരികൾക്ക് അല്ലെ അല്പത ഭയമെല്ലാം ഉണ്ടായിരുന്നല്ലോ അല്ലെ ഒരു ടീമിനെല്ലാം ഉണ്ടായിട്ട് അല്ലെ അല്ലെ ഏതാനും അല്ലെ ഏതാനും എത്തിച്ച അല്ലെ അല്പത സങ്കടമുണ്ട് അല്ലെ എങ്ങനെ അല്ലെ എങ്ങനെ രാജനില്ലേ അല്ലെ നാള രാജ അല്ലെ ഉള്ളങ്ക ജോയമ്പു അമ്പു തണ കെട്ടിനത്തിൻ്റെതായ അല്ലെ രക്തത്തെ പറ്റിയിരിക്കുന്നതായ ദേവൻ തന്നെയാണെന്നല്ലോ അല്ലെ എങ്ങനെ സുധാ എങ്ങനെ ഭയമുണ്ടാ ഭയമില്ലേ എങ്ങനെ ഭയം വേണം അല്ലെ ഏതാനും ഇത്തലവും ഭേദമായിട്ട് അല്ലെ പുണ്യത്തിന്റെ അമരഭൂമിക്കകത്ത് അല്ലെ ഏതാനും ശക്തി വർദ്ധിച്ചു കേട്ടോ അല്ലെ ഏതാനും അല്ലെ ഞാനൊന്നും നീയൊന്നും കളിക്കാതിട്ട് രക്ഷപ്പെടല്ലേ ഏതാനും എന്നെ കാണുവാനായിട്ട് എങ്ങനെ അല്ലെ അല്പം സങ്കടക്കൂറുണ്ട് എല്ലാം ചൊല്ലുവാനായിട്ടുണ്ട് അല്ലെ എന്റേതായ അല്ലെ രാജനില്ലേ ഏതാനും പറയാനുണ്ട് അല്ലെ അല്ലെ കുമാര അല്ലെ ഭാസ്കര സതീശ ആയതുകൊണ്ട് ഞാനവാ ഏതാനും സന്തോഷം തന്നെ ആകുന്നല്ലോ അല്ലെ ഏതാനും അല്ലെ സാധിച്ചതോ സാധിപ്പാനുള്ളതോ കടവ് കെടുത്തിരിക്കുന്ന അവനോ അല്ല പണി ചെയ്തിരിക്കുന്നതായ കൂലിയോ ഏതാവെങ്കിലും എങ്ങനെയാന്ന് അല്ലെ അല്ല വിചാരി എന്റെ മനുഷ്യകളെ തറവാട്ടിന്റെ മനുഷ്യകളെ വലുതായി പോരുന്നതായ കൃഷിയാടാനുള്ള ഭാഗ്യം തന്നിട്ടുണ്ട് അല്ലെ എങ്ങനെ സാധിച്ചതാണോ അല്ലെ അല്ലെ പൂർവികമാർ ചെയ്തിരിക്കുന്നതായ പുണ്യമാകുന്നല്ലോ
അല്ലേ സുന്ദര ലഭിച്ചതല്ലേ ഏതാനും അല്ലേ ഗംഗാധര അല്ലേ ഏതാനും അല്ലേ ഏതാനും വാസു ഗിരീഷ ആയതുകൊണ്ട് എല്ലാം ചൊല്ലുവാനായിട്ടുണ്ടല്ലോ അല്ലേ ആയതുകൊണ്ട് അല്ലേ സന്തോഷമായി ഇങ്ങനെ സാധിച്ചു തന്നല്ലോ ഇങ്ങനെ പറയാനുണ്ടോ വരട്ടെ അല്ലേ അത്ഭുത സങ്കടത്തുറെല്ലാം വന്നല്ലേ ഏതാനും അല്ലേ ഏതാനും കുറുമാർ ചെയ്തിരിക്കുന്നതായ പൂർവ്വകർമ്മങ്ങളുണ്ട് അത് അത്ഭുത അല്ലെ മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾ അല്ലേ അല്ലെ തറവാട്ട് ആധാരമായിട്ട് അല്ലെ എൻ്റെതായ രണ്ട് കല്ലാടി പോരുന്നതായ അല്ലെ അഭിമാനം അല്ലെ അത്ഭുത അല്ലെ സങ്കടത്തിന് ഇടവെന്നല്ലോ അതെങ്ങനെയാണെന്ന് അല്ലേ സുരേഷ ഏതാനും സതീഷ ഏതാനും സുമര എങ്ങനെയാണ് പൂർവ്വകാലത്ത് എൻ്റെതായ കല്ലാടിന് പേര് അല്ലെ ഏതാനും അറുമുഖത്തിൻ്റെതായ തർപ്പണം പരിശോധിച്ചിട്ട് ഇപ്പൊ അത് സാധിച്ചിനോ സാധിച്ചിനോ എങ്ങനെ അത് സാധിച്ചത് എങ്ങനെ പറ്റിയ ഏതാനും അല്ലേ രാജനില്ലേ അല്ലേ ഏതാനും അല്ലെ അങ്ങനെയുള്ളതായ അനർത്ഥം വന്നിട്ടുണ്ട് എങ്ങനെ നിങ്ങളത് അല്ലെ പൂർവ്വമാർ ചെയ്തിരിക്കുന്നതായ പൂർവ്വ കർമ്മങ്ങളുണ്ട് അല്ല മനുഷ്യർകള അത് അല്ലെ തെറ്റി നിങ്ങൾ പോകരുത് കേട്ടോ ഏതാനും അതിൻ്റെതായ അല്ലെ ഇത്ര മുൻഭേദമായിട്ട് ഇടി വന്നിട്ടുണ്ടെങ്കിലും അതിനെ തട്ടിയകലെ നീക്കിയിട്ട് അല്ലെ മൃഗത്തിൻ്റെതായ കെട്ടി കൊടുത്തിട്ടുണ്ടോ അല്ലേ അല്ലെ സുകുമാര ദിശ ആയതുകൊണ്ട് അല്ലെ കുട്ടിക്കല ഏതാനും മനുഷ്യരുടെ വിഷയ കുട്ടിക്കാരന്മാരെ അവരോട് തന്നെ അല്ലെ തിരിച്ച ആയതുകൊണ്ട് സന്തോഷം തന്നെയാണല്ലോ എടുത്ത് പറയാനുണ്ട് അല്ലെ എല്ലാം അല്ലെ പന്തലിലേക്ക് കൈയെടുത്ത് ഇവിടെ ചൊല്ലുവാനായിട്ടുണ്ട് അല്ലെ ഇങ്ങനെ എടുത്ത് പറയാനുണ്ട് എല്ലാം അറിഞ്ഞിരിക്കുന്ന പൊരു തന്നെയാണ് സമസ്ത കഥകളും അനുഭവം തന്നെയാവുന്ന ചൊല്ലുവാനായിട്ടുണ്ട് അതുകൊണ്ട് ഗിരീഷ ഇങ്ങനെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന അനുഭവം തന്നെയാണല്ലോ ഏതാനും അല്പം ഭയം സിദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായ ഇങ്ങനെ തറവാടുകളെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ പൂർവ്വമാർ ചെയ്തിരിക്കുന്നതായ പൂജാരി പൂർവ്വമാർ ചെയ്തിരിക്കുന്ന ഏതാനും സുവര പൂർവ്വമാർ ചെയ്തിരിക്കുന്ന പൂർവ്വ പുണ്യമാകുന്നല്ലോ ചിന്തിച്ചതല്ലേ ഏതാനും സന്തോഷം തന്നെയാകുമല്ലോ ചിന്തിച്ചല്ലോ ഇങ്ങനെ അതുകൊണ്ട് ഏതാനും വാസു അതുകൊണ്ട് ഇവരോട് തന്നെ ഏതാനും 6 രീതിയിൽ 12 വരെ വരച്ചു വരക്കെടുത്ത് പൂവും പ്രസാദം ഇട്ടിട്ടുണ്ട് ഏതാനും സ്വർണ്ണസ്ഥിതി കമർന്നോ മലർന്നോ ഞാനൊന്ന് ഊതി വെക്കട്ടെ
അല്ലെ കൊലപാതകമായിട്ട് ചിന്തിക്കേണ്ടതായ ഭാഗ്യം അല്ലെ അല്ലെ വന്നിട്ട് ആക്കാൻ ഇടവന്നില്ല അല്ലെ ഏതാനും അല്ലെ ഭാസ്കര അല്ലെ ഏതാനും ദിശ അല്ലെ കൊല വാങ്ങിയിട്ട് തന്നെ അല്ലെ കൊച്ചുണ്ടല്ലോ എന്നെ മറിച്ച് വെച്ചിട്ടല്ലോ അല്ലെ ഏതാനും ഏതാനും ഇത്തരം ഭേദമായിട്ടല്ലേ നായനാനും കൃഷിയാനും അല്ല പറഞ്ഞെടുത്തത് അല്ലെ കൈയെടുക്കണം ഞാൻ അല്ലെ ഗംഗാധര അല്ലെ ഭാസ്കര ഏതാനും അല്ലെ ഏഴുകൊണ്ട് പടച്ചെടുത്തിട്ട് സഞ്ചരിച്ച് അല്ലെ എൻ്റെ കുടുംബത്തെ ഇതുപോലെല്ലാം പോയിട്ട് അല്ലെ ഏതാനും അല്ലെ ചാൽവഴക്കം കോണിക്കര ഉച്ചക്കത്തെ വെച്ച് മൈന്തപ്പര്യം അല്ലെ അന്തിയുറക്കം അല്ലെ അറിയാതെ സാരസം അല്ലെ കോട്ടപ്പാറാവൻ ഭേദമായിട്ട് അല്ലെ ഞാൻ കുടികൊടുന്നുണ്ടല്ലോ അല്ലെ ഏതാനും അല്ല ഭാസ്കര ആയതുകൊണ്ട് സമസ്ത കഥകളുടെ ലക്ഷ്യങ്ങളെ ചൊല്ലുവാനായിട്ടുണ്ടല്ലോ ആനപ്പം ശേഷം അല്ലേ അല്ലെ അനേക മത്സരമായില്ലേ അല്ലെ കാണുവാനായിട്ട് അല്ലെ കുടുംബാതിരികളെല്ലാം ഒത്തും കൂടിയിട്ട് അല്ലെ ഏതാനും അല്ലെ സന്തോഷം തന്നെയാകും ഇപ്പോഴെങ്കിൽ അല്പ സങ്കടക്കുറെല്ലാം ഉണ്ട് അല്ലെ എല്ലാം ദൂരീകരിച്ചിട്ട് അല്ലെ ഭംഗിയാവണ്ണം അല്ലെ മഹാവിസംഹരിക്കുന്ന അനുഭവം കൊണ്ട് അല്ലെ ഏതാനും ശോഭിതമായിട്ട് വിളങ്ങേണ്ടതായ ഭാഗ്യം തന്നേക്കണമെന്നിരിക്കുന്ന അനുഭവം തന്നെയാണ് എല്ലാം ചൊല്ലാൻ അല്ലെ അതുകൊണ്ട് അനപ്പൊന്നൊരു കൈയെടുത്തതിന് ശേഷമായിട്ടില്ല അല്ലെ ഏതാനും അല്ലെ അവരോട് തന്നെ അതോ കുട്ടികൾ നടക്കാൻ ഭക്തജനങ്ങളെ തുർത്തി ശ്രീ വിഷ്ണുമൂർത്തി വയനാട് കുലവൻ മഹാമലരായ ദേവസ്ഥാനം പടയങ്കുടി തറവാടിന്റെ മരുഭൂമിയിൽ നടക്കുന്ന ശ്രീ വയനാട് കുലവൻ തേങ്കട്ട് മഹോത്സവത്തിലേക്ക് ഏവർക്കും ഭക്തിനിർഭരമായ സ്വാഗതം.
ഏതാനും അനുഭവം കൊണ്ട് എല്ലാം അറിയാം അല്ല കാഞ്ഞിരോട് നാട്ടുകളിൽ നിൽക്കുന്നുണ്ട് വയനാട് തിരുവം കുഴിയപ്പൻ എനിക്കുണ്ട് ആനപ്പൻ കണ്ട് സംബന്ധിച്ചു സന്തോഷത്തിൽ നല്ലതായി പോരുന്ന ഈ വസ്തു അല്ലാതെ അത് പ്രകാരത്തിൽ സന്തോഷമായി മേൽത്തറയിൽ വസിച്ചിരിക്കുന്നതായ തന്നെയാകുന്നല്ലോ സന്തോഷത്തിന്റെ ആകുന്നു വയനാട് ചെറുപ്പം സെൽവനാഥൻ കുട്ടൻകുഴിയപ്പൻ എനിക്കെന്റെ പരിഹാരപ്പൻ കണ്ട് സംബന്ധിച്ചോളം അങ്ങനെ ഭയം വന്നോ അത്ഭുതം ഉണ്ടായിരുന്നല്ലോ എന്നെ കാണുവാനായിട്ട് സാധിക്കുമെന്നിരിക്കുന്ന അന്നത്തെ ഉണ്ടായിരുന്നല്ലോ എല്ലാം ഇപ്പൊ സന്തോഷമായില്ലേ ഏതാനും ഉള്ളാളം നിൽക്കുന്നതായ ഏതാനും കടലരികെ ഏതാനും കലരികെ ഒരുക്കിടങ്ങളായി വരും കടലിലേക്ക് പാടാർക്കുളം നിരന്നിരിക്കുന്നതായ സന്തോഷം തന്നെയാകുമല്ലോ അതുകൊണ്ട് സന്തോഷത്തിന് അവകാശം കൂടാതിരിക്കുന്നതൊക്കെ വേണം സന്തോഷമായി അഴിപ്പിക്കാനും ചേരാതെ തീർക്കുവാനുള്ള വസ്തു ഏതാനും കഠിന പ്രയത്നം ചെയ്യും നമസ്കാര ഏതാനും സന്തോഷത്തിന്റെ ആണല്ലോ ആയതുകൊണ്ട് ഏതാനും മജീരം നിൽക്കുന്ന മുണ്ടല ഏതാനും വട്ടത്തൂർ നാക്കുവിളി നടത്തും ഇതായിപ്പോരുന്ന ഒരു അഭിമാനം ഇങ്ങനെ ഒരു മഹാത്സവം നടത്തി പോരുവാനായിട്ടുണ്ടല്ലേ അല്ലെ ഏതാനും അല്പത് ഭയമുണ്ട് ഏതാനും വട്ടത്തൂർ
നാട്ടുകാർക്ക് ആ ഉത്സവം കഴിഞ്ഞു. അതുകൊണ്ട് സന്തോഷമായി ഏതാനും സന്തോഷത്തിന് അവദോഷം കൂടാതെ തക്കവണ്ണം രക്ഷിച്ചിട്ടുണ്ടല്ലോ. പൂർവ്വമാർ ഏതാനും ശേഖര സന്തോഷം തന്നെയാണല്ലോ. ഏതാനും ഭാസ്കര ഏതാനും രാഗ കൂടി തന്നെ ശിവ. അതുകൊണ്ട് രാജ എങ്ങനെയാണ് പൂർവ്വമാര് ഒരു കർമ്മങ്ങളെല്ലാം ചെയ്യാനുള്ളതായ ഭാഗ്യം തന്നിട്ടുണ്ടല്ലോ അല്ലേ. ഏതാനും അത് തെറ്റാതെ ചെയ്യുന്നുണ്ടോ. ഏതാനും പൂർവ്വമാർ ചെയ്തിരിക്കുന്ന പൂർവ്വ പുണ്യം കൊണ്ട് അല്ലേ രജനായിട്ട് വാഴേണ്ടതായ ഭാഗ്യം തന്നിട്ടുണ്ടല്ലോ അല്ലേ. 8 സ്വരൂപത്തിന് മുമ്പും കവനാട് സ്വരൂപം സർവനാഥൻ കുണ്ടൻകുഴിയപ്പൻ എനിക്കെൻ്റെ പറയാനൊക്കെ സമ്മതിച്ച വേണം അല്ലേ. ഇങ്ങനെ ഞാനും എൻ്റെ നായനാരും 2 ശിഷ്യാരും പറഞ്ഞെടുത്തുള്ള കൈകൃത്തമാണ് അല്ലേ. ഏതാനും അല്ലേ ഇങ്ങനെ നായാട്ടിൻ്റെ അല്ലേ ഏതാനും ഫലമാകായിട്ടൊരു സിദ്ധിക്കാനുള്ളതായ ഭാഗ്യം അല്ലേ. ഏതാനും 7 കൂട്ടം പാളച്ചീർപ്പെട്ട് സഞ്ചരിച്ചിരിക്കുന്ന അനുഭവം തന്നെയാണ് മസു അല്ലേ. ശിവ അല്ലേ ശ്രീധര ഏതാനും അല്ലേ ആയതുകൊണ്ട് ഏതാനും ആശിച്ചതായ കാര്യമെല്ലാം സാധിച്ചിട്ടുണ്ട് അല്ലേ. പറയാനില്ല അറിഞ്ഞിരിക്കുന്ന തറവാടിന് തന്നെ ഏതാനും അത്ഭുത ഭയമെല്ലാം ഉണ്ടായിരുന്നില്ല. തറവാട്ടിലെടുത്ത് കൂടിയിരിക്കുന്ന അനുഭവം കൊണ്ട് എങ്ങനെയാകുന്നു അല്ലെ ശേഖര അല്ലെ. പട്ടത്തിൽ നാട്ടുകാരുടെ സന്തോഷത്തിനാകുന്നല്ലോ പറയാനുമല്ലോ. ആയതുകൊണ്ട് ഇങ്ങനെ 8 സ്വരൂപത്തിന് മുമ്പും കവനാട് സ്വരൂപം അല്ലെ അനേകം വഴി കാലതാമസം അല്ലെ. ഏതാനും 8 സ്വരൂപത്തിന് മുമ്പും കവനാട് സ്വരൂപം സ്വരൂപനാഥൻ കുണ്ടൻകുഴിയപ്പൻ എനിക്കെൻ്റെ പനയാലപ്പൻ കണ്ട് സമ്മതിച്ചത് വേണം അല്ലേ. ഏതാനും ഞാനും ഇത് തറവാട്ടിൽ ഏതാനും കർമ്മങ്ങൾ ചെയ്യും അത് തന്നെയാണെന്ന് പറഞ്ഞു സുന്ദരമായിട്ട് ഭാഗ്യമില്ല. അനുഭവം കൊണ്ട് കഴിയുന്നില്ല.
ആയിട്ട് നടത്താനുള്ള ഭാഗ്യം കാലിയോട്ട് നാട്ടിനകത്ത് സന്തോഷം തന്നെയാണല്ലോ. സന്തോഷമായിട്ട് വാഴേണ്ടതായ ഭാഗ്യം അങ്ങനെ പറയാനുള്ള മറിഞ്ഞിരിക്കുന്ന തന്നെയാണല്ലോ. സന്തോഷമായി അല്ല ഇടപാടൻ ഇടവക്കാരൻ ശേഷം ഇടപാടൻ അല്പം പറയാ തുർത്തീശ്വരി വിഷ്ണുമൂർത്തി വയനാട്ടുകിലവൻ മഹാമലരായ ദേവസ്ഥാനം പടയംകുടി തറവാടിന്റെ അമരഭൂമിയിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകിലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ഭക്തമാനസങ്ങളെയും ഭക്തിയോടെ സ്വാഗതം ചെയ്യുകയാണ്. ആദരണീയ ഭക്തബന്ധുക്കളെ, 5000 ಪಟ್ಟಂ ಸ್ವರೂಪನಾಡಿನ ಅತಿ ಪುರಾತನವು ಋಷಿಮುನಿಗಳ ತಪೋಭೂಮಿಯು ಮಹಾಶಕ್ತಿ ಐವರ್ ಭಗವತಿ ಮಾತೆಯ ಪರಮ ಪವಿತ್ರ ಕ್ಷೇತ್ರವಾದ ಉಪ್ಪಳ 25 ಬೇಲು ಶ್ರೀ ಭಗವತಿ ಕ್ಷೇತ್ರದ ಪ್ರಧಾನ ತರವಾಡು ತುರ್ತಿಶ್ರೀ ವಿಷ್ಣುಮೂರ್ತಿ ವಯನಾಡು ಕುಲವನ ಮಹಾಮಲರಾಯ ದೈವಸ್ಥಾನ ಪಡೆಂಕೊಡಿತ್ತೆಯ ಕೋಟ್ಯಾನ್ ತರವಾಡಿನಲ್ಲಿ ಮಹಾ ಉತ್ಸವದ ಸಂಭ್ರಮ. ಭಕ್ತಬಂಧುಗಳೇ, ಇಂದಿನ ಈ ಶುಭ ದಿನದಂದು ಈ ಪುಣ್ಯ ಸನ್ನಿಧಿಗೆ ಆಗಮಿಸಿದಂತಹ ಎಲ್ಲ ಭಕ್ತ ಬಂಧುಗಳಿಗೆ ಹೃತ್ಪೂರ್ವಕವಾದ ಸ್ವಾಗತ. ഏതായാലും പട്ടത്തിനോടുകൂടാ അങ്ങനെ പട്ടത്തിരോധവാദി ഉണ്ടാ ആരുകൊണ്ട് പട്ടത്തിരോധവാദി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അല്ലെ അന്വേഷണം കഴിച്ചിട്ടാ ഏതായാലും പട്ടത്തിനോടുവാ അല്ലെ ഏതായാലും ഇടപാടൻ ഇടവക്കാരെന്നിരിക്കുന്ന അനുഭവമുണ്ടല്ലോ. ഏതായാലും പട്ടത്തിനോടോളാൻ ബാക്രു ഇടവണൻ കടപ്പാറ ഇടവണൻ ഏതാനും അല്ലെ ദട്ടങ്കാടി ഇടപെടവൻ അങ്ങനെ ഒരു പൂർവ്വ ബന്ധമുണ്ടല്ലോ. അല്ലെ ദട്ടങ്കാടി ഇടപെടവൻ അല്ലെ ഗോമ്പ് ഇടപെടാൻ അല്ലെ കൗടൂർ ഇടപെടവൻ അല്ലെ മാട്ടകൾ ഇടപെടവൻ അല്ലെ അങ്ങനെയുള്ള അനുഭവം ഉണ്ടല്ലോ. അല്ലെ ഏതാനും കടപ്പാറ ഇടപെടുന്നുണ്ടോ ആയിരിക്കട്ടെ ഏതാനും ആയിരിക്കട്ടെ പൂർവ്വമാർ ചെയ്തിരിക്കുന്ന പൂർവ്വ പുണ്യമാണെന്നല്ലോ. അല്ലെ ഏതാനും അല്ലെ സന്തോഷം തന്നെയാണ്. അല്ലെ ദേവനൊന്ന് കൺകുളൊക്കെ കാണാനായിട്ട് പറ്റും. അല്ലെ ഇത് തന്നെയാകുന്നത് പറഞ്ഞു. അല്ലെ കാര്യങ്ങൾ അല്ലെ ഏതാനും ബാക്കിയായില്ല അല്ലെ ഏതാനും ബാക്കിയായിട്ട് അല്ലെ അന്ന് എന്നെ കണ്ടത്തിൽ അല്പത ധനം ബാക്കി കാടി എന്നിരിക്കുന്ന അനുഭവം കൊണ്ട് അല്ലേ ഇനിയിപ്പോൾ അല്ലെ എന്നെ കഴിച്ചു പോരുവാനായിട്ടുണ്ട് അല്ലേ അല്ലെ ധനം ബാക്കിയാൽ എങ്ങനെയാണ് അല്ലെ എന്നെ കാണണ്ടേ അല്ലെ ദട്ടങ്കടി ഇടവാണ് അല്ലെ ഇടവന്മാരെ ഇടവാണ് ഇടവക്കാരെന്നിരിക്കുന്ന അനുഭവം കൊണ്ട് അല്ലെ ഏതാനും ഒരു തട്ട അളന്നല്ലോ ഇതുണ്ടോ അല്ലെ തെറ്റി തറവാണ് ആധാരമായിട്ടും ഒരു തട്ട് തന്നെയാണ്
എങ്കിലും അല്ലെ കെട്ട് സുരവത്തിനും തലനാട് ചെന്നും സുരവനാഥൻ കുണ്ടൻകുഴിയപ്പൻ എനിക്കെൻ്റെ പനിയാരപ്പം കെട്ടണം എല്ലാം പറയട്ടെ. സന്തോഷമായി രാജപുത്രേ, എങ്ങനെ രാജപുത്രേ സന്തോഷം തന്നെയാണെന്നുള്ള രാജപുത്രേ എങ്ങനെ പറയാനുണ്ടാ? അതെ, എങ്ങനെ തടസ്സം നിൽക്കുന്നില്ലല്ലോ നിങ്ങൾ. അല്ലെ എല്ലാം ദേവൻ അറിഞ്ഞിരിക്കുന്ന വീട് തന്നെയായിരുന്നു. അല്ലെ ഏതാനും നിങ്ങൾക്ക് വരുന്ന ദുഃഖത്തെ എല്ലാം നീക്കിയിട്ട് അല്ലെ 8 സുരവത്തിനൊന്നും തകരാടുന്ന സുരവനാഥൻ കുണ്ടൻകുഴിയപ്പൻ എനിക്കെൻ്റെ പറയാനൊക്കെ കളിക്കാൻ പറ്റും. അല്ലെ ഇന്നേ വരയ്ക്കും യാതൊരു ബുദ്ധിമുട്ട് കൂടാതെ തക്കവണ്ണം അങ്ങനെ രക്ഷിക്കുന്നു. അല്ലെ ഏതാനും നല്ല സന്തോഷം തന്നെയാണെന്നല്ലോ. അങ്ങനെ സങ്കടമുണ്ടോ പറയാനായിട്ട്? അല്ലെ എല്ലാം അറിഞ്ഞിരിക്കുന്ന ഗുരു തന്നെയാണെന്നല്ലോ. അല്ലെ ഹൃദയമാകുന്ന ക്ഷേത്രത്തിനകത്ത് നമുക്ക് കേട്ടു അതിനകത്ത് കൂടാതെ തക്കവണ്ണം അല്ലെ ദേവന്റെ ശിശുമെന്ന കൊണ്ട ഏതാനും അല്ലെ നിങ്ങളെല്ലാവരും ചുറ്റും കൂടി കർമ്മങ്ങൾ ചെയ്യും. കണ്ടിച്ചു അങ്ങനെ വിശ്വകർമ്മയെ പറയട്ടോ. വിശ്വകർമ്മയെ അതുകൊണ്ട് സന്തോഷം തന്നെയാണെന്നല്ലോ. മരുന്നെല്ലാം കുറിച്ച് പോയിട്ടുണ്ടല്ലോ. അല്ലെ ഏതായാലും സന്തോഷം തന്നെയാണെന്നല്ലോ. അല്ലെ അല്ലെ ഏതായാലും സന്തോഷമായിട്ട് വാഴേണ്ടതായ അല്ലെ ഉണ്ടാക്കിത്തന്നെക്കൊട്ടോ സന്തോഷമായി. വിശ്വകർമ്മയെ എങ്ങനെ പറയാനുണ്ടാ? ഏതാനും ഹൃദയമാകുന്നല്ലേ സന്തോഷമായി. ഏതാനും ഹൃദയത്തിനകത്ത് അല്ലെ യാതൊരു ബുദ്ധിമുട്ട് കൂടാതെ തക്കവണ്ണം അല്ലെ ഇടപാടം നിൽക്കുന്ന വലുതായിപ്പോലൊരു അഭിമാനമുണ്ടല്ലോ. ഇങ്ങനെ പറയാനില്ല. അല്ലെ ഏതായാലും സങ്കടമെല്ലാം നീക്കിയിട്ട് നേർവഴിയിൽ എത്തിക്കാനുള്ളതായ ഭാഗ്യം ഇങ്ങനെ പറയാ. അങ്ങനെ ഏതാനും അല്ലെ എനിക്കല്ലേ ഇങ്ങനെ പറയാനില്ല. ഏതാനും അല്ലെ സന്തോഷം തന്നെയാകുന്നത്. അല്ലെ ഏതാനും അല്ലെ അടുത്ത വിശാലും ഉദ്വേദമായിട്ടുള്ള ഏതാനും ശോഭിതമായിട്ട് വാഴേണ്ടതായ ബാധ്യത ഏതാനും സന്തോഷമായി. നിങ്ങളുടെ ബന്ധുവില്ലേ കഴിഞ്ഞില്ല ആർക്ക് പ്രശ്നം ഇത് നേരെ സാറേ
ഭക്തജനങ്ങളെ, തിരുത്തി ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ മഹാമലരായ ദേവസ്ഥാനം ശ്രീ വയനാട്ടുകുലവൻ തേങ്കട്ട് മഹോത്സവത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ഭക്തജനങ്ങളെയും ഭക്തിയോടെ സ്വാഗതം ചെയ്യുകയാണ്. ഭക്തജനങ്ങളെ, മറക്കളത്തിന് ചുറ്റും കൂടിയിരിക്കുന്ന ഭക്തജനങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളുടെ സ്വയം സേവകരായ വളണ്ടിയർമാർ തരുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്ന് അറിയിക്കുകയാണ്. അഭൂതപൂർവമായ തിക്കും തിരക്കും അനുഭവപ്പെടുന്നതിനാൽ എല്ലാ ഭക്തജനങ്ങളും ഞങ്ങളുമായി സഹകരിക്കുക. ഞങ്ങളുടെ വളണ്ടിയർമാർ തരുന്ന നിർദ്ദേശങ്ങൾ ദയവ് ചെയ്ത എല്ലാ ഭക്തജനങ്ങളും പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ഇവിടുത്തെ പവിത്രതയും പരിശുദ്ധിയും കാത്തു സൂക്ഷിക്കണമെന്ന് ആദ്യം തന്നെ അറിയിക്കുകയാണ്. കൂടാതെ അല്പസമയത്തിലേക്ക് തന്നെ സാക്ഷാൽ ശ്രീ കണ്ടനാറക്കേളൻ ഈശ്വരൻ ദൈവത്തിന്റെ വെള്ളാട്ടം മരക്കളത്തിൽ പ്രവേശിക്കും. തുടർന്ന് മഹനീയമായ ബപ്പിടൽ ചടങ്ങ് നടക്കും. ഈ സമയത്ത് ബപ്പിടൽ ചടങ്ങിന്റെ സമയത്ത് ഭക്തജനങ്ങൾ ആരും മൊബൈൽ ക്യാമറയോ മറ്റു ക്യാമറകൾ കൊണ്ട് ഫോട്ടോ എടുക്കുന്നതോ വീഡിയോ പകർത്തുന്നതോ പാടില്ല എന്ന് നിങ്ങൾ ആദ്യം തന്നെ അറിയിക്കുകയാണ്. കർശനമായിട്ടുള്ള ഒരു അറിയിപ്പ് കൂടിയാണത്. മാതൃസമിതി അംഗങ്ങളുടെ പ്രത്യേക ശ്രദ്ധയിലേക്ക് കുറച്ച് മഹിളാ വളണ്ടിയർമാർ മരക്കളത്തിന് ചുറ്റും ഭക്തജനങ്ങളെ നേരായ രീതിയിൽ ഇരുത്തുന്നതിനുള്ള ഏർപ്പാടുകൾ തയ്യാറാക്കണമെന്ന് അറിയിക്കുന്നു. മാതൃസമിതി അംഗങ്ങളുടെ പ്രത്യേക ശ്രദ്ധയിലേക്ക് വളണ്ടിയർമായി നിൽക്കുന്ന ഒത്തിരി മാതൃസമിതി അംഗങ്ങൾ ദയവ് ചെയ്ത് ഇനിയുള്ള നിമിഷങ്ങൾ ഭക്തജനങ്ങൾ ഒത്തുകൂടേണ്ട ഒരവസരം തന്നെയാണ്.
സന്തോഷമായി സേവനവും കണ്ടുപോകണമെന്ന് ഏതായാലും സുരവത്തിലാകും തവനാട് സർവനാഥൻ കുന്നപ്പുഴയപ്പൻ എനിക്കെൻ്റെ മലയാളം നിർമ്മിക്കട്ടെ. ദേവനെ കൊടുത്തിട്ട് ും അങ്ങനത്തെ കൂടാതെ തക്കവണ്ണം നിലപാടെടുത്ത് ആധാരമായിട്ട് കടാങ്കര ഏറ്റവും കൂടുതൽ വലുതായി പോരുന്ന ദേവനെ തുർത്തി ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ മഹാമലരായ ദൈവസ്ഥാനം പടയങ്കി തറവാടിനവരും ഭൂമിയിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തേങ്ങൽ മഹോത്സവത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഭക്തിയോടെ സ്വാഗതം ചെയ്യുകയാണ്. ഭക്തജനങ്ങളെ, പ്രാർത്ഥന കാലത്തിന്റെ പ്രാർത്ഥന പോലെ ഗ്രാമജീവിതത്തിന്റെ പരമപവിത്രമായ നേരുകളും ഒരു പെരുമയും ചേർന്നുയർത്തപ്പെട്ടതാണ് ശ്രീ വയനാട്ടുകുലവൻ തേങ്ങൽ മഹോത്സവങ്ങൾ.
തുർത്തി ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ മഹാമലരായ ദേവസ്ഥാനം പടയങ്കുടി തറവാടിന്റെ മരുഭൂമിയിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തെയ്യങ്കട്ട് മഹോത്സവത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തമാനസങ്ങളെയും ഭക്തിയോടെ സ്വാഗതം ചെയ്യുന്നു. ഗ്രാമീണ സംസ്കൃതിയിൽ വിരിഞ്ഞ വർണ്ണമനോഹരമായ പൂങ്കുരുകളാണ് പുരാവൃത്തങ്ങൾ. സാന്ത്വനമായി വഴികാട്ടിയായി അവ നമ്മുടെ ജീവിതത്തിനെ തുടർന്നു. ഈ തിരുസ്വാർത്ഥതയിൽ നടക്കുന്ന വയനാട്ടിലും തെയ്യങ്കട്ട് മഹോത്സവത്തിന്റെ മഹനീയ വേളയിലേക്ക് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വന്നെത്തിയ എല്ലാ ഭക്തമാനസങ്ങളെയും ഭക്തിയോടെ സ്വാഗതം ചെയ്യുകയാണ്. ഒരറിയിപ്പുണ്ട്. മറക്കളത്തിന്റെ തൊട്ടരികിൽ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും വന്നെത്തിയ സ്ഥാനികന്മാർക്കായും പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അവിടെ മറ്റുള്ള ഭക്തജനങ്ങൾ ഇരിക്കുകയാണ്. ദയവ് ചെയ്ത് മറ്റുള്ളവർ മാറിയിരിക്കണമെന്ന് അറിയിക്കുകയാണ്. സ്ഥാനികർക്കുമായി പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും വന്നെത്തിയ വിശിഷ്ട വ്യക്തികൾക്കുള്ള ഇരിപ്പിടത്തിൽ മറ്റു ഭക്തജനങ്ങൾ വന്നിരിക്കുകയാണ്. വള്ളിയന്മാർ ശ്രദ്ധിക്കുക. ಚಿನ್ನದ ಸಣ್ಣ ಒಂದು ಬ್ರೇಸ್ಲೆಟ್ ಸಿಕ್ಕಿರುತ್ತದೆ. ಕಳ್ಕೊಂಡವರು ಕಾರ್ಯಾಲಯವನ್ನು ಸಂಪರ್ಕಿಸಬೇಕಾಗಿ ವಿನಂತಿ. ಅದೇ ರೀತಿ ವಿಶೇಷವಾಗಿ ಮರಕ್ಕಳದ ಒಳಗೆ ಆಚಾರಪಟ್ಟವರಿಗೆ ಮಾತ್ರ ವಿಶೇಷವಾದ ವ್ಯವಸ್ಥೆಯನ್ನ ಮಾಡಲಾಗಿದೆ. ದಯವಿಟ್ಟು ಅಲ್ಲಿ ಇತರರು ಇದ್ದಲ್ಲಿ ದಯವಿಟ್ಟು ಅಲ್ಲಿಂದ ತೆರಳಬೇಕಾಗಿ ವಿನಮ್ರ ವಿನಂತಿ.
മറക്കളത്തിൽ സാക്ഷാൽ ശ്രീ കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടമാണ്. ഓരോ പ്രദേശത്തിന്റെയും ജനജീവിതത്തിൽ ഭക്തിനിർമാതനമായ കൂട്ടായ്മയും ഊരൊരുമയുടെയും ഉദാത്ത മാതൃകകളാണ് ശ്രീ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവങ്ങൾ. കാർഷിക കേരളത്തിന്റെ കളപ്പുരകളിൽ കൊയ്ത്തുകാല വസന്തത്തിന്റെ കനകക്കതിരുകൾ കുന്നുകൂടുമ്പോൾ ഊർവരതയുടെ വരപ്രസാദങ്ങൾക്ക് നന്ദിയൊന്നിക്കൊണ്ട് തെയ്യങ്ങൾ നൃത്തം ചവിട്ടിക്കൊണ്ട് ഈ തിരുസന്നദ്ധിയിലും ശ്രീ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവം നടക്കുന്ന ഈ പവിത്രമാം സന്നദ്ധിയിൽ ഉപ്പളാതുർത്തി ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ മഹാമലരായ ദൈവസ്ഥാന പടയംകുടി തറവാടിന്റെ അമരഭൂമിയിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന് ധന്യത പകർന്നുകൊണ്ട് അല്പസമയത്തിലേക്ക് തന്നെ ശ്രീ കണ്ടനാർ കേളനീശ്വരൻ ദൈവത്തിന്റെ വെള്ളാട്ടം മറക്കടത്തിൽ നിറഞ്ഞാടി ഭക്തരെ അനുഗ്രഹിക്കും. ഈ മഹനീയ വേളയിൽ പപ്പിടൽ ചടങ്ങുന്ന മഹത്തരമായ ചടങ്ങിന് കൂടി നാം ഏവരും സാക്ഷികളാവുകയാണ്. ದಯವಿಟ್ಟು ಕಾರ್ಯಕರ್ತರ ಸೂಚನೆಗಳನ್ನು ಸ್ವೀಕರಿಸಿಕೊಳ್ಳಬೇಕಾಗಿ ವಿನಂತಿ. ಕಾರ್ಯಕರ್ತರು ನಿರ್ದೇಶಿಸಿದಂತೆ ಎಲ್ಲರಿಗೂ ಆಸನದ ವ್ಯವಸ್ಥೆ ಇದೆ. ಕಾರ್ಯಕರ್ತರು ದಯವಿಟ್ಟು ಅದರ ಬಗ್ಗೆ ಅವಲೋಕಿಸಿ ವಿಶೇಷವಾದಂತಹ ವ್ಯವಸ್ಥೆಯನ್ನು ಎಲ್ಲರಿಗೂ ಮಾಡಿದ್ದೇವೆ. ಅದರಿಂದ ಇನ್ನೊಬ್ಬರಿಗೆ ಯಾವುದೇ ತೊಂದರೆಯಾಗದಂತೆ ದಯವಿಟ್ಟು ಈ ಪುಣ್ಯ ಕಾರ್ಯವು ಯಶಸ್ವಿಯಾಗಿ ನಡೆಯುವಂತೆ ನಮ್ಮೊಂದಿಗೆ ಸಹಕರಿಸಬೇಕಾಗಿ ವಿನಂತಿ. ഭക്തജനങ്ങളെ, ഹിമാലയം തു സമാരഭ്യ യാവത് ഹിന്ദു സരോവരം ഇതം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രജക്ഷത്തെ. ഭക്തരെ, മാനവ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും മഹിതമായ ഈശ്വര ചൈതന്യം നിറഞ്ഞൊഴുകി ഈ തറവാടിന്റെ അമരഭൂമിയിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന് ധന്യത പകർന്നുകൊണ്ട് സാക്ഷാൽ കണ്ടനാർ കേളനീശ്വരൻ ദൈവത്തിന്റെ വെള്ളാട്ടം മറക്കളത്തിലേക്ക് ആഗമിക്കുവാൻ ഇനി ഏറെ കാത്തിരിപ്പില്ല. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വന്നെത്തിയ എല്ലാ ഭക്ത മനസ്സുകളും ഞങ്ങളുടെ വളണ്ടിയർമാർ തരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ഭക്തിയോടെ അറിയിക്കുകയാണ്. ഭക്തജനങ്ങളെ, ഉള്ളൊരുകി വിളിക്കുമ്പോഴൊക്കെ അദൃശ്യശക്തിയായി വന്ന അനുഗ്രഹം ചൊരിയാറുള്ള കൺകണ്ട ദൈവമാണ് സാക്ഷാൽ ശ്രീ ഐവർ ഭഗവതി. ഭക്തരെ, ഉപ്പള 25 ശ്രീ ഐവർ ഭഗവതി ക്ഷേത്ര പരിധിയിൽപ്പെടുന്ന 5000 വട്ടം സ്വരൂപ നാട്ടിലെ മുളിഞ്ച ശ്രീ മഹാലിംഗേശ്വരന്റെ അമരഭൂമിയിൽ
ഉപ്പള തുർത്തി ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ മഹാമലരായ ദൈവസ്ഥാനം പടയംകുടിയ തറവാടിന്റെ അമരഭൂമിയിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിലേക്ക് വന്നെത്തിയ എല്ലാ ഭക്തമാനസങ്ങളെയും ഭക്തിയോടെ സ്വാഗതം ചെയ്യുകയാണ്. ഭക്തജനങ്ങളെ, ഉപ്പള 25 വില്ലേജ് ശ്രീ ഐവർ ഭഗവതി ഭക്തരെ എന്ത് പേര് ചൊല്ലി വിളിച്ചാലും ഭക്തർക്ക് അനുഗ്രഹത്തിന്റെ അമ്പൊഴിയാത്ത അവനാഴി സമ്മാനിക്കുന്ന ശ്രീ പാടാർകുളങ്ങര ഭഗവതിയും മറ്റു ചൈതന്യമൂർത്തികളും കുടികൊള്ളുന്ന അമരഭൂമിയാണ്. അമ്മേ, എനിക്ക് നിത്യമായ ആനന്ദം തന്നാലും എന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് മുന്നിൽ നിത്യാനന്ദ സ്വരൂപിണിയായും കാഞ്ചിയിൽ കാമാക്ഷിയായും മധുരയിൽ മീനാക്ഷിയായും കൊടുങ്ങല്ലൂരിൽ കണ്ണകിയായും കൊല്ലൂരിൽ മൂകാംബികയായും ശൃംഗേരിയിൽ ശാരദയായും പാർവതിയായും സരസ്വതിയായും ലക്ഷ്മിയായും കാളിയായും ദുർഗയായും ഭക്തജനങ്ങൾ എന്ത് പേരിട്ട് വിളിക്കുന്നുവോ അതാത് രൂപഭാവങ്ങളിൽ പ്രത്യക്ഷമാകുന്ന ഈ ചരാചര പ്രപഞ്ചത്തിന്റെ ഊർജ സ്രോതസ്സായി നിലകൊള്ളും ഉപ്പള 25 വില്ലേജ് ശ്രീ ഐവർ ഭഗവതി ക്ഷേത്ര പരിധിയിൽപ്പെടുന്ന 5000 വട്ടം സ്വരൂപ നാട്ടിലെ മുളിഞ്ച ശ്രീ മഹാലിംഗേശ്വരൻ, അമ്പിളിക്കലയെയും ഗംഗയെയും ജടയിൽ ചൂടിയ ജടാധരൻ, നമ്മുടെ അജ്ഞാനവും അധിഭ്രമവുമാകുന്ന ഭസ്മാരത്തിനുമേൽ ശൂക്തമുക്ത വിദ്യാസ്വരൂപനായ സാക്ഷാൽ ശ്രീ കൈലാസനാഥൻ, ത്യാഗത്തിന്റെയും ധ്യാനത്തിന്റെയും മൂർത്തി ചൈതന്യമായി പഞ്ചവേദ ഗുണങ്ങളുടെയും പഞ്ചഭൂതഗണങ്ങളുടെയും നാഥനും സർവശത്രു സംഹാരമൂർത്തിയുമായ ഗംഗയ്യമരൻ നീലകണ്ഠേശ്വരൻ, സാക്ഷാൽ മുളിഞ്ച ശ്രീ മഹാലിംഗേശ്വരന്റെ അമരഭൂമിയിൽ നിലകൊള്ളുന്ന ഉപ്പള തുർത്തി ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ മഹാമലരായ ദൈവസ്ഥാനം പടയംകുടി തറവാടിന്റെ അമരഭൂമിയിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിലേക്ക് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വന്നെത്തിയ മാന്യമഹാഭക്തജനങ്ങളെ, വിവിധ ക്ഷേത്ര സന്നദ്ധിയിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, ക്ഷേത്രാചാര്യന്മാർ, ക്ഷേത്ര സ്ഥാനികന്മാർ, മറ്റു ക്ഷേത്രങ്ങളിലെ തറവാടിലെ ക്ഷേത്ര ഭാരവാഹികൾ ഏവരെയും ഈ തിരുസന്നദ്ധിയിലേക്ക് വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിലേക്ക് ഭക്തിയോടെ സ്വാഗതം ചെയ്യുകയാണ്. ഭക്തജനങ്ങളുടെ അറിവിലേക്കായി ഭക്തജനങ്ങളെ അറിയിപ്പ്, വള്ളിയണ്ടന്മാരുടെ പ്രത്യേക ശ്രദ്ധയിലേക്ക്. അല്പസമുദ്രകം തന്നെ സാക്ഷാൽ കണ്ടനാർക്കേളനീശ്വരൻ തെയ്യത്തിന്റെ വെള്ളാട്ടം മറക്കളത്തിൽ ഉറഞ്ഞാടി തുടർന്ന് ബപ്പിടൽ ചടങ്ങ് നടക്കുകയാണ്. ഈ ബപ്പിടൽ ചടങ്ങ് നടക്കുന്ന സമയത്ത് ഒരു ഭക്തജനങ്ങൾക്കും എല്ലാ ഭക്തജനങ്ങളെയും അറിയാണ് മൊബൈൽ ക്യാമറ, മറ്റ് വീഡിയോ ക്യാമറകൾ കൊണ്ട് ഫോട്ടോ എടുക്കുന്നത്, വീഡിയോ പകർത്തുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഈ മേഖലയിൽ ഇത് കർശനമായി അറിയിക്കുകയാണ്. ഞങ്ങളുടെ വള്ളിയണ്ടന്മാർ എല്ലാ ഭക്തജനങ്ങളുടെയും ചുറ്റിലുമുണ്ട്. പിന്നീട് വരുന്ന ഭവിഷ്യത്തുകൾക്ക് ഇവിടുത്തെ സംഘാടക സമിതി ആയിരിക്കില്ല എന്നും കൂടി അറിയിക്കുന്നു. ഉത്തരവാദിത്വം നിങ്ങളിൽ തന്നെയാണ്. ആയതിനാൽ ദയവ് ചെയ്ത് ആരും ബപ്പിടൽ ചടങ്ങുന്ന മഹനീയ ചടങ്ങിൽ സാക്ഷികളാകുന്ന മുഴുവൻ ഭക്തജനങ്ങളും ദയവ് ചെയ്ത് മൊബൈൽ ക്യാമറ കൊണ്ടോ മറ്റു ക്യാമറകൾ കൊണ്ട് വീഡിയോ പകർത്താനോ സ്റ്റിൽ ഫോട്ടോകൾ എടുക്കുവാനോ പാടുള്ളതല്ല എന്ന് കർശനമായി ഓരോ ഭക്തജനങ്ങളെയും ആദ്യം തന്നെ അറിയിക്കുകയാണ്. നിങ്ങളുടെ ചുറ്റിലും മാതൃസമിതി അംഗങ്ങൾ, മറ്റു വള്ളിയണ്ടന്മാർ നിങ്ങളുടെ ചുറ്റിലും ഉണ്ടെന്നും കൂടി അറിയിക്കട്ടെ. ഒരറിയിപ്പുണ്ട്. കുടിവെള്ള വിതരണ കമ്മിറ്റിയുടെ ശ്രദ്ധയിലേക്ക്. ഈ മരക്കളത്തിന് ചുറ്റും ഇരിക്കുന്ന ഭക്തജനങ്ങൾക്ക് ദാഹജലം എത്തിച്ചു കൊടുക്കുക. ഒരുപാട് മാതൃസമിതി അംഗങ്ങൾ ദയവ് ചെയ്ത് മരക്കളത്തിന് ചുറ്റുമായി ഇരിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് മാതൃസമിതി അംഗങ്ങൾ ശ്രദ്ധിക്കുക. ടാഗ് ഇട്ട വള്ളിയണ്ടന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക. മാതൃസമിതി അംഗങ്ങളും യുവജന കമ്മിറ്റി അംഗങ്ങൾ, മറ്റെല്ലാ വള്ളിയണ്ടന്മാരും ഇനി വരുന്ന സമയം നിങ്ങൾ എല്ലാവരും
നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വന്നെത്തിയ ഭക്തജനങ്ങൾക്ക് ദർശന സൗഭാഗ്യത്തിനായി എല്ലാ വളണ്ടിയർമാരും നമ്മോടൊപ്പം സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. ಆತ್ಮೀಯ ಭಕ್ತ ಬಾಂಧವರೇ, ಸನ್ನಿಧಿಯಲ್ಲಿ ಇದೀಗ ಕೆಲವೇ ಕ್ಷಣಗಳಲ್ಲಿ ಶ್ರೀ ಕಂಡನಾರ್ ಕೇಳನ್ ತೆಯ್ಯಂ ವೆಳ್ಳಾಟಂ ಜರಗಲಿದೆ. ವಿವಿಧ ಕ್ಷೇತ್ರಗಳಿಂದ ಅದೇ ರೀತಿ ವಿವಿಧ ತರವಾಡಗಳಿಂದ ಆಗಮಿಸಿದಂತಹ ಆಚಾರ ಪಟ್ಟವರು, ಗುರಿಕಾರರು, ಅದೇ ರೀತಿ ಸೇವಾ ಸಮಿತಿಯ ಎಲ್ಲ ಪದಾಧಿಕಾರಿಗಳಿಗೂ ಸದಸ್ಯರಿಗೂ ಹೃತ್ಪೂರ್ವಕವಾದ ಸ್ವಾಗತವನ್ನ ಬಯಸ್ತಾ ಇದ್ದೇವೆ. ವಿಶೇಷವಾಗಿ ಮುಂದೆ ನಡೆಯಲಿರುವಂತಹ ಬಪ್ಪಿಡಲ್ ಚಡಂಗಿನ ಕಾರ್ಯಕ್ರಮದ ವಿಡಿಯೋ ಚಿತ್ರೀಕರಣ, ಫೋಟೋ ಇತ್ಯಾದಿಗಳನ್ನ ದಯವಿಟ್ಟು ಕಡ್ಡಾಯವಾಗಿ ನಿಷೇಧಿಸಲಾಗಿದೆ. ಯಾರಾದರೂ ಕೂಡ ಇದರ ಬಗ್ಗೆ ಮುಂದುವರಿದಲ್ಲಿ ಮುಂದೆ ಜರುಗುವಂತಹ ಯಾವುದೇ ಕಠಿಣ ಕ್ರಮಗಳಿಗೆ ಮಹೋತ್ಸವ ಸಮಿತಿಯು ಕಾರಣಕರ್ತರಲ್ಲ ಎಂಬುದಾಗಿ ಈ ಮೂಲಕ ತಿಳಿಸ್ತಾ ಇದ್ದೇವೆ. ಅದರಿಂದ ದಯವಿಟ್ಟು ಎಲ್ಲ ಸ್ವಯಂ ಸೇವಕರು ಈ ಬಗ್ಗೆ ಗಮನ ಹರಿಸಬೇಕಾಗಿ ವಿನಮ್ರ ವಿನಂತಿ. ഭക്തജനങ്ങളെ അറിയിപ്പ്, ഈ തിരുസന്നിധിയിൽ നടക്കുന്ന എല്ലാ സുപ്രധാനമായ ചടങ്ങുകളും നിങ്ങളിലേക്ക് സംപ്രേഷണം ചെയ്യുന്നത് കേരള വിഷൻ 52 ചാനലിലും അതോടൊപ്പം തന്നെ നമ്മ മീഡിയ 24x7 യൂട്യൂബ് ചാനലിലും ലൈവായി ഈ തിരുസന്നിധിയിൽ നടക്കുന്ന മുഴുവൻ ചടങ്ങുകളും ലൈവായി സംപ്രേഷണം ചെയ്യുന്ന വിവരം കൂടി ഈ അവസരത്തിൽ ഞങ്ങൾ ഭക്തിയോടെ അറിയിക്കുകയാണ്. ഭക്തജനങ്ങളെ, പഴയ മനസ്സുകളിലെ ഓർമ്മകളിൽ പടിയും പടിപ്പുരയും പടകാളി മുറ്റവും നീർച്ചാലും കുളവും കൽപ്പടവുകളും ഉള്ളുറങ്ങി ഉയർക്കൊള്ളുന്നത് കാലത്തായുള്ള തെയ്യാട്ട കാലത്താണ്. പോയി വാക്കിന് കരവാൾ മറുപടി പറയുന്ന കാലത്ത് ആയുധങ്ങൾക്ക് നടുവിൽ അങ്കത്താരിയും വായ്ത്താരിയും കേട്ട നാളുകളിലും നാവിൽ പൊണ്ണു തൊട്ട് പേർ വിളിച്ചവരും വിശപ്പിന്റെ വില കണ്ണീരായി പെയ്തു തീർത്തവരും പാണന്മാരുടെ പഴമ്പാട്ടുകളിൽ തലമുറയുടെ ചരിത്ര പഠനം നടത്തിയവരും കുളം കണ്ടെടുത്ത് കുളിച്ചും മരം കണ്ടെടുത്ത് ഭയന്നും കല്ല് കണ്ടേടം തൊഴുതും ഈശ്വര ചൈതന്യത്തെ ഉറഞ്ഞാട്ട രൂപത്തിൽ ആരാധിച്ചിരുന്ന പഴയ കാലത്തിന്റെ ഉൾത്തൊടിപ്പടികളിലൂടെ തന്നെയാണ് ഇന്ന് ഈ കാണുന്ന വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവം നടക്കുന്നത്. ഈ മഹിതമാം സന്നദ്ധിയിൽ നടക്കുന്ന ഈ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന് ധന്യത പകർന്നുകൊണ്ട് അല്പസമയത്തിലേക്ക് തന്നെ സാക്ഷാൽ ശ്രീ കണ്ടനാർ കേളനേശ്വരം ദൈവത്തിന്റെ വെള്ളാട്ടം മറക്കടത്തിൽ നിറഞ്ഞാടും. ഈ മഹനീയ വേളയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളുടെ വളണ്ടിയർമാർ തരുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്ന് അറിയിക്കുകയാണ്.
ದೊಡ್ಡ ಪಾಕಶಾಲೆಯಲ್ಲಿ ಅನ್ನಪ್ರಸಾದ ವಿತರಣೆ ಪ್ರಾರಂಭವಾಗಿದೆ. ದಯವಿಟ್ಟು ಎಲ್ಲ ಸದ್ಭಕ್ತ ಬಾಂಧವರು ಅನ್ನಪ್ರಸಾದವನ್ನ ಸ್ವೀಕರಿಸಿಕೊಳ್ಳಬೇಕಾಗಿ ವಿನಮ್ರ ವಿನಂತಿ. ഭക്തജനങ്ങളുടെ അറിവിലേക്കായി ഭക്തജനങ്ങളെ ബപ്പിടൽ ചടങ്ങ് നടക്കുന്ന മഹത്തരമായ ആ നിമിഷത്തിൽ ഇവിടെ വന്നെത്തിയ ഭക്തജനങ്ങൾ ദയവ് ചെയ്ത് ക്യാമറ, മൊബൈൽ ക്യാമറ കൊണ്ടോ മറ്റു ക്യാമറകൾ കൊണ്ടോ ഫോട്ടോ എടുക്കുന്നതോ വീഡിയോ പകർത്തുന്നതോ പാടില്ല എന്ന് കർശനമായി അറിയിക്കുകയാണ്. ഞങ്ങളുടെ സംഘാടക സമിതിയുടെ കർശനമായ അറിയിപ്പാണ്. നിങ്ങളെ ഓരോ ഭക്തജനങ്ങളെയും നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങളിവിടെ വളണ്ടിയർമാർ സജ്ജമാണ്. ആയതിനാൽ നിങ്ങൾ ആരെങ്കിലും അത് ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മൊബൈൽ ഫോണോ മറ്റോ ക്യാമറകളോ ഞങ്ങൾ പിടിച്ചെടുക്കും എന്നും കൂടി അറിയിക്കുന്നു. കൂടാതെ ഭാവിയിൽ വരുന്ന ഭവിഷ്യത്തുകൾക്ക് ഞങ്ങൾ സംഘാടക സമിതി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല എന്നും കൂടി ഞങ്ങൾ ആദ്യം തന്നെ അറിയിക്കുകയാണ്. മറ്റൊരറിയിപ്പ് കൂടി. ഇവിടെ ആരോഗ്യ മേഖലയുടെ ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേക കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട്. കാസർഗോഡ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുമ്പള അവരുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആൾക്കാർ ആരോഗ്യ മേഖല സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മോടൊപ്പം കൂടുകയാണ്. ആർക്കെങ്കിലും ഇവിടെ വന്നെത്തിയ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്നുകിൽ അടുത്ത് നിൽക്കുന്ന വളണ്ടിയറെ അറിയിക്കുക, അല്ലെങ്കിൽ പ്രത്യേകം സജ്ജമാക്കിയ ഈ ഹെൽത്ത് കൗണ്ടറിൽ നിങ്ങൾ എത്തിച്ചേരുക എന്നും കൂടി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വന്നെത്തിയ ഭക്തജനങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ഒത്തിരി പോലീസ് മേധാവികൾ ഇവിടെ എത്തിയിരിക്കുന്നു. ഇതിൽ കണ്ണികളായ എല്ലാ ഭക്തമാനസങ്ങളെയും എല്ലാ പോലീസ് മേധാവികളെയും ഞങ്ങൾ ഏറെ ബഹുമാനപൂർവ്വം ഈ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഭക്തജനങ്ങളെ,
തുർത്തി ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ മഹാമലരായ ദേവസ്ഥാനം പടയങ്കൊടി തറവാടിന്റെ തിരുസന്നദ്ധയിൽ നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ഭക്തജനങ്ങളെയും നിങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി പോലീസ് മേധാവികൾ, ഫയർഫോഴ്സ്, അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് ടീം അംഗങ്ങളും ഇവിടെ സജ്ജമാണ്. ആയതിനാൽ ഓരോ ഭക്തജനങ്ങളും ഞങ്ങളുടെ വളണ്ടിയർമാരും പോലീസ് മേധാവികൾ തരുന്ന നിർദ്ദേശങ്ങൾ കർശനമായും പാലിക്കുക. ഇവിടുത്തെ പവിത്രതയും പരിശുദ്ധിയും കാക്കണമെന്നും കൂടി അറിയിക്കുകയാണ്. ഭക്തരെ, വടക്കൻ കേരളത്തിലെ ചരിത്രത്തിൽ തെയ്യങ്ങൾ ചെലുത്തുന്ന സ്വാധീനം സർവ്വവ്യാപിയാണ്. രാജാധികാരം സംരക്ഷിക്കാനും ശത്രുജയത്തിനും ആപത്ത് നിവാരണത്തിനും ധനധാന്യ സമൃദ്ധിക്കുമെല്ലാം തെയ്യങ്ങൾ നമ്മുടെ ആശ്രയസ്ഥാനങ്ങളായി കരുതി പോകുന്നു. അങ്ങനെ ദൈവവിഭൂതിക്കായി ധാരാളം ആരാധനാലയങ്ങളും സൃഷ്ടിക്കപ്പെട്ടു. ആലയം, കൂലകം, നല്ലമ്പലം, കാവുകോട്ടം, ഇടംമടം, വാതിൽമാടം, ഗോപുരം, കൂത്തരങ്ങ്, വാട്ടുമരധിഷ്ഠാനങ്ങൾ, വീട്ടിന്റെ കന്യരാശി എന്നിങ്ങനെ തോറ്റമ്പാട്ടിൽ പരശുരാമകൽപ്പിതങ്ങളായ നിരവധി ആരാധനാലയങ്ങളെ വകധരിച്ചിരിക്കുകയാണ്. ഉപ്പള തുർത്തി ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ മഹാമലരായ ദേവസ്ഥാനം പടയങ്കുടി തറവാടിന്റെ തിരുസന്നദ്ധയിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിലേക്ക് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തമാനസങ്ങളെയും ഭക്തിയോടെ സ്വാഗതം ചെയ്യുകയാണ്. 5000 ಪಟ್ಟಂ ಸ್ವರೂಪನಾಡಿನ ಅತಿ ಪುರಾತನವು ಋಷಿಮುನಿಗಳ ತಪೋಭೂಮಿಯು ಮಹಾಶಕ್ತಿ ಐವರ್ ಭಗವತಿ ಮಾತೆಯ ಪರಮ ಪವಿತ್ರ ಕ್ಷೇತ್ರವಾದ ಉಪ್ಪಳ 25 ವಿಲ್ಲು ಶ್ರೀ ಭಗವತಿ ಕ್ಷೇತ್ರದ ಪ್ರಧಾನ ತರವಾಡುಗಳಲ್ಲಿ ಒಂದಾದ ತುರ್ತಿ ಶ್ರೀ ವಿಷ್ಣುಮೂರ್ತಿ ವಯನಾಟ ಕುಲವನ್ ಮಹಾಮಲರಾಯ ದೇವಸ್ಥಾನ ಪಡೆಂಗುಡತಿಯ ಕೋಟ್ಯಾನ್ ತರವಾಡಿನಲ್ಲಿ ಮಹಾ ಉತ್ಸವದ ಸಂಭ್ರಮ. ಭಕ್ತ ಬಂಧುಗಳೇ, ಇದೀಗ ನೇಪಥ್ಯದಿಂದ ಉತ್ಸವಾಂಗಣಕ್ಕೆ ಶ್ರೀ ಕಂಡನಾರ್ ಕೇಳನ್ ತೆಯ್ಯಂ ಆಗಮಿಸಿ ವೆಳ್ಳಾಟಂ ನಡೆಸಲಿದೆ. ನಂತರ ಬಪ್ಪಿಡಲ್ ಎಂಬ ಮಹತ್ತರವಾದಂತಹ ಆವೇಶಭರಿತ ಕಾರ್ಯಕ್ರಮವೂ ಕೂಡ ಜರುಗಲಿದೆ. ವಿವಿಧ ಕ್ಷೇತ್ರಗಳಿಂದ, ವಿವಿಧ ಊರಿನಿಂದ, ವಿವಿಧ ತರವಾಡುಗಳಿಂದ ಆಗಮಿಸಿದಂತಹ ಸರ್ವ ಭಕ್ತ ಬಾಂಧವರಿಗೆ ಹೃತ್ಪೂರ್ವಕವಾದ ಸ್ವಾಗತವನ್ನ ಬಯಸ್ತಾ ಇದ್ದೇವೆ. ಅದೇ ರೀತಿ ವಾಲಂಟಿಯರ್ಸ್ ನೀಡುವಂತಹ ಎಲ್ಲ ಸೂಚನೆಗಳನ್ನ ದಯವಿಟ್ಟು ಪಾಲಿಸಬೇಕಾಗಿ ವಿನಂತಿ. ಈ ಒಂದು ಮಹತ್ತರ ಕಾರ್ಯದ ಯಶಸ್ವಿಗಾಗಿ ನಮ್ಮೊಂದಿಗೆ ಪೊಲೀಸ್ ಇಲಾಖೆ ಕೂಡ ಸಹಕರಿಸ್ತಾ ಇದೆ. ಅವರು ನೀಡುವ ಸೂಚನೆಯ ಪ್ರಕಾರ ತಾವೆಲ್ಲರೂ ಶ್ರದ್ಧಾ ಭಕ್ತಿಯಿಂದ, ಶಿಸ್ತು ಸಮಯಬದ್ಧತೆಯಿಂದ ನಡೆದುಕೊಳ್ಳಬೇಕಾಗಿಯೂ ಕಾರ್ಯಕ್ರಮವನ್ನ ಧನ್ಯಗೊಳಿಸಬೇಕಾಗಿಯೂ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇವೆ. ಅದೇ ರೀತಿ ತಮಗುಂಟಾಗುವಂತಹ ಯಾವುದೇ ಆರೋಗ್ಯ ಪ್ರಶ್ನೆಯನ್ನ ಪರಿಹರಿಸಲು ಕಾಸರಗೋಡು ಡಿಸ್ಟ್ರಿಕ್ಟ್ ಕೋಆಪರೇಟಿವ್ ಬ್ಯಾಂಕ್ ಕೋಆಪರೇಟಿವ್ ಆಸ್ಪತ್ರೆಯ ಆರೋಗ್ಯ ಇಲಾಖೆಯವರು ನಮ್ಮೊಂದಿಗೆ ಸಹಕರಿಸಲಿದ್ದಾರೆ. ಅವರು ಕೂಡ ಆಗಮಿಸಿದ್ದಾರೆ. ಅವರಿಗೂ ಕೂಡ ಹೃತ್ಪೂರ್ವಕವಾದ ಸ್ವಾಗತವನ್ನ ಬಯಸ್ತಾ ಇದ್ದೇವೆ. ತಮ್ಮ ಆರೋಗ್ಯ ಪ್ರಶ್ನೆ ಇದ್ದಲ್ಲಿ ದಯವಿಟ್ಟು ಅವರನ್ನ ಸಂಪರ್ಕಿಸಬಹುದು. ದೊಡ್ಡ ಪಾಕಶಾಲೆಯಲ್ಲಿ ಅನ್ನಪ್ರಸಾದ ವಿತರಣೆ ನಡೆಯುತ್ತಾ ಇದೆ. ದಯವಿಟ್ಟು ಭಕ್ತ ಬಂಧುಗಳು ಅನ್ನಪ್ರಸಾದವನ್ನ ಸ್ವೀಕರಿಸಿಕೊಳ್ಳಬೇಕಾಗಿ ವಿನಂತಿ. ഭക്തജനങ്ങളെ, ഭോജനശാലയിൽ അന്നപ്രസാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളും ഭഗവത് പ്രസാദമായ അന്നപ്രസാദം ഊട്ടുപുരയിൽ ചെന്നെത്തി സ്വീകരിക്കണമെന്ന് അറിയിക്കുകയാണ്. ഗജതുരക സഹസ്രം ഗോകുലം കോടിദാനം കനകരചിത പാത്രം മേദിനി സാഗരാന്തം ഉപയകുല വിശുദ്ധം കോടി കന്യാപ്രധാനം നഖി നഖി ഭഗുദാനം അന്നദാനം സമാനം. ഭക്തജനങ്ങളെ, ആനകളെയോ കുതിരകളെയോ ഗോക്കളെയോ കോടിദാനം ചെയ്താലും സ്വർണ്ണകുംഭത്തെയും ആകാശഭൂമിയെ ആകമാനം ദാനം ചെയ്താലും കോടി കന്യകളെ ദാനം ചെയ്താൽ പോലും മഹാദാനമായ അന്നപ്രസാദത്തോളം ആവില്ല എന്ന്
പണ്ഡിതമതം വിളിച്ചോതുകയാണ്. ഭക്തജനങ്ങളെ, ഇവിടെ വന്നത്തെ എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവത് പ്രസാദമായ അന്നപ്രസാദം ഭോജനശാലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളും അന്നപ്രസാദം സ്വീകരിക്കണമെന്ന് ഭക്തിയോടെ അറിയിക്കുന്നു. ഭക്തജനങ്ങളെ, ശക്തി പൗരുഷങ്ങളുടെ മഹാമൂർത്തിയായ ശ്രീ പരമേശ്വരന്റെ അംശത്തിൽ നിന്നാണ് സാക്ഷാൽ ആദിതീയൻ അഥവാ ആദിദിവ്യന്റെ തേജോപൂർണമായ പിറവി. ഐതിഹ്യ കഥകളിൽ വർണ്ണശബളവും ഭാവനാപൂർണവുമായി പ്രകീർത്തിക്കപ്പെടുന്ന കൈലാസനാഥന്റെ നാനാ ലീലാവിലാസങ്ങളിലേക്കാണ് വയനാട്ടുകുലവന്റെ ഉത്ഭവകഥയുടെ വേരുകൾ നീണ്ടെത്തുന്നത്. ശിവശക്തി ചൈതന്യങ്ങളുടെ അന്തസ്സത്തയെ ആവിഷ്കരിക്കുന്ന ഈ കഥ ഇപ്രകാരമാണ്. ശിവപാർവതിമാർ കാട്ടിൽ വേടരൂപം പൂണ്ട് വേട്ടയാടി കേളികളിലേർപ്പെട്ട കാലത്ത് തേന്മകൾ എന്ന വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്നും ഒലിച്ചു വന്ന മധു ശിവൻ പാനം ചെയ്തു. മധ്യലഹരിയിൽ ലയിച്ച പരമശിവൻ മതോന്മത്തനായി താണ്ഡവ നൃത്തം ആരംഭിച്ചു. ഭയചകിതയായ പാർവതീദേവി തേന്മകളുടെ അഥവാ തെങ്ങിൻ ചുവട്ടിലെ മധ്യപ്രവാഹത്തെ കൈകൊണ്ട് തടവി വൃക്ഷത്തിന്റെ മുകളിലേക്ക് എത്തിച്ചു. പിറ്റേന്ന് വൃക്ഷച്ചുവട്ടിലെത്തിയ പരമശിവൻ മദ്യം കിട്ടാൻ അത്യധികം രോഷാകുലനായി തന്റെ വലം തുടയിൽ തല്ലിയപ്പോൾ ശിവാംശത്തിൽ നിന്ന് ആദിദിവ്യൻ അഥവാ ആദിതീയൻ പിറവിയെടുത്തു. വൃക്ഷത്തിൽ കയറി മദ്യം ശേഖരിക്കുവാനുള്ള അവകാശം തുടയിൽ നിന്ന് പിറന്ന തൃപുത്രന് നൽകിയതോടെ ദിവ്യൻ ശിവന് നിത്യേന മദ്യം ചെത്തിക്കു കൊടുത്തു. മധു നേരാമണ്ണം കിട്ടിത്തുടങ്ങിയതോടെ ശിവൻ വീണ്ടും ആനന്ദ നൃത്തമാടി. ദുഃഖാകുലയായ പാർവതി മഹാവിഷ്ണുവിന്റെ സഹായത്തോടെ ദിവ്യനെ ശിവകോപത്തിൽപ്പെടുത്തി ദേവലോകത്തു നിന്നും പുറത്താക്കുകയാണ് ഉണ്ടായത്. ശ്രീ പരമേശ്വരന്റെ അംശാവതാരമൂർത്തിയായ ആദിതീയനാണ് ശ്രീ വയനാട്ടുകുലനായി ഭൂമിയിൽ അവതരിച്ചത്. കുലത്തിൽ പ്രമുഖൻ എന്നതിൽ നിന്നുമാണ് വയനാട്ടുകുലവൻ എന്ന ആ സ്ഥാനപ്പേര് ലഭിച്ചത്. ഭക്തരെ എന്ത് പേര് ചൊല്ലി വിളിച്ചാലും ഭക്തർക്ക് അനുഗ്രഹത്തിന്റെ അമ്പൊഴിയ താവനാഴി സമ്മാനിക്കും. ഉപ്പള തുർത്തി ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ മഹാമലരായ ദേവസ്ഥാനം പടയംകുടി തറവാടിന്റെ മരുഭൂമിയിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ഭക്തമനസ്സുകളെയും ഭക്തിയോടെ സ്വാഗതം ചെയ്യുകയാണ്.
ഹലോ ശരി. ഭക്തജനങ്ങളെ ഉടുത്തുകെട്ടും മെയ്യലങ്കാരവും മുഖത്തെഴുത്തും തിരുമുടിയുമേന്തി അഗ്നിക്രിയകളും രുദ്രക്രിയകളും മധുക്രിയകളും നടത്തി തോറ്റത്തിലും മാട്ടത്തിലും കെട്ടിക്കോലത്തിലെ ചടുല നൃത്തത്തിലും വിശ്വസ്വരൂപത്തിലും പൂജാവിധികളിലും വൈവിധ്യം പുലർത്തി സഞ്ചാരപഥത്തിൽ പോലും സാന്നിധ്യമറിയിക്കുന്ന സാക്ഷാൽ കണ്ടനാർ കേളനീശ്വരൻ ദൈവത്തിന്റെ വെള്ളാട്ടം മറക്കളത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ പ്രവേശിക്കുകയാണ്. തടുക്കാനും എതിർക്കാനും തനിക്ക് മുന്നിൽ കുലവനല്ലാതെ മറ്റാരുമില്ലെന്ന വീരഭാവത്തോടെ സാക്ഷാൽ കണ്ടനാർ കേളനീശ്വരൻ ദൈവത്തിന്റെ വെള്ളാട്ടം മറക്കളത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇനി അധിക നേരമില്ല. ഭക്തജനങ്ങളെ, നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും വന്നെത്തിയ ഭക്തജനങ്ങളുടെ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ തൊഴുകയും നിർമനസ്സുമായി നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് ദർശന സൗഭാഗ്യമേകി സാക്ഷാൽ കണ്ടനാർ കേളനീശ്വരൻ ദൈവത്തിന്റെ വെള്ളാട്ടം മറക്കളത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ പ്രവേശിക്കും. വളരെ അഭൂതപൂർവമായ തിക്കും തിരക്കുമാണ് അനുഭവപ്പെടുന്നത്. ഭക്തജനങ്ങൾ അവരവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വയം സൂക്ഷിക്കണമെന്ന് അറിയിക്കുകയാണ്. കൂടാതെ മഹത്തരമായ പപ്പിടൽ ചടങ്ങ് നടക്കുന്ന ഈ മഹനീയ വേളയിൽ ദയവ് ചെയ്ത് ഭക്തജനങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ മറ്റു ക്യാമറകൾ ഉപയോഗിച്ചോ ഫോട്ടോ എടുക്കുവാനോ വീഡിയോ പകർത്തുവാനോ പാടുള്ളതല്ല എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കർശനമായിട്ടുള്ള അറിയിപ്പും കൂടിയാണ്. KL 14 AC 1853 ಅಚ್ಚಮ್ಮಾರವರ ಗಾಡಿಯು ಪಾರ್ಕಿಂಗ್ ಮಾಡಿದ ಸ್ಥಳದಿಂದ ದಯವಿಟ್ಟು ಒಮ್ಮೆಗೆ ಅದನ್ನ ಅಲ್ಲಿಂದ ತೆಗೆಯಬೇಕಾಗಿ ವಿನಂತಿ. ಯಾಕೆಂದರೆ ಅಲ್ಲಿ ನೀರಿನ ವ್ಯವಸ್ಥೆಗಾಗಿ ಗಾಡಿ ಬಂದಿರುತ್ತದೆ. ದಯವಿಟ್ಟು KL 14 AC 1853 ಎಂಬ ಕಾರಿನ ಡ್ರೈವರ್ ಇದ್ದಲ್ಲಿ ದಯವಿಟ್ಟು ಅದನ್ನ ಅಲ್ಲಿಂದ ತೆರವುಗೊಳಿಸಿ ನೀರಿನ ವ್ಯವಸ್ಥೆಯನ್ನು ಸಮರ್ಪಕಗೊಳಿಸಲು ಸಹಕರಿಸಬೇಕಾಗಿ ವಿನಮ್ರ ವಿನಂತಿ. ಪಾರ್ಕಿಂಗ್ ವ್ಯವಸ್ಥೆಯಲ್ಲಿರುವಂತಹ ಪಾರ್ಕಿಂಗ್ ವ್ಯವಸ್ಥೆಯಲ್ಲಿರುವಂತವರಿಗೆ ಸೂಚನೆ, ದಯವಿಟ್ಟು ಅಲ್ಲಿ ತುಂಬಾ ಗೊಂದಲವಾಗ್ತಾ ಇದೆ. ದಯವಿಟ್ಟು ಅದರ ಬಗ್ಗೆ ತಾವುಗಳು ಸಹಕರಿಸಬೇಕಾಗಿ ವಿನಂತಿ. ಪಾರ್ಕಿಂಗ್ ವ್ಯವಸ್ಥೆಯಲ್ಲಿ ಇರುವ ಕಾರ್ಯಕರ್ತರು, ಸ್ವಯಂ ಸೇವಕರು ದಯವಿಟ್ಟು
ವ್ಯವಸ್ಥೆಯ ಬಗ್ಗೆ ಸಹಕರಿಸಬೇಕಾಗಿ ವಿನಂತಿ. പാർക്കിംഗ് ഏരിയയുടെ നിക്ഷിപ്തമായ വളണ്ടർമാരുടെ ശ്രദ്ധയിലേക്ക് നിങ്ങളുടെ കർത്തവ്യം നിങ്ങൾ പൂർണ്ണമായും ഈ അവസരത്തിൽ നിയോഗിക്കണമെന്ന് അറിയിക്കുകയാണ്. ഭക്തജനങ്ങളെ, മണ്ണില്ലാതെ മനുഷ്യനെന്ന ചരിത്ര സത്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഓരോ അനുഷ്ഠാനവും നമുക്ക് മുന്നിൽ ഇതൾ വിരിയുന്നത്. ചിരപ്രതിഷ്ഠിതമായ വിശ്വാസധാരകൾക്കൊപ്പം തന്നെ സ്ഥലത്തിനും കാലത്തിനും അനുപൂരകമായ ഭക്തവിശ്വാസങ്ങളിൽ യഥോചിതമായ കൂട്ടിച്ചേർക്കലുകൾ വരുത്തിയാണ് മുൻമുറക്കാർ ആചാരപ്പെരുമ നമുക്ക് ദാനമായി തന്നത്. തുള്ളിക്കൊരുകുടമായി തിമർത്തു പെയ്യുന്ന മാരിമഴയിലും പുൽക്കൊടി തുമ്പുപോലും ദാഹനീരിനായി കരഞ്ഞു കേഴുന്ന വേനൽ തീയിലും ഉള്ളുനീറിയ പ്രപിതാമകന്മാർ നെഞ്ചുനീറി വിളിച്ചപ്പോഴെല്ലാം വിളിപ്പുറത്തറിഞ്ഞ ആരാധനാമൂർത്തികളെ ഇഷ്ടരൂപത്തിൽ ദർശിക്കുവാനുള്ള വാഞ്ഛ തന്നെയാണ് ദൈവങ്ങളുടെ സ്വരൂപത്തിൽ ഇന്നിവിടെ ഭക്തജനങ്ങൾക്ക് ദർശന സൗഭാഗ്യം ഏകുന്നത്. ഈ മഹനീയ വേളയിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തെയ്യക്കെട്ട് മഹോത്സവത്തിന് ധന്യത പകർന്നുകൊണ്ട് അല്പസമയത്തേക്ക് തന്നെ സാക്ഷാൽ ശ്രീ കണ്ടനാർ കടനീശ്വരൻ ദൈവത്തിന്റെ വെള്ളാട്ടം മറക്കടത്തിൽ നിറഞ്ഞാടും. ഈ മഹനീയ വേളയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു ഭക്തിയോടെ. ಅಲ್ಲಿ ಮರಕಳದ ಪೂರ್ವ ಭಾಗದಲ್ಲಿ ತುಂಬಾ ಸ್ಥಳವೂ ಇದೆ. ದಯವಿಟ್ಟು ಭಕ್ತ ಬಂಧುಗಳು ಮರಕಳದ ಎದುರು ಭಾಗದಲ್ಲಿ ಅಂದರೆ ಪೂರ್ವ ಭಾಗದಲ್ಲಿ ತುಂಬಾ ಸ್ಥಳವಿದೆ. ಅಲ್ಲಿ ಈ ಒಂದು ಮಹತ್ತರವಾದ ಕಾರ್ಯವನ್ನ ವೀಕ್ಷಿಸಲು ತಾವೆಲ್ಲರೂ ಅಲ್ಲಿ ಸೇರಬೇಕಾಗಿ ವಿನಂತಿ. ಇಲ್ಲಿ ತುಂಬಾ ರಶ್ ಆಗ್ತಾ ಇದೆ. ದಯವಿಟ್ಟು ಮರಕಳದ ಎದುರು ಭಾಗದಲ್ಲಿ ಬೇಕಾದಂತಹ ವ್ಯವಸ್ಥೆ ಇದೆ, ತಾವೆಲ್ಲರೂ ಸಹಕರಿಸಬೇಕಾಗಿ ವಿನಂತಿ. അറിയിപ്പ്. മറക്കളത്തിന്റെ കിഴക്ക് ഭാഗത്ത് മറക്കളത്തിന് മുൻപിലായി ഭക്തജനങ്ങൾക്ക് ദർശന സൗഭാഗ്യത്തിനായി ഒത്തിരി സ്ഥലങ്ങൾ വെറുതെ കിടക്കുകയാണ്. കൂട്ടം കൂടി നിൽക്കുന്ന എല്ലാ ഭക്തജനങ്ങളും മറക്കളത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള സ്ഥലം ഉപയോഗിക്കണമെന്ന് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ വളണ്ടിയർമാരും ശ്രദ്ധിക്കുക. ഒരുപാട് കൂട്ടം കൂടി നിൽക്കുന്ന ഭക്തജനങ്ങളെ ദയവ് ചെയ്ത് മറക്കളത്തിന്റെ കിഴക്ക് ഭാഗത്ത് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ നിങ്ങൾ വളണ്ടിയർമാർ ഒരുക്കി കൊടുക്കണമെന്നും കൂടി അറിയിക്കുകയാണ്. ಕಾರ್ ಪಾರ್ಕಿಂಗಿನ ಸ್ಥಳದಲ್ಲಿ KL 14W 5097 ನಂಬರಿನ ಕಾರು ಅಲ್ಲಿ ಅಡ್ಡವಾಗಿ ನಿಲ್ಲಿಸಲಾಗಿದೆ. ದಯವಿಟ್ಟು ಅದನ್ನು ಅಲ್ಲಿಂದ ತೆರವುಗೊಳಿಸಬೇಕಾಗಿ ವಿನಂತಿ. KL 14W 5097 ಎಂಬ ಕಾರಿನ ಡ್ರೈವರ್ಗಳಿದ್ದಲ್ಲಿ ದಯವಿಟ್ಟು ಆ ಕಾರನ್ನು ಅಲ್ಲಿಂದ ತೆರವುಗೊಳಿಸಬೇಕಾಗಿ ವಿನಂತಿ. ಪಾರ್ಕಿಂಗ್ ವ್ಯವಸ್ಥೆಯಲ್ಲಿರುವಂತವರು ದಯವಿಟ್ಟು ಪಾರ್ಕಿಂಗಿನ ವ್ಯವಸ್ಥೆಯನ್ನು ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ನಡೆಸಬೇಕಾಗಿ ವಿನಂತಿ. ತುಂಬಾ ಗೊಂದಲ ಉಂಟಾಗ್ತದೆ ಎಂಬುದಾಗಿ ಇಲ್ಲಿಗೆ ವಿಷಯ ಬಂದಿದೆ. ದಯವಿಟ್ಟು ಯಾವುದೇ ರೀತಿಯಲ್ಲಿ ಗೊಂದಲ ಉಂಟಾಗದಂತೆ ಸಹಕರಿಸಿರಿ. ಪಾರ್ಕಿಂಗ್ ವ್ಯವಸ್ಥೆಯ ಚೇರ್ಮನ್ ಶ್ರೀಯುತ ಕೇಶವ್ ಭಗವತಿ ದಯವಿಟ್ಟು ಇದರ ಬಗ್ಗೆ ಗಮನ ಹರಿಸಿ. ಅದೇ ರೀತಿ ಇಲ್ಲಿ
ಮೂರ್ತಿ ತೆಂಗಿನ ಮರದ ಬುಡದಲ್ಲಿ ಹಲವಾರು ಮಂದಿ ಚಪ್ಪಲಿಗಳನ್ನು ಕೂಡ ಇಟ್ಟಿದ್ದಾರೆ. ದಯವಿಟ್ಟು ಅದರ ಪವಿತ್ರತೆಯನ್ನ ಕಾಪಾಡಿ. ಮೂರ್ತಿ ತೆಂಗಿನ ಮರದ ಸುತ್ತಲೂ ಇಟ್ಟಂತ ಚಪ್ಪಲನ್ನ ದಯವಿಟ್ಟು ಅಲ್ಲಿಂದ ತೆರವುಗೊಳಿಸಿ. ಪವಿತ್ರತೆ ಇರುವಂತಹ ಸ್ಥಳ ಅದು, ಅದರಿಂದ ದಯವಿಟ್ಟು ಇದರ ಬಗ್ಗೆ ಸಹಕರಿಸಬೇಕಾಗಿ ವಿನಂತಿ. ಚಾರ್ಜ್ ನೋಡ ಇದೆ, ಬ್ಯಾಟ್ರಿ ಆಫ್ ಆಗೋದು ಎಲ್ಲ ಅಲ್ಲಿ ಇರೋದಲ್ಲ ಅಲ್ಲ. കൂട്ടം കൂടി നിൽക്കുന്ന വളണ്ടിയർമാരുടെ ശ്രദ്ധയിലേക്ക് അല്പസമയത്തിനകം തന്നെ സാക്ഷാൽ ശ്രീ കണ്ടനാറക്കളേശ്വരൻ ദൈവത്തിന്റെ വെള്ളാട്ടം മറക്കളത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദയവ് ചെയ്ത് വളണ്ടിയർമാർ വളരെ നിക്ഷിപ്തമായ കടമയിലേക്ക് കടക്കേണ്ട സമയം ആഗതമാകുകയാണ്. അതാ അരങ്ങിൽ ചെണ്ടമേളത്തിന്റെ അണിയറയിൽ ചെണ്ടമേളത്തിന്റെ നാദവിസ്മയം നമ്മളുടെ കർണപുടങ്ങളിലേക്ക് അലയടിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ സാക്ഷാൽ കണ്ടനാറക്കളേശ്വരൻ ദൈവത്തിന്റെ വെള്ളാട്ടം കളത്തിൽ ഉറഞ്ഞാടുകയാണ്. ಭಕ್ತಬಂಧುಗಳೇ, ಮುಂದೆ ಸನ್ನಿಧಿಯಲ್ಲಿ ಶ್ರೀ ಕಂಡನಾರನ್ ಕೇಳನ್ ತೆಯ್ಯದ ವೆಳ್ಳಾಟಂ ಜರುಗಲಿದೆ. ಆವೇಶಭರಿತವಾದಂತಹ ಭಕ್ತಿ ಪ್ರಧಾನವಾದಂತಹ ಈ ಪುಣ್ಯ ಕಾರ್ಯಕ್ರಮವನ್ನ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ತಾವೆಲ್ಲರೂ ವೀಕ್ಷಿಸಿರಿ. ದಯವಿಟ್ಟು ಯಾರಿಗೂ ತೊಂದರೆ ಆಗದಂತೆ ಯಾರು ನಿಂತು ಕೂಡ ಕುಳಿತುಕೊಂಡವರಿಗೆ ನೋಡುವುದಕ್ಕೆ ಅವಕಾಶ ಮಾಡಿಕೊಡಿ. ನಿಂತವರು ದಯವಿಟ್ಟು ಇನ್ನೊಬ್ಬರಿಗೆ ತೊಂದರೆ ಕೊಡದೆ ಈ ಒಂದು ಮಹತ್ತರವಾದ ಕಾರ್ಯವನ್ನ ವೀಕ್ಷಿಸಲು ನಮ್ಮೊಂದಿಗೆ ಸಹಕರಿಸಬೇಕಾಗಿ ವಿನಮ್ರ ವಿನಂತಿ. ഭക്തജനങ്ങളെ, പാർക്കിംഗ് ഏരിയയിലൂടെ വളണ്ടിയർമാർ ശ്രദ്ധിക്കുക. ഒത്തിരി വാഹനങ്ങൾ തടസ്സം നേരിടുന്നതായി അറിയിപ്പുണ്ട്. ആയതിനാൽ പാർക്കിംഗ് ഏരിയയിൽ നിക്ഷിപ്തമായ കടമ ഏർപ്പെട്ടിട്ടുള്ള എല്ലാ വളണ്ടിയർമാരും പാർക്കിംഗ് ഏരിയയിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുകയാണ്. കൂടാതെ ഈ മറക്കളത്തിന് ചുറ്റുമായി കൂടി നിൽക്കുന്ന വളണ്ടിയർമാരുടെ ശ്രദ്ധയിലേക്ക് അല്പസമയത്തിനകം തന്നെ കണ്ടനാറക്കളേശ്വരൻ ദൈവത്തിന്റെ വെള്ളാട്ടം മറക്കളത്തിൽ പ്രവേശിക്കുകയാണ്. ആയതിനാൽ വളണ്ടിയർമാർ വളരെ ശ്രദ്ധയോടെ ജാഗരൂകരായി നിൽക്കേണ്ട സമയം ഇനി അങ്ങോട്ടാണ്. ഒത്തിരി ഭക്തജനങ്ങൾ മറക്കളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കൂട്ടം കൂടി നിൽക്കുകയാണ്. ഈ ഭക്തജനങ്ങൾക്കൊക്കെ മറക്കളത്തിന്റെ കിഴക്ക് ഭാഗത്ത് ഒത്തിരി സൗകര്യങ്ങൾ വെറുതെ കിടക്കുകയാണ്. വളരെ ശ്രദ്ധിക്കുക. മറക്കളത്തിലേക്ക് തെയ്യം പോകുന്ന വഴിയിൽ അനാവശ്യമായി നിൽക്കുന്ന എല്ലാ വളണ്ടിയർമാരും ദയവ് ചെയ്ത് അവിടെ നിന്ന് മാറി നിൽക്കുക. അനാവശ്യമായി നിൽക്കുന്ന വളണ്ടിയർമാരുടെ ശ്രദ്ധയിലേക്ക് തെയ്യം പോകുന്ന പ്രധാന വഴിയിൽ, മറക്കളത്തിലേക്ക് തെയ്യം പോകുന്ന പ്രധാന വഴിയിൽ അനാവശ്യമായി നിൽക്കുന്ന എല്ലാ വളണ്ടിയർമാരും അവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് അറിയിക്കുകയാണ്. കമ്മിറ്റിയുടെ നിർദ്ദേശമാണ്. ವಾಲಂಟಿಯರ್ ವ್ಯವಸ್ಥೆಯಲ್ಲಿರುವವರು ದಯವಿಟ್ಟು ಅಲ್ಲಿ ಎಲ್ಲ ವಾಲಂಟಿಯರ್ ದಯವಿಟ್ಟು ತಾವುಗಳೇ ಅಲ್ಲಿ ಎದುರಿದ್ದೀರಿ. ದಯವಿಟ್ಟು ಎಲ್ಲರೂ ಅಲ್ಲಿಂದ ತೆರವುಗೊಳಿಸಿರಿ. ಅಲ್ಲಿಗೆ ಅಗತ್ಯ ಇರುವವರು ಮಾತ್ರ ನಿಂತರೆ ಸಾಕು. കൂടാതെ മറ്റൊരു അറിയിപ്പ് കൂടിയുണ്ട്. കമ്മിറ്റിയുടെ അറിയിപ്പ് കൂടാതെ യാതൊരു കാരണവശാലും മറക്കളത്തിനകത്തേക്ക് ക്യാമറയുമായോ മൊബൈൽ ഫോണുമായോ മറക്കളത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ലെന്നല്ല എന്ന് കൂടി അറിയിക്കുകയാണ്. കമ്മിറ്റിയുടെ നിർദ്ദേശവും
അനുസരണയും ഉള്ളവർക്ക് മാത്രമേ മറക്കളത്തിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് അറിയിക്കുകയാണ്. ക്ഷേത്ര ആചാര്യന്മാർ, ക്ഷേത്ര സ്ഥാനികന്മാർ, മറ്റു വിശിഷ്ട വ്യക്തികൾക്ക് മാത്രമേ മറക്കളത്തിനകത്തേക്ക് പ്രവേശനമുള്ളൂ. ആയതിനാൽ മൊബൈൽ ക്യാമറ അല്ലെങ്കിൽ മറ്റ് ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് മറക്കളത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളതല്ല എന്ന് കൂടി അറിയിക്കുന്നു. ಮರಕಳದ ಒಳಗೆ ದಯವಿಟ್ಟು ಆಚಾರ ಪಟ್ಟವರು, ಅದೇ ರೀತಿ ಗುರಿಕಾರರುಗಳು, ಇತರ ಕ್ಷೇತ್ರದ ಪ್ರಧಾನರು ಇರುವಂತ ಸ್ಥಳವದು. ಅದರಿಂದ ಇತರ ಅನಗತ್ಯವಾಗಿ ಇರುವವರು ದಯವಿಟ್ಟು ಅಲ್ಲಿಂದ ತೆರಳಬೇಕಾಗಿ ವಿನಂತಿ. ಕಾರ್ಯಕರ್ತರು ಕೂಡ, ವಾಲಂಟಿಯರ್ಸ್ ಕೂಡ ಇದರ ಬಗ್ಗೆ ಗಮನ ಹರಿಸಿರಿ. ಯಾಕೆಂದರೆ ತುಂಬಾ ಮಂದಿಯಲ್ಲಿ ಅನಗತ್ಯವಾಗಿ ಇದ್ದಾರೆ. ದಯವಿಟ್ಟು ಅಲ್ಲಿಂದ ಅವರನ್ನು ತೆರವುಗೊಳಿಸಿ ಈ ಕಾರ್ಯವು ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ನಡೆಯುವಂತೆ ಸಹಕರಿಸಬೇಕಾಗಿ ವಿನಂತಿ. ಅದೇ ರೀತಿ ಮೊಬೈಲ್ ಫೋನ್, ಕ್ಯಾಮರಾ ಇತ್ಯಾದಿಗಳಿಂದ ಬಪ್ಪಿಡಲ್ ಚಡಂಗಿನ ಕಾರ್ಯವನ್ನು ವಿಡಿಯೋಗ್ರಫಿ, ಫೋಟೋಗ್ರಫಿ ಮಾಡುವಂತಹದನ್ನು ಕಡ್ಡಾಯವಾಗಿ ನಿಷೇಧಿಸಲಾಗಿದೆ. ಇದೆಲ್ಲವನ್ನು ಅದಕ್ಕೆ ನಿಗದಿಪಡಿಸಿದಂತಹ ವಾಲಂಟಿಯರ್ ಅವರು ನೋಡ್ತಾ ಇದ್ದಾರೆ. ಯಾವುದಾದರೂ ಹೆಚ್ಚು ಕಡಿಮೆ ಬಂದಲ್ಲಿ ಅದಕ್ಕೆ ನಾವು ಜವಾಬ್ದಾರರಲ್ಲ. ഉപ്പള തുർത്തി ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ മഹാമലരായ ദേവസ്ഥാനം പടയങ്കുടി തറവാടിന്റെ അമരഭൂമിയിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ ഉത്സവത്തിലേക്ക് വന്നത് എല്ലാ ഭക്തജനങ്ങളെയും ഭക്തിയോടെ സ്വാഗതം ചെയ്യുകയാണ്. കുലവൻ വില്ലെടുത്താൽ വെല്ലാൻ കാലമില്ല, കുലവൻ ശരം തൊടുത്താൽ തടുക്കാൻ ശാസ്ത്രമില്ല, കുലവൻ മിഴി തുറന്നാൽ കാണാത്ത കാഴ്ചയില്ല, കുലവൻ ചെവിയോർത്താൽ കേൾക്കാത്ത ശബ്ദവുമില്ല. എന്റെ തൊണ്ടച്ച എന്ന് വിളിച്ചാൽ തൽക്ഷണം വിളികേട്ട് അനുഗ്രഹിക്കുന്ന സാക്ഷാൽ വയനാട്ടുകുലവൻ മറ്റു ചൈതന്യമൂർത്തികളും മഹാപുണ്യം പോലെ കുടികൊണ്ട് അനുഗ്രഹിക്കുന്ന ഈ തറവാടിന്റെ അമരഭൂമിയിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന് ഭിന്നത പകർന്നുകൊണ്ട് സാക്ഷാൽ ശ്രീ കണ്ടനാർ ഗണേശ്വരൻ ദൈവത്തിന്റെ വെള്ളാട്ടം അല്പസമയത്തിനൊക്കെ തന്നെ മറക്കളത്തിന്റെ നെഞ്ചറയിലൂടെ കടന്നു വന്ന് തിമർത്തു പെയ്യുന്ന ചെണ്ടമേളത്തിന്റെ അസുരതാളത്തിന്റെ താളവിസ്മയങ്ങളിലൂടെ മനതന്ത്രികളിൽ വിശ്വാസത്തിന്റെ മഹാസൗധം തീർത്തുകൊണ്ട് സാക്ഷാൽ ശ്രീ കണ്ടനാർ ഗണേശ്വരൻ ദൈവത്തിന്റെ വെള്ളാട്ടം ഈ മറക്കള സ്വർണ്ണത്തിരയിൽ നിറഞ്ഞാടും. ഈ മഹനീയ വേളയിലേക്ക് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തമാനസങ്ങളും ദയവ് ചെയ്ത് ഞങ്ങളുടെ സ്വയം സേവകർ വളണ്ടിയർമാർ തരുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്ന് അറിയിക്കുകയാണ്. മഹത്തരമായ പപ്പിടൽ ചടങ്ങ് നടക്കുന്ന സമയത്ത് ഭക്തജനങ്ങൾ മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് മറ്റു ക്യാമറകൾ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുവാനോ വീഡിയോ പകർത്തുവാനോ പാടുള്ളതല്ല എന്ന് ഒന്നുകൂടി ഞങ്ങൾ അറിയിക്കുകയാണ്. ದೈವವು ಮರಕ್ಕಳಕ್ಕೆ ಹೋಗುವಂತಹ ಸ್ಥಳದಲ್ಲಿ ವಾಲಂಟಿಯರ್ಗಳೇ ಅಡ್ಡ ಇದ್ದಾರೆ. ದಯವಿಟ್ಟು ಅದರ ಬಗ್ಗೆ ಸಮಿತಿಯವರು ಗಮನ ಹರಿಸಬೇಕಾಗಿ ವಿನಂತಿ. ಮರಕ್ಕಳಕ್ಕೆ ಹೋಗುವಂತಹ ದಾರಿಯಲ್ಲಿ ವಾಲಂಟಿಯರ್ಗಳೇ ತುಂಬಿದ್ದಾರೆ. ಅವರುಗಳು ಇತರ ಕೆಲಸ ಕಾರ್ಯಗಳಲ್ಲಿ ಕೈ ಜೋಡಿಸಬೇಕಾಗಿ ಹೇಳಿಕೊಳ್ತಾ ಇದ್ದೇವೆ. ಭಕ್ತಿ ಪ್ರಧಾನವಾದ ಶ್ರದ್ಧಾ ಭಕ್ತಿಯಿಂದ ಕೂಡಿದಂತಹ ಈ ಒಂದು ಪುಣ್ಯ ಕಾರ್ಯಕ್ರಮವನ್ನು ವೀಕ್ಷಿಸಲು ಎಲ್ಲರಿಗೂ ಅನುಕೂಲ ಮಾಡಿಕೊಡಿ. ಯಾಕಂದರೆ ಇಲ್ಲಿ ಕೆಲವರು ಕುಳಿತಂತಹ ಜನರ ಎದುರು ನಿಂತಿದ್ದಾರೆ. ದಯವಿಟ್ಟು ಅಲ್ಲಿಂದ ಅವರು ಇತರರಿಗೆ ನೋಡಲು ಅವಕಾಶ ಮಾಡಿಕೊಡಿ. ಕುಳಿತುಕೊಂಡವರ ಮುಂದೆ ಎಲ್ಲರೂ ಬಂದು ನಿಂತಿದ್ದಾರೆ. ದಯವಿಟ್ಟು ಅಲ್ಲಿಂದ ಅಡ್ಡ ನಿಂತವರು ದಯವಿಟ್ಟು ಅಲ್ಲಿ ಎಲ್ಲರೂ ಕುಳಿತುಕೊಂಡು ಈ ಕಾರ್ಯವನ್ನು ವೀಕ್ಷಿಸಿ.
ഒരറിയിപ്പുണ്ട്. മറക്കുളത്തിന്റെ തെക്കുഭാഗത്തായി തന്ത്രിമാർക്ക് മറ്റു ക്ഷേത്ര സ്ഥാനികന്മാർക്കായി പ്രത്യേക സൗകര്യം ഒരുക്കുന്നുണ്ട് ഇരിക്കുന്നതിന് വേണ്ടി. അതിന് മുന്നിൽ കൂടി നിൽക്കുന്ന വളണ്ടിയർമാരാണെങ്കിലും മറ്റു ആൾക്കാർ ദയവ് ചെയ്ത് അവിടെ നിന്ന് മാറി നിൽക്കുക. ക്ഷേത്ര സ്ഥാനികന്മാർക്കായി, പോലീസ് മേധാവികൾക്കായി, മറ്റു തന്ത്രിമാർക്ക്, വിശിഷ്ട വ്യക്തികൾ, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ വ്യക്തികൾക്കായി വിശിഷ്ട വ്യക്തികൾക്കുള്ള കൗണ്ടറിന്റെ മുന്നിൽ കൂടി നിൽക്കുന്ന ഭക്തജനങ്ങളായെങ്കിലും വളണ്ടിയർമാരാണെങ്കിലും ദയവ് ചെയ്ത് അവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് അറിയിക്കുകയാണ്. സംഘടക സമിതിയുടെ നിർദ്ദേശമാണ്. ഭക്തജനങ്ങളെ ചിമ്മിവഴികളും കൂപ്പി കൈകളും കൊണ്ട് നിലച്ചു നിൽക്കാതെ ഓരോ ചൈതന്യമൂർത്തികളും ഗുരുകാരണവന്മാർ കീഴ്വഴക്കം നൽകി തൃക്കോട്ടിലും പള്ളിയറകളിലും കുടിയിരുത്തിയത് അറിഞ്ഞു രക്ഷിക്കാനും വഴിതെറ്റിയാൽ ശിക്ഷിക്കാനും അധികാരമുള്ള ചൈതന്യരൂപികൾ ബാലോകർക്ക് വിശ്വരൂപം കാട്ടിക്കൊടുക്കുന്ന തെയ്യങ്കെട്ടുകൾ വിശ്വാസത്തിനുമപ്പുറം ബഹുജനസ്വരമായി നന്മകൾക്ക് തിരുവളിച്ചുമേകിയിടുകയാണ്. ഇതിൽ സന്നദ്ധയിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിനെ വെളിച്ചോടിക്കൊണ്ട് സാക്ഷാൽ ശ്രീ കണ്ണനാറക്കേളനീശ്വരൻ ദൈവത്തിൻ്റെ വെള്ളാട്ട് അല്പസമുദ്രം തന്നെ മറക്കളത്തിലേക്ക് പ്രവേശിക്കും. ತಂತ್ರಿಗಳು ಸ್ಥಾನಿಕರು ಅದೇ ರೀತಿ ಗುತ್ತಿನವರು ಇವರಿಗಾಗಿ ನಿಗದಿಪಡಿಸಿದಂಥ ಸ್ಥಳಗಳಲ್ಲಿ ಕಾರ್ಯಕರ್ತರು ಅದೇ ರೀತಿ ಭಕ್ತ ಬಂಧುಗಳು ತುಂಬಿದ್ದಾರೆ. ದಯವಿಟ್ಟು ಅಲ್ಲಿಂದ ತೆರವುಗೊಳಿಸಿ ಆ ಸ್ಥಳದ ಮಹತ್ವವನ್ನು ತಿಳಿಯಿರಿ. ದಯವಿಟ್ಟು ಅಲ್ಲಿ ತಂತ್ರಿಯವರಿಗಾಗಿ, ಗುತ್ತಿನವರಿಗಾಗಿ ಹಾಗೂ ಇನ್ನಿತರ ವ್ಯವಸ್ಥೆಗಾಗಿ ನಿಗದಿಪಡಿಸಿದಂಥ ಸ್ಥಳಗಳಲ್ಲಿ ದಯವಿಟ್ಟು ಯಾವುದೇ ರೀತಿಯ ಭಕ್ತ ಬಂಧುಗಳು ಅದೇ ರೀತಿ ಕಾರ್ಯಕರ್ತರು ಇದ್ದಲ್ಲಿ ದಯವಿಟ್ಟು ಅಲ್ಲಿಂದ ತೆರಳಿರಿ. ಅದರ ಬಗ್ಗೆ ಸಮಿತಿಯ ಪದಾಧಿಕಾರಿಗಳು ನೋಡಿಕೊಳ್ಳಬೇಕಾಗಿ ವಿನಂತಿ. അറിയിപ്പൊരിക്കൽ കൂടി മറക്കളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ഇനിയും ഒത്തിരി സൗകര്യങ്ങൾ ഉണ്ട്. ഭക്തജനങ്ങൾ മറക്കളത്തിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങണമെന്ന് അറിയിക്കുന്നു. ಈ ಪುಣ್ಯ ಕಾರ್ಯವನ್ನು ವೀಕ್ಷಿಸಲು ಭಕ್ತ ಬಂಧುಗಳಿಗೆ ಕುಳಿತುಕೊಂಡು ವೀಕ್ಷಿಸಲು ಬೇಕಾದಷ್ಟು ಸ್ಥಳವಿದೆ. ಅದರಿಂದ ದಯವಿಟ್ಟು ಈ ಒಂದು ಕಾರ್ಯವನ್ನು ಕುಳಿತುಕೊಂಡು ವೀಕ್ಷಿಸಿರಿ. ಇನ್ನೊಬ್ಬರಿಗೆ ನೋಡಲು ಕೂಡ ಅವಕಾಶ ಮಾಡಿಕೊಡಿ. ഉത്സവത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ മറക്കളത്തിന്റെ കിഴക്ക് ഭാഗത്ത് ഇപ്പോഴും ഒത്തിരി സൗകര്യങ്ങൾ വരുന്നേക്കിറക്കുകയാണ്. പടിഞ്ഞാറ് ഭാഗത്ത് കൂടുതൽ എല്ലാ പൊതുജനങ്ങളും ദയവ് ചെയ്ത്
മരക്കളത്തിന്റെ കിഴക്ക് ഭാഗത്തെ കൃതികളും അറിയിക്കുക, വളണ്ടിയർമാർ ശ്രദ്ധിക്കുക. കൂടാതെ ക്ഷേത്രസ്ഥാനികന്മാർക്കായി, ക്ഷേത്രതന്ത്രിമാർക്കായി, മറ്റു പോലീസ് മേധാവികൾക്കായി ഹെൽത്ത് വിഭാഗത്തിലായി പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുള്ള ഈ കൗണ്ടറിന്റെ മുന്നിൽ കൂടി നിൽക്കുന്ന വളണ്ടിയർമാർ, മറ്റ് ഭക്തജനങ്ങൾ എല്ലാവരും ദയവ് ചെയ്ത് അവിടെ നിന്ന് മാറി നിൽക്കുക. അവർക്ക് മരക്കളത്തിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകളും ഭക്തിയോടെ കാണുവാനുള്ള സൗകര്യം എല്ലാവരും ഒരിക്കൽ കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഭക്തിയോടെ അറിയിക്കുകയാണ്. KL 14W5097 ಎಂಬ ನಂಬರಿನ ಗಾಡಿಯಲ್ಲಿ ನೀರು ತರುವವರಿಗೆ ಅಡ್ಡವಾಗಿ ನಿಂತಿರುತ್ತದೆ. ದಯವಿಟ್ಟು ಅದನ್ನು ಅಲ್ಲಿಂದ ತೆರವುಗೊಳಿಸಿ. KL 14W5097 ಎಂಬ ನಂಬರಿನ ಕಾರು ನೀರಿನ ವ್ಯವಸ್ಥೆಗಾಗಿ ಇರುವಂತಹ ಸ್ಥಳದಲ್ಲಿ ಅಡ್ಡವಾಗಿರುತ್ತದೆ. ದಯವಿಟ್ಟು ಅಲ್ಲಿಂದ ಅದನ್ನು ತೆರವುಗೊಳಿಸಿ. KL 14W5097 ಎಂಬ ಕಾರು ಅಲ್ಲಿ ವ್ಯವಸ್ಥೆಗಾಗಿ ಇರುವಂತಹ ಸ್ಥಳದಲ್ಲಿ ಅಡ್ಡವಾಗಿದೆ. ದಯವಿಟ್ಟು ಅಲ್ಲಿಂದ ತೆರವುಗೊಳಿಸಬೇಕಾಗಿ ವಿನಂತಿ. ഒരു അറിയിപ്പുണ്ട്. KL 14W5097 കാർ അടിയന്തരമായി മാറ്റി പാർക്ക് ചെയ്യുക. ഇവിടത്തേക്കുള്ള കുടിവെള്ള വിതരണത്തിൻ്റെ വാഹനം കടന്നു വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന രീതിയിൽ പാർക്ക് ചെയ്തിട്ടുള്ള KL 14W5097 എന്ന വാഹനത്തിൻ്റെ ഉടമസ്ഥർ അടിയന്തരമായ മറ്റ് സൗകര്യപ്രദമായ മറ്റൊരു സ്ഥലത്ത് മാറ്റി പാർക്ക് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. സാക്ഷാൽ ശ്രീ കണ്ണനായ കലേശ്വരൻ ദൈവത്തിന്റെ വെള്ളാട്ടം മറക്കടന്ന്
മറക്കളത്തിൽ ഉറഞ്ഞാടി ഭക്തരെ അനുഗ്രഹിക്കും. ശ്രീ വയനാട്ടിലെ തെയ്യങ്കട്ട മഹോത്സവത്തിന് തെളിച്ചവും വെളിച്ചവും നൽകിക്കൊണ്ട് സാക്ഷാൽ ശ്രീ കണ്ണനാർ ഗണേശ്വരൻ ദൈവത്തിൻ്റെ വെള്ളാട്ടം തിമർത്തു പെയ്യുന്ന ചെണ്ടമേളത്തിൻ്റെ അസുരതാളത്തിൻ്റെ മകനീയതയിൽ ഇതാ ഈ തിരുസന്നിധിയിലൂടെ മറക്കളത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഭക്തരെ അറിയാതെ മനസ്സൊന്ന് തേങ്ങിയാൽ, കാലൊന്ന് കല്ലിൽ തട്ടിയാൽ പോലും എൻ്റെ കുലവ എന്നെ പിടിച്ചു കഴിയുന്ന ഭക്തജനങ്ങൾക്കൊക്കെ തുടകയും നിറമനസ്സുമായി നിൽക്കുന്ന, കണ്ണീരോടെ പ്രാർത്ഥനയോടെ നിൽക്കുന്ന ഒത്തിരി ഭക്തമാനസങ്ങളുടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഭക്തമാനസങ്ങളുടെ ഉള്ളറയിലേക്ക് ഭക്തജനങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമെന്നോണം, കാത്തിരിപ്പിൻ്റെ ഫലമെന്നോണം ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ധന്യതയിലൂടെ ഇതാ കണ്ണനാർ ഗണേശ്വരൻ ദൈവത്തിൻ്റെ വെള്ളാട്ടം തടുക്കാനും എതിർക്കാനും തനിക്ക് മുന്നിൽ കുലവനല്ലാതെ മറ്റാരുമില്ലെന്ന വീരഭാവത്തോടെ സാക്ഷാൽ കണ്ണനാർ ഗണേശ്വരൻ ദൈവത്തിൻ്റെ വെള്ളാട്ടമിത ഈ തിരുസന്നിധിയുടെ മറക്കളത്തിലേക്ക് വരികയാണ്. കാത്തിരിക്കുന്ന ഭക്തജനങ്ങളുടെ കണ്ണിനുകളിലായി കലികാല കാലുഷ്യത്തിന്റെ കരിം കടലിനകത്തുള്ളും കാമക്രോധമോഹാദി വൻചുഴികളിൽ നൊരുകിടും നരജന്മമോരോന്നും കരം കൂപ്പി നിൽക്കുന്ന സർവതേജോന്മയൻ സാക്ഷാൽ കണ്ണനാർ ഗണേശ്വരൻ ദൈവത്തിൻ്റെ വെള്ളാട്ടമിത ഈ വയനാട്ടുകലവൻ തെയ്യങ്കട്ട മഹോത്സവത്തിന് തെളിച്ചവും വെളിച്ചവുമേകെ തിരുസന്നിധിയുടെ തറവാടിൻ്റെ തിരുമുറ്റത്തിലൂടെ ഈ മറക്കളത്തിലേക്ക് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ ഒരു നോക്ക് കാണുവാൻ ഇന്നത്തെ പ്രതിസന്ധി മുതൽ മിഴുനട്ടിരിക്കുന്ന ഭക്തജനങ്ങളുടെ കണ്ണിന് കുളിരായത സാക്ഷാൽ കണ്ണനാർ ഗണേശ്വരൻ ദൈവത്തിൻ്റെ വെള്ളാട്ടം തിമർത്തു പെയ്യുന്ന ചെണ്ടമേളത്തിൻ്റെ നമ്മളുടെ കർണപുടങ്ങളിലേക്ക് അലയടിക്കുന്ന നാദവിസ്മയത്തിൻ്റെ ചെണ്ടയുടെ വട്ടത്തിൽ താളവിസ്മയം തീർക്കുന്ന വിശ്വാസത്തിൻ്റെ മഹാസൗധം തീർക്കുന്ന ചെണ്ടമേളത്തിൻ്റെ മഹനീയതയിൽ സാക്ഷാൽ കണ്ണനാർ ഗണേശ്വരൻ ദൈവത്തിൻ്റെ വെള്ളാട്ടം ഈ മറക്കളത്തിലേക്ക് അല്പസമുദ്രം തന്നെ പ്രവേശിക്കും. ഭക്തജനങ്ങളെ, ഉപ്പള തുർത്തി ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകലവൻ മഹാമലരായ ദൈവസ്ഥാനം പടയംകുടി തറവാടിൻ്റെ തിരുസന്നിധിയിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകലവൻ ദൈവത്തിന്റെ മഹോത്സവത്തിന് ഹരിത പകർന്നുകൊണ്ട് സാക്ഷാൽ ശ്രീ കണ്ണനാർ ഗണേശ്വരൻ ദൈവത്തിൻ്റെ വെള്ളാട്ടം ഭക്തജനങ്ങളെ, പടയംകുടി തറവാടിൻ്റെ മക്കളുടെ ഭക്തമാനസങ്ങളുടെ തറവാട്ടങ്ങളുടെ കാലങ്ങളായുള്ള ശ്രാന്ത പരിശ്രമത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമെന്നോണമിത കാലത്തിൻ്റെ നിയോഗം പോലെ ഭക്തമാനസങ്ങളുടെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തജന ലക്ഷങ്ങളുടെ സാന്നിധ്യത്തിൽ എന്തുപേര് ചൊല്ലി വിളിച്ചാലും ഭക്തർക്കനുഗ്രഹത്തിന് ഒഴിയാത്ത ഭാവനാഴി സമ്മാനിക്കുവാനിതാ സാക്ഷാൽ കണ്ണനാർ ഗണേശ്വരൻ ദൈവത്തിൻ്റെ വെള്ളാട്ടം മറക്കളത്തിലേക്ക് പ്രവേശിക്കുകയാണ്.
കാലത്തിന്റെ നിയോഗം പോലെ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ ധന്യത പകർന്നുകൊണ്ടിരുന്ന കണ്ണനാർക്കണനീശ്വരൻ ദൈവത്തിന്റെ വെള്ളാട്ടം മറക്കളത്തിന്റെ നെഞ്ചറയിലേക്ക് മറക്കളത്തിന്റെ മടിത്തട്ടിലേക്ക് ഇതാ പ്രവേശിക്കുകയാണ്. ഇനിയുള്ള ചടങ്ങുകൾ ദയവ് ചെയ്ത് എല്ലാ ഭക്തജനങ്ങളും ഭക്തിയോടെ മാത്രമേ നോക്കിക്കാണാൻ പാടുള്ളൂ. പപ്പിടൽ ചടങ്ങ് നടക്കുന്ന സമയത്ത് ഫോട്ടോ എടുക്കുവാനോ വീഡിയോ പകർത്തുവാനോ പാടുള്ളതല്ല എന്നും കൂടി അറിയിക്കുകയാണ്. തിമർത്തവയുന്ന ചെന്നമേളത്തിന്റെ കാലങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിലിത തൊഴുകയും നിറമനസ്സുമായി നിൽക്കുന്ന ഭക്തജന ലക്ഷങ്ങളുടെ കണ്ണിലുകുറിയായി കലികാല കാലുഷത്തിന്റെ കടലിനതുള്ളും കാമക്രോധ മോഹാദി വഞ്ചുതികളിൽ നിറയിടുന്ന സാക്ഷാൽ കണ്ണനാർക്കണനീശ്വരൻ ദൈവത്തിന്റെ വെള്ളാട്ടം മറക്കളത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കാലം കടുതുള്ളി പെയ്യുന്ന ഇന്നിന്റെ കാലൂഷങ്ങളകറ്റി ഭക്തമാനസങ്ങൾക്ക് ദർശന സൗഭാഗ്യമേകിന സാക്ഷാൽ കണ്ണനാർക്കണനീശ്വരൻ ദൈവത്തിന്റെ വെള്ളാട്ടം മറക്കളത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളും ജാഗരൂകരായി നിൽക്കുക, ഭക്തിയോടെ നിൽക്കുക. ಶ್ರದ್ಧಾಭಕ್ತಿಯ ಆವೇಶಭರಿತವಾದಂತಹ ಕಣ್ಣನಾರ್ಕೇಳನ್ ತೆಯ್ಯದ ಬೆಳ್ಳಾಟಂ ಇದೀಗ ಸನ್ನಿಧಿಯಲ್ಲಿ ಜರುಗಲಿದೆ. ಭಕ್ತ ಬಂಧುಗಳೇ, ದಯವಿಟ್ಟು ತಾವೆಲ್ಲರೂ ಶ್ರದ್ಧಾಭಕ್ತಿಯಿಂದ ಕೂಡಿಕೊಂಡು ಈ ಒಂದು ಪುಣ್ಯ ಕಾರ್ಯಕ್ರಮವನ್ನು ವೀಕ್ಷಿಸಬೇಕಾಗಿ ವಿನಮ್ರ ವಿನಂತಿ. ದಯವಿಟ್ಟು ಒಂದು ಸೂಚನೆ, ಪಶ್ಚಿಮ ಭಾಗದಲ್ಲಿ ಕುಳಿತುಕೊಂಡವರಿಗೆ ನೋಡಲು ವ್ಯವಸ್ಥೆಯಾಗುವಂತೆ ಸಹಕರಿಸಿರಿ. ಇಲ್ಲಿ ತುಂಬಾ ಮಂದಿಗಳು ನಿಂತುಕೊಂಡು ಈ ಕಾರ್ಯವನ್ನು ವೀಕ್ಷಿಸ್ತಾ ಇದ್ದಾರೆ. ತಮ್ಮ ಹಿಂದೆ ಕುಳಿತುಕೊಂಡು ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ವೀಕ್ಷಿಸಲು ಆಗಿಂದಲೇ ಕಾಯುತ್ತಾ ಬಂದಿರುವಂತಹ ಭಕ್ತ ಬಂಧುಗಳಿಗೆ ಈ ಒಂದು ಪುಣ್ಯ ಕಾರ್ಯಕ್ರಮವನ್ನು ವೀಕ್ಷಿಸಲು ಅಸಾಧ್ಯವಾಗುತ್ತದೆ. ದಯವಿಟ್ಟು സാക്ഷാൽ ശ്രീ കണ്ണനാർക്കണനീശ്വരൻ ദൈവത്തിന്റെ വെള്ളാട്ടം മറക്കളത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. മറക്കളത്തിന്റെ എല്ലാ വെളിച്ചവും ഓൺ ചെയ്യണമെന്ന് അറിയിക്കുന്നു. മറക്കളത്തിന് ചുറ്റും എല്ലാ ഭക്തജനങ്ങളും ഇരുന്ന് സഹകരിക്കുക. ಮೊಬೈಲ್ ಇತ್ಯಾದಿಗಳಿಂದ ದಯವಿಟ್ಟು ಫೋಟೋವನ್ನು ತೆಗೆಯಬೇಡಿ. ಕಾರ್ಯಕರ್ತರು ಇದರ ಬಗ್ಗೆ ಗಮನ ಹರಿಸಿರಿ. ಸ್ವಯಂ ಸೇವಕರು ಅದೇ ರೀತಿ ಕಾರ್ಯಕರ್ತರು ಇದರ ಬಗ್ಗೆ ಗಮನ ಹರಿಸಿರಿ. ಹಲವಾರು ಮಂದಿ ಮೊಬೈಲ್ ಮೂಲಕ ಫೋಟೋ ಇತ್ಯಾದಿಗಳನ್ನ ವಿಡಿಯೋಗಳನ್ನ ತೆಗಿತಾ ಇದ್ದಾರೆ. ದಯವಿಟ್ಟು ನಿಲ್ಲಿಸಿ. Bye.
നല്ല പോൽ നമുക്ക് ഗുരുദൈവമേ. മാതാവും പിതാവുമേൻ ഗുരുവിനെയും ആദരിച്ചതിനു തൻ്റെ മെയ്യാൽ തൻ്റെ ശ്രീ ഗുരുദൈവം താൻ വാഴ്ക മുഖം ദേവനെ. കാട്ട് കരിമരം മുകളിലേറി കാട്ടിൽ കരിവേല മൂർക്കൻ വന്നു മാറ് കടിച്ചോ വേഷം ചോദിഞ്ഞു അഗ്നിയിൽ വീണിച്ചോഴലും നേരമാം മറ്റാരുമില്ല സഖിയെനിക്ക് കണ്ടോടൻ മേലെ ഇടത്തമ്മേ അപ്പോൾ വാഴ വളർകാൽ കണ്ടന്നെ മന്ത്രവിധാനത്തുള്ളൊരധിപതി ദൈവങ്ങളൻ നിങ്ങളിങ്ങിവിടെ വന്നരെങ്കിൽ കേൾപ്പാൻ മന്ത്രശാല മാടം നാട്ട് മാറ്റുമേൽ വിധാനം നോക്ക് ചന്ദ്രവീതിയുടെ ധരണി തന്മേൽ വന്നു പുകൾ പൊങ്ങും ദൈവങ്ങളെ. കരിമുഖവാചിത്തവനെ കനിശിരന്ത കുഞ്ചിരത്തിൻ കന്നേ പോറ്റി മുനികളിലോ മുൻപിറന്ന തുമ്പി കരിങ്കുടവയറഴക കനക സിന്ധു ഇരുചെവിയും കുരാൻ മിഴിയുമെല്ലാം എപ്പോഴുമേ മനസാല വിനതീക്കി കവിക്ക് വരവരുക വേണമയ്യ. കരിമുഖൻ കവിമാതാവും കാർവർണ്ണൻ തുണക്ക വന്നൻ ചേതശ ഉണരും വണ്ണം നിൻപാദം കുമ്പിടും നിശ്ചലം സേവിപ്പോർക്ക് കൽപ്പക വൃക്ഷം പോലെ വല്ലതും ചൊല്ലിയെങ്കിൽ നല്ലതായി വരുത്തിടേണോ. കാലാരി നീലകണ്ഠൻ വൈകുണ്ഠൻ വന്നിതാന്തൻ മേലേടം തന്നിൽ ചെന്ന് കുത്തി ഞാൻ വരുവനെന്നോ. വരുന്നൊരു നേരത്തിങ്കൽ മാനോം മെരുവവും കരത്തിലാക്കെ ക്ഷുരപാനം ചെയ്തുകൊണ്ട് ക്ഷൊത്തിനയടക്കിയതി വേഗം താൻ കുശലപ്രയത്നാദി ചെയ്തോ ഊമ്പുനത്തിങ്കൽ ചെന്നു മധ്യത്തിൽ ചെന്നു നിന്നു തീവക്കും നേരത്തിങ്കൽ ചുടലഭൂഭക്തി വന്നു ബദ്ധപ്പെട്ടുഴലും നേരം കണ്ടുടനെ കരിമര മുകളിലേറി കരിവേല മൂർക്കൻ വന്ന് മാർവിലേക്കടിച്ച നേരം ദഹിച്ചുടൻ ഉടലും അപ്പോൾ അഗ്നികുണ്ണത്തിലായി മായയിലെ പുറപ്പെട്ടപ്പോൾ വയനാടകം മുകിന്തു കരിമന കന്യരാശി സ്ഥലമതിൽ വാഴും ദൈവവും വിഷ്ണുവും ശിവനും താനോ മൂർത്തികൾ മൂവരുമായി അന്ന് തൊട്ടിന്നയോളം അവരവർ ജയം വരുത്തി മേന്മയിൽ വസിച്ചുകൊണ്ട നായും താനോ വലയകമേ നല്ല കത്തികന്നാടിയമ്പും
ചിമരിപ്പുഴ അൻപിനോട് മാനും മെരുവവും ചെറുത്ത് വെച്ചെയ്തു കൊല്ലോ വാഴകുന്നത്തരസനെന്ന വയസ്തൂരിക്കാലിയാരും കാവിൽ വേട്ട പിഴയാതെ ശേഷയരിയോ തൊടുകുറിയോ ചുകന്നെഴുന്ന വളാളനാരെപ്പോലൊപ്പിച്ചോരോ മനത്തിൽ ഉള്ളിത്തിരയാടി വരിക വേണമയ്യ ഓം പൊഴിന്ത വനത്തിലടി തേൻ പൊഴിന്ത ചെല്ലച്ചിലോർ ചിലോറെന്നോം താൻ പൊഴിന്ത മദ്ദളമെടുത്തരയിലിട്ടോ തകൃതദ്ധിവി എന്നൊത്തിനാല് ഇന്നുപോലെന്താ വരിക വരിക വേണം കണ്ടൻ കേളം ദൈവം ചേരിയും കണ്ട നമ്മ പെൺ ചേരിയും അകവല വാഴുന്ന അകവേടവനും പുറവല വാഴുന്ന പുറവേടവനും പുടവല വാഴുന്ന കണ്ണച്ചുതിയാര് ദൂരയാവുണ്യാരും വധൂനെ കണ്ടടയ്ക്കൊണ്ട് ഓരോ കളം നമ്മ വന്നേ നാളാൽ പിന്നെ നിയോഗത്താർ വിളിച്ചാൽ വാഴത്തുമേ കുടികൂടെ പ്രസാദങ്ങളെ സാധിപ്പാൻ വരിക വരിക വേണം കണ്ടൻ കേളം ദൈവം.
ഇത് തേക്കിനാൽ മാടത്തെ ഇരുവത്തോ വാഴുക ദൈവമേ ദശഭൂതി മണ്ഡലം വാഴുക. ഒന്നമ്മാമ ലോകം വാഴുക. രണ്ടമ്മാ ശിവശക്തികളും വാഴുക. മൂന്നമ്മാ ത്രിമൂർത്തികളും വാഴുക. നാലിൽ നാഗവേദങ്ങളും വാഴുക. അഞ്ചൽ പഞ്ചഗുണങ്ങളും വാഴുക. ആറമ്മാ ദർശനാദികൾ ആറും വാഴുക. ഏഴമ്മ എൺമുഴുക്ക് വാഴുക. എട്ടമ്മ 28 അക്ഷരങ്ങൾ വാഴുക. 9 മുക്ക് നമുഖങ്ങൾ വാഴുക. 10 പരബ്രഹ്മസ്വരൂപം വാഴുക. 11 രുദ്രന്മാരും വാഴുക. 12 രാശി വാഴുക. 15 പക്കം വാഴുക. 27 താളം വാഴുക. നാൾമയും കോൾമയും നല്ലെണ്ണം നക്ഷത്രാദി പാവനങ്ങൾ വാഴുക. വലിക ദൈവമേ വാഴുക വാഴുക എന്ന് ചൊല്ലി വാചാലേറ്റി വളർമിനാലേ ചൊല്ലു സ്തുതിപ്പാൻ ആര് പോലും ദൈവമേ. പാടി സ്തുതിപ്പാൻ ആര് പോലും ദൈവമേ. ചൊല്ലു സ്തുതിപ്പാനോ യോഗമണ്ഡലത്തിൽ പെരുമാൾ പാദം പാടി സ്തുതിപ്പാനോ പാൽക്കത്തിലേറും ചെറിയ കേളം കല്ലാടി അവനും വന്നു നോറ്റിരുന്ന് കുളിച്ചു മാറ്റെടുത്തു. 7 വർണ്ണം തിര വളച്ചു വെച്ചു. 7 വർണ്ണം തിരമേൽ ദൈവത്തിൻ്റെ 4 കാലുള്ളിതോറും നാഗരമണി പൊൻപീഠം കൊണ്ടുവച്ചു. ദൈവത്തിൻ്റെ 4 കാലുള്ളിതോറും നാഗരമണി പൊൻപീഠത്തിന്മേ ദൈവത്തിൻ്റെ പുള്ളിപ്പൂവാട കുടഞ്ഞു വിരച്ചു. കരിപ്പ് വില്ലുകരിനമ്പ് കന്നക്കത്തും ഇത് പാത്രം മന്ത്രപ്പാത്രം മീങ്കോലും ഇറച്ചിക്കോലും നിരിപ്പടയും ചുട്ടുചാരി കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ നിന്ന് ഒന്നേതോട് പിടിച്ചു തകർന്നം വെണ്ണിക്കൊട്ടി. ദൈവത്തിൻ്റെ ആറ്റമേത് തോറ്റമേത് ചൊല്ലേത് ചൊൽപ്രകാരമേത് ഇങ്ങനെ കേശാദിവാദത്തോളവും പാതാദി കേശത്തോളവും ചൊല്ലുമ്പോൾ സ്തുതിച്ചും വർണ്ണിച്ചും വിളിക്കുമ്പോൾ കാറ്റ് പോലിളകി കരിന്തുമ്പി പോലെ മരന്നിളകി വരുപോര് ആരോ മലഴകിയ മധുക്കുട്ടി ദൈവങ്ങളെ. അവിടെ ഒന്ന് ഏതെന്നോർ ദൈവമേ നിങ്ങൾ തമ്മപ്പൻ ഏവരെല്ലാം ദൈവമേ നിങ്ങൾ തമ്മിരേവിയമ്മ ഏവരെല്ലാം ദൈവമേ നിങ്ങൾ നേർച്ചങ്ങാതിമാരി ഏവരെല്ലാം ദൈവമേ നേർ കൂടെ പിറന്നിവരെല്ലാം ദൈവങ്ങൾ നേർ തമ്പുരാൻ എന്നിങ്ങനെ പടവാർത്ത പലതും ചോദിക്കത്തിടങ്ങുപോർ നേരത്തെ അകവല വാഴുന്ന കവേടവരല്ലോ എൻ്റെ തോർ നേർച്ചങ്ങാതിമാര് പുറവല വാഴുന്ന പുറവേടവരല്ലോ എൻ്റെ തോറ് നേർച്ചങ്ങാതിമാര് പുടവല വാഴുന്ന കണ്ടച്ച് നമ്പ്യാരല്ലോ എൻ്റെ തോർ നേർ തമ്പുരാൻ ചേരയും തമ്പുരേവിയമ്മല്ലോ എൻ്റെ തോർ തമ്പുരേവിയമ്മ ചേരയും കണ്ട തമ്മപ്പനല്ലോ എൻ്റെ തോർ നേർ തമ്മപ്പൻ എന്നിങ്ങനെ പറയത്തിടങ്ങുപോർ നേരത്തെ അപ്പോഴും അടി വീങ്ങുന്നാനല്ലോ ഈ ചേരയും തമ്പുരേവിയമ്മ എന്തിനാലേ അടി വീങ്ങുന്ന പെണ്ണരുവേ അതോ എല്ലാവർക്കും ഉണ്ടല്ലോ കുന്നും കൂറും നാളോടെ അംഗവും ചിങ്കവും മരിവരുത്തിയും കൊച്ചിയും കൊൽപ്പാടം മാനം മീനും മടവയും തൊട്ടടക്കിക്കൊണ്ട് വാഴുന്നു ആയതുപോലെ എനക്കും മഴകുതോർ അംഗവും ചിങ്കവും മരിവരുത്തിയും കൊച്ചിയും കൊൽപ്പാടും മാനം മീനോ ഇടവയും തൊട്ടടക്കൊണ്ട് വാഴുവാൻ ആണെന്നും പെണ്ണെന്നും മക്കപുത്ര സമ്പത്തില്ലായ്മക്ക് ആരോർക്ക് വേണം ഞാനും പോയി ചെന്ന് വരവരിപ്പോർ മധുവനാം അത് ആകൂലും രുദ്രയാമണ്യാരെ മധുവനത്തിങ്കൽ കൊള്ള വേണം എന്നിങ്ങനെ നിരൂപിക്കത്തിടങ്ങുപോർ നേരത്തെ രാവതിക്കും ചന്ദ്രനോ പകൽ വിളങ്ങും ആദിത്യനോ നകലനോ ഭീമനോ കുതിരകുലമന്നവർക്കോ കുന്തി മഹാദേവിക്കോ ഗംഗാ ഭഗവതിക്കോ 8 കൂട്ടം കാട്ടാളന്മാർക്ക് 72 കൂട്ടം പൂവല്ലി പിള്ളേർക്കും ഇവരാർക്കും അല്ലല്ലോ ഞാനും പോയി ചെന്ന് വരവരിപ്പോർ മധുവനം അന്ന് വ്യാഴാഴ്ചത്തായ പട്ടി കിടന്നോ വെള്ളിയാഴ്ച വിളക്ക കുളിച്ചു ബ്രഹ്മൻ തുളസിക്കർക്ക് കണ്ണെഴുതി കാതിനോളം കായൽ വലിച്ച് കാശാദി കൊണ്ടലവൻ കാതിലിട്ടു കൽപ്പകവൃക്ഷത്തിനുടെ പൂമാലയം ചാർത്തി ഒന്നേ കുരുകാണം പൊന്നും തൃപ്പടിമേൽ വെച്ച് വണങ്ങിക്കൊള്ളുകയും ചെയ്തോ. അപ്പോഴും കണ്ടാരല്ലോ കിഴക്ക് വാ കഞ്ചമ്പക വന്ന മരത്തിനും കേടിന് കാസാവിന് തുകിലടിച്ച് കുറ്റിമാച്ചിയാക്കി ഏച്ചിത്തോൽ പടിത്തിരിക്കാക്കി വെളുക്കയടിച്ചു കറുക്കക്കുടഞ്ഞു നാളെ മുമ്പേ 20 നാൾ വെൻപേ 20 നാൾ ഇങ്ങനെ നാളെണ്ണി 40 നാൾ അവളവിടെ ചെന്ന് വരവിരുന്നേ രുദ്രജാമണ്യാരെ മധുവനത്തിങ്കൽ വരവരുന്നേൽപ്പിന് എന്തെല്ലാം ചില അരിങ്കിനാവിലെ വടിവ് കാണത്തിടങ്ങുപോർ നേരത്തെ
മുടി നിറയെ മുല്ലപ്പൂ ചൂടക്കണ്ടേനും പുഞ്ചേരിയും പുതുക്കലും മുമ്പലത്ത് കൈക്ക് മൂർക്കപ്പാമ്പ് ചൊറിയ കാണത്തിടങ്ങ് പോർ നേരത്തെ 40 കഴിഞ്ഞു 41 ദിവസം നാളിൽ പ്രത്യക്ഷണ മൂർത്തിയാകുന്നല്ലോ ഈ രുദ്രയാമണ്ണിയാരും ചേകവരം. ആര് പെണ്ണരുവി എൻ്റെ തോറ് വിഷയം കിടപ്പ് അത് മാറ്റാമടയോ മറുപടിയോ കൂറ്റാമടയോ കുറുമ്പടച്ചേകവരോ മാറ്റാമടയുമല്ല അടിയൻ മറുപടിയുമല്ല കൂറ്റാമടയുമല്ല കുറുമ്പടച്ചേകവരുമല്ല ഞാനോ ഈ വരത്തിനായി പോന്നു വന്നു ചേരി മുരുണാർ തമ്പുരവി ആകേണ്ടതിങ്ങനെ പറയത്തിടങ്ങ് പോർ നേരത്തെ. അതും നിനക്ക് അഴകി തോന്നുമൊക്കെ പുത്ര സമ്പത്താണത്രേ പെണ്ണരുവേ. നീ നിനച്ച വരവും വരപ്രസാദവും ഞാൻ നിനക്ക് തന്നാൽ നീ എനക്കെന്തെന്നേ തരിക പെണ്ണരുവേ. നാനാഴിപ്പടയിൽ നിന്നാർ വിളക്ക് നിർത്തിയാൽ കുത്തും കുന്തിരി അമർത്തും മുന്നെടുത്തിച്ച് കൊള്ളുവേ നടിയൻ. അതും നിനക്ക് അഴകി തോന്നുമൊക്കെ പുത്ര സമ്പത്താണത്രേ പെണ്ണരുവേ. പെൺപറ പിറക്കിൽ എന്ത് ചൊല്ലി പേരിടുക ആൺപറയിൽ പിറക്കിലോ എന്ത് ചൊല്ലി പേരിടുക പെണ്ണരുവേ. പെൺപുറ പിറക്കിലോ അടിയത്തിൻ്റെ ചതുർമാമയെ പൊളിച്ചിടുവാൻ ആൺപുറ പിറക്കിലോ രുദ്രയാമണ്യാരെ മധുവനത്തിങ്കൽ പെറ്റുവളർന്നതായ പൊന്മകന് കണ്ഠനായ കേളൻ എന്ന പേരറിയിക്കുവേ നടിയ. കൊണ്ടുവരിക ഭഗവാൻ ആരവുണങ്ങളരിന്തുമ്പൂവം അരിജവിഞ്ഞ് സ്വാധീനം മണിവേർ നോക്കിയെറിഞ്ഞാൻ ഭഗവാൻ നിന്റെ നാട് വാഴക തക്കതോർ അധിമതമുള്ള പൊന്മകന്നെ വരവം കേട്ട് വിടയും കേട്ട് താൻ ഒരുക്കുന്നോർ ആര്യമാണ് അത്താഴമുണ്ടിട്ടുണ്ട് സേനം ചന്തമെന്നും മൈലാനെ കുയിലിറക്ക തിളങ്ങുപോർ നേരത്തെ. അന്ന് നിലാഭൂമികൾ ചെട്ടി ഉണർന്ന് ഇറപുറമേ തിരിഞ്ഞ് പലപുറമേ നോക്കുമ്പോൾ കണ്ടാരല്ലോ താൻ കൊടുത്തതോ ഒരു പുള്ളിയൊന്നും പൂവാടയമേൽ വർജന പോയി മെയ്തിരിഞ്ഞു കണ്ടോ. 3 രാവും 3 പകലും വേർതിരിഞ്ഞു 4 പുലരിക്ക് നന്മാറ്റെടുത്തു 5 നീരാടി എരിതേച്ച് കുറിയും തൊട്ടു അരിശ്രീ സൂര്യഭഗവാനാരെ ഈ നേരെ തൊട്ട് മറുനീറ്റുണ്ടാക വേണം മറുനേര് തൊട്ട് ഈ നീറ്റിനുണ്ടാക വേണം. ആത്മാവിലഴകിതോരണി ഗർഭമോദ 1 നിങ്ങളിൽ ഒളി കണ്ട് ഗർഭം തികഞ്ഞു 2 നിങ്ങളിൽ ചുറ്റുമലയും ചിരികുരപ്പെട്ടു 3 നിങ്ങളെല്ലാം മുലക്കൺ വൈകനിഞ്ഞു കണ്ടു 4 നിങ്ങളിൽ നാഗരസ പാൽ കുതിച്ചു 5 നിങ്ങളിൽ നെഞ്ചുമുലയിൽ പാൽ തിരുന്നു 6 നിങ്ങളെ അരസികളെ പോലെ പറഞ്ഞ് 7 തിങ്കളാകെ തിണങ്ങ് പോർ അന്ന് അപ്പത്തോട് അടയോട് മുങ്ങിനോട് മുളഞ്ചോറോട് കോടിയാൻ എടുക്കത്തോ കുതിയാൻ കുതിയശല കൊതിച്ചിട്ടുണ്ടെന്നിങ്ങനെ പറയത്തിടങ്ങ് പോർ നേരത്തെ. അതും അഴകിതോർ ഇന്ദുപ്പും വിശ്വൽ കോൽ മാങ്ങയും കുതിയാവുന്ന കുതിയശല കൊതിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയത്തിടങ്ങ് പോർ നേരത്ത്. അതും ആവുന്നതനുസരിച്ച് കുളവും ചേരയും കണ്ട നമ്മപ്പൻ പിള്ളേരും ചേകരുമായി ആർത്ത് വിളിച്ച് മലകയറ തിടങ്ങ് പോർ നേരത്തെ. ഉദയാണം പരിമലയും കഴുകപ്പോയി സകാണം പരിമലയും കഴുകപ്പോയി മന്ദനം ഹാമേലൂർ ശ്രീ പർവ്വതത്തിൻ്റെ താഴ്വരയെങ്കിൽ ചെന്നു 8 ദിക്കിലേന്മര കൊണിഞ്ഞു നോക്കുമ്പോൾ കണ്ടാരല്ലോ ഈ ശാന്തം ഭാഗത്ത് അഴകുതോര് ബെരിക്കപ്പിലാവുന്ന മരത്തമ്മേ 100 107 ഇന്തിപ്പം ഈശോൽക്കോൽ മാങ്ങയും തൂങ്ങുവേതും കണ്ടു. അതിലെല്ലാം നിലവനാകുന്ന ഇന്തിപ്പം ഈശോൽക്കോൽ മാങ്ങയും ഒരു കൊമ്പുന്ന് മറുകൊമ്പുകൾ പകരാന്നിപ്പെട്ട് മാറെ വലിച്ചു തോളാർ കണ്ട ഇത് കണവാർ നിലത്തി വിടാൻ നിപ്പട്ടെ തൊടുതേറ്റ് കൊള്ളുകയും ചെയ്തു. വർണ്ണപ്പിലാവിലെ പറിച്ചു വെച്ചു ഒരു പുറമ്പിൽ കൊണ്ട് ഇന്തിപ്പം മറുകുറമ്പിൽ കൊണ്ട് ഈ സോൽക്കോൽ മാങ്ങയും തിങ്കാളുടെ കൊതിയാനും കൊതുകൊതിവശമെല്ലാം പൊതിഞ്ഞു കിട്ടി ചെല്ലത്തിടങ്ങ് പോർ നേരത്തെ. തിരുനോക്കും നോക്കിയിരിക്കുന്നല്ലോ ഈ ചേരിമണിനാഥമ്പരേവിയമ്മ. ഞാൻ കൊതിച്ചതോർ കൊതിയാർന്ന് കൊതിവേഷം കൊണ്ടുവരുന്നുണ്ട്. അടവികളെ തോഴികളെ വെള്ളിമുക്കാൽ വലിച്ചു വെക്ക് വെള്ളിത്തളിക തളക്കി വെക്ക് വെള്ളിപ്പലകമേൽ വെച്ച് നീക്കി കൊടുക്ക തിടങ്ങ് പോർ നേരത്തെ. തീർന്നേ ഞാൻ കൊതിച്ചതോ ഒരു കൊതിയാർന്നും കൊതിവശായനോഴമുക്കാൽ പറാതവരുമില്ല അഴിവ് നോക്കിയാൽ ചാകാതവരുമില്ല. എന്നിലെ ഇളവർക്കും പെരിയവർക്കുമുണ്ടല്ലോ പെറ്റി നീരാടുവാൻ ഈറ്റില്ലമെന്നും പൊന്മണിവാണം പണി തീർക്കുന്ന അതുപോലെ എനക്കും അഴക് തോരിയിട്ടില്ലെന്നും പൊന്മണിവാണം പണി തീർക്ക വേണം എന്നിങ്ങനെ പറയത്തിടങ്ങ് പോർ നേരത്ത്. അതോ എല്ലാവർക്കും തീർക്കും പോലെ തീർത്താ പോരാ. കാട്ടിലെ ബെരിക്കപ്പിലാവുന്നവരെ മേൽക്കണ്ടം മേൽക്കഴിക്കണം കിഴിക്കണ്ടം കിഴിക്കടിച്ച് നടുവിലെ കണ്ടം കൊണ്ട് അട്ടം വിട്ടം കുത്തുകാൽ കുറുമ്പടിയുന്ന ചിത്രത്തോണ് പണി തീർക്ക വേണം എന്നിങ്ങനെ പറയത്തിടങ്ങ് പോർ നേരത്ത്. അതും ആവുന്നതനുസരിച്ച് കൊള്ളൂ ചോചേരയും കണ്ട നമ്മപ്പൻ 7 കൂട്ടം ഈശ്വരന്മാസാരമാരെ വിളിച്ച് വരുത്തിച്ചെന്തിനാലേ അടിയത്തെ തേടി വിളിച്ചു എൻ്റെ തോർ ചേത്തപ്പുരാനെ അതോ ചേരയും മുരനായ തമ്പരേവിയമ്മൊക്കെ വിറ്റി നേടാൻ ഈറ്റില്ലവെന്നും പൊന്മുടിവാണം പണി തീർക്ക വേണം. അതിനെന്തപ്പം കുറവില്ലാവൻ തൻ്റെ മാടം തുറക്കുന്ന മഴുവെടുക്കുന്നാൻ കൂടം തുറക്കുന്നാൻ ഉളിയെടുക്കുന്ന മറക്കാതെ വെണ്ണൂലും കരുന്നൂലും മുഴക്കോലുമായി പിള്ളേരും ചേകവരുമായി ആർത്ത് വിളിച്ച് മലകയറ തിണങ്ങ് പോർ നേരത്തെ. അന്ന് ഉദയാണം പരിമലയും കിടക്കപ്പോയി സകാണം പരിമലയും കിടക്കപ്പോയി മന്ദിരം മഹാമേലൂർ ശ്രീ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ ചെന്ന് 8 ദിക്കിലേന്മര കൊണിഞ്ഞ് നോക്കി തിടങ്ങ് പോർ നേരത്ത്. അപ്പോഴും കണ്ടാറോ ഈ ശാന്തം ഭാഗത്ത് അഴകിതോ ഒരു ബെരിക്കപ്പിലാവുന്നവരെ മേൽക്കണ്ടം മേൽക്കഴിച്ചു കിൽക്കണ്ടം കിൽക്കഴിച്ചിടയിലെ കണ്ടം കൊണ്ട് കട്ടം വിട്ടം കുത്തുകാർ കുറുമ്പടിയുന്ന ചിത്രത്തോണം പണി തീർത്ത് കൊള്ളുകയും ചെയ്തോ. കാട്ടിലെ പണിയെല്ലാം കഴിഞ്ഞോ കിടക്കത്തെ പണിക്ക് കാൽ നേരമായാലോ ഇനി എവിടെ വേണം ഈറ്റിലത്തിന് കുടിക്കുവാനത് 12 കാലങ്ങളിൽ പാസമായി കിടന്ന് അതിൻ്റെ ഒരു
അത്തേടവും മുറിഞ്ഞേടവും നോക്കി താങ്ക വേണം എന്നിങ്ങനെ പറയത്തുടങ്ങുമ്പോൾ നേരത്തെ അന്ന് തിങ്കളാഴ്ച തിരുന്നോടെ നേരമാകുമ്പോൾ മകരൻ രാശിമേൽ ശംഖ് നാട്ടി തിരക്കം തോർത്തു ശംഖും പുറമേൽ 4 ചിത്രത്തൂണും വെച്ചമർത്തിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. തൂണന്മേൽ ഓല കെട്ടിയാൽ ഓലപ്പുരയെന്ന് ചെല്ലും പോലിട്ടാ ഉപ്പുരയെന്നും ചെല്ലും ചെമ്പിട്ടാ ശ്രീകോലെന്നും ചെല്ലും ഓട്ടിട്ടാൽ ഓട്ടുമാടമെന്നും ചെല്ലും ഓലയായാലും പിലായാലും നെടുപ്പണയും കഴിച്ച് നല്ലവനാലും നിറമ്പനാലും വെച്ച് മുകൾ കൂട്ടം തിടങ്ങുമ്പോൾ നേരത്ത് ചെഞ്ചോല വലിച്ച കണക്ക് തീരുന്നല്ലോ ഇതെല്ലാം മുൻപടി മാടമപ്പോൾ അപ്പോഴും പറയുന്നല്ലോ ഈ ചേരി മരണാർത്തമ്പരേവിയ മേനക്കെന്നും ചെലുത് ഇതെല്ലാം മുൻപടി മാടത്തിന് പറവ് ചിത്രം കുറിച്ച് കാണാൻ വേണം എന്നിങ്ങനെ ആശിക്ക തിടങ്ങുമ്പോൾ നേരത്ത് അത് മാവുന്നനുസരിച്ച് കൊള്ളുകയും ചെയ്തു. ചിത്രം കുറിക്കും ചിത്രാസാരിമാരെ വിളിച്ച് വരുത്തവൻ തൻ്റെ കാരൻ നീലമണിൽ മഞ്ചനക്കല്ലെല്ലാം കൂട്ടപ്പിച്ചു. ചിത്രക്കോളും ചിത്ര ചിരട്ടവാ മുമ്പിൽ കിഴക്ക് ഭാഗം ആദ്യത്തിൻ്റെ തേരും തീർത്തട്ടിനെ തിരുനില കുറിച്ച് ഒപ്പിച്ചു കൊള്ളുകയും ചെയ്തു. അതിൽ പിന്നെ ഇതൊക്കെ ഭാഗം വിഷ്ണു ദുർഗാട് തേരും തീർത്തുന്ന തിരുനില കുറിച്ച് കൊള്ളുകയും ചെയ്തു. പടിഞ്ഞാറ് ഭാഗം ശ്രീ പാർക്കടൻ ശ്രീയന്തസനവും സാക്ഷാൽ വിഷ്ണുവിൻ്റെ തേരും തീർത്തട്ടിനും തിരുനില കുറിച്ച് ഒപ്പിച്ചു കൊള്ളുകയും ചെയ്തു. അതിൽ പിന്നെ വടക്ക് ഭാഗം ദാരികൻ എന്ന മധുരകാട് തേരും തീർത്തുന്ന തിരുനില കുറിച്ച് കൊള്ളുകയും ചെയ്തു. അകത്ത് തമ്പിരേശ്വമ്മനെയും പൊന്മകനെയും പൊൻപോരെ കുറിച്ച് ഒപ്പിച്ചു കൊള്ളുകയും ചെയ്തു. 4 മൂലക്ക് 4 സത്തന്മാരുടെ തേരും തീർത്തണത്തിന് കുറിച്ചുകൊള്ളുകയും ചെയ്തു. ഒരു തൊട്ടിൽ പഞ്ചവണ്ണമാരെ ഇവനമർ തൊട്ട് 100 തേരും തീർത്തണ തിരുനില കുറിച്ച് ഒറ്റുകൊള്ളുകയും ചെയ്തു. തിരുനില കുറിച്ച് അകലത്തിനോ ചിത്രം കുറിക്കും ചിത്രാസാരമാർക്കും ബ്രഹ്മനാസാരമാർക്കും വളരെ മേനിയെങ്കിൽ പട്ടും വളയും കൊടുത്ത് സമ്മാനിച്ച് അയക്കത്തടങ്ങുമ്പോൾ നേരത്തെ അപ്പോഴും പറയുന്നല്ലോ ഈ ചേരിമരണാരതമ്പരേവ്യമ്മ ചിത്രം കുറിക്കും ചിത്രാസാരിമാരും ബ്രഹ്മനാസാരിമാരും തീണ്ടിതോര് പാവദോഷം തീർക്ക വേണം വിളിച്ചു വരുത്തിക്ക. ആയിലത്ത് വേദു ബ്രാഹ്മണനെ വിളിച്ചു വരുത്തുക. തൻ്റെ കണ്ടിയിൽ നീരും കുശത്ര പച്ചാമരും ആയമല കിഴക്ക് ഭാഗം ആദ്യത്തിൻ്റെ തേരും തേട്ടന് കലശമാട് ശുദ്ധി വരുത്തി. അതിൽ പിന്നെ ഇതൊക്കെ ഭാഗം വിഷ്ണു ദുർഗാവിടെ തേരും തേട്ടന് കലശമാട് ശുദ്ധി വരുത്തി. പടിഞ്ഞാറ് ഭാഗം ശ്രീ പാൽക്കടനം ശ്രീ അനന്തസേനവും സാക്ഷാൽ വിഷ്ണുവിനെ തേരും
ഭക്തജനങ്ങളെ, ചരിത്രപഥങ്ങളിൽ ശാന്തിയും ഭക്തിയും നിറഞ്ഞ തലമുറകൾക്ക് ഐശ്വര്യത്തിന്റെ പൊൻവെളിച്ചമേകിക്കൊണ്ട സാക്ഷാൽ ശ്രീ കണ്ണനാർ കിളരീശ്വരൻ ദൈവത്തിന്റെ വെള്ളാട്ടം ഈ തിരുസന്നിധിയിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന് തെളിച്ചവും വെളിച്ചവുമേകി നിറഞ്ഞാടുകയാണ്. ഭക്തജനങ്ങളെ, അല്പസമുദ്രക്ക് തന്നെ മഹത്തരമായ പപ്പിടൽ ചടങ്ങ് നടക്കും. ആയതിനാൽ ഭക്തജനങ്ങൾ മൊബൈൽ ക്യാമറ ഉപയോഗിച്ചോ മറ്റു ക്യാമറകൾ ഉപയോഗിച്ച് വീഡിയോ പകർത്തുന്നതോ ഫോട്ടോ എടുക്കുന്നതോ പാടില്ല എന്ന് അറിയിക്കുകയാണ്. കർശനമായിട്ടുള്ള അറിയിപ്പാണ്. ಸನ್ನಿಧಿಯಲ್ಲಿ ನಡೆಯುವಂತಹ ಪಪ್ಪಿಡಲ್ ಕಾರ್ಯಕ್ರಮದ ಯಾವುದೇ ರೀತಿಯ ಮೊಬೈಲ್ ವಿಡಿಯೋ ಇತ್ಯಾದಿಗಳನ್ನ ದಯವಿಟ್ಟು ತಕ್ಷಣವಾಗಿ ನಿಷೇಧಿಸಲಾಗಿದೆ. ಕಾರ್ಯಕರ್ತರು ಇದರ ಬಗ್ಗೆ ಗಮನ ಹರಿಸಬೇಕಾಗಿ ವಿನಂತಿ. ഭക്തജനങ്ങളെ, ജന്മസുഹൃതത്തിന്റെ പുണ്യം പോലെ മനുഷ്യ മനസ്സിന്റെ അന്തരാളങ്ങളിൽ ഭക്തി നിറച്ചുകൊണ്ടിതാ സാക്ഷാൽ കണ്ണനാർ കിളരീശ്വരൻ ദൈവത്തിന്റെ വെള്ളാട്ടം ഈ മരക്കള സന്നദ്ധിയിൽ നിറഞ്ഞാടുകയാണ്. ഭക്തജനങ്ങളെ, മനുഷ്യവന് സമാനന്ദ ഗംഗയിൽ ഭക്തിയുടെ അമൃതധാര പകർത്തുകൊണ്ട് എന്ത് പേര് ചൊല്ലി വിളിച്ചാലും ഭക്തർ കനകരകത്തിന് അമ്പൊഴിയാത്ത ആവനാഴി സമ്മാനിച്ചുകൊണ്ട് തടുക്കാനും എതിർക്കാനും തനിക്ക് മുന്നിൽ മറ്റാരുമില്ലെന്ന വീരഭാവത്തോടെ സാക്ഷാൽ കണ്ണനാർ കിളരീശ്വരൻ ദൈവത്തിന്റെ വെള്ളാട്ടം ശ്രീ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന് ധന്യത പകർത്തുകൊണ്ട് നിറഞ്ഞാടുകയാണ്.
അറിയിപ്പ് ഭക്തജനങ്ങള് മറക്കളത്തിന് ചുറ്റും കൂടി നിൽക്കുന്ന ഭക്തജനങ്ങൾ ഇരുന്ന് സഹകരിക്കുക. ഭക്തജനങ്ങളെ അറിയിപ്പ് അല്പസമുദ്രക്ക് തന്നെ നടക്കുന്ന പപ്പിടൽ ചടങ്ങിലേക്ക് എല്ലാ ഭക്തജനങ്ങളും ദയവുചെയ്ത് ശ്രദ്ധിക്കുക. മൊബൈൽ ക്യാമറ ഉപയോഗിച്ചോ മറ്റോ ക്യാമറകൾ ഉപയോഗിച്ച് വീഡിയോ പകർത്താനോ ഫോട്ടോ എടുക്കാനോ പാടുള്ളതല്ല എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കർശനമായ നടപടിയാണ്. നിങ്ങൾ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ മൊബൈൽ ഫോണോ മറ്റു ക്യാമറകളോ ഇവിടുത്തെ സംഘാടക സമിതി വാങ്ങിക്കുമെന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്. ഭാവിയിൽ വരുന്ന ഭവിഷ്യത്തുകൾക്ക് ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് കൂടി അവസരത്തിൽ അറിയിക്കട്ടെ. ഭക്തജനങ്ങളെ അല്പസമുദ്രക്ക് തന്നെ പപ്പിടൽ ചടങ്ങ് നടക്കും. ആയതിനാൽ ഒരിക്കൽ കൂടി അറിയിക്കട്ടെ, മൊബൈൽ ക്യാമറ മറ്റു ക്യാമറകൾ ഉപയോഗിച്ച് ആരും ഫോട്ടോ എടുക്കാനോ വീഡിയോ പകർത്താനോ പാടുന്നതല്ല. കൂടാതെ മറക്കളത്തിലേക്ക് ക്ഷേത്രാചാര്യന്മാർക്കും ക്ഷേത്ര സ്ഥാനികന്മാർക്കും മറ്റു വിശിഷ്ട വ്യക്തികൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. കൂടാതെ മൊബൈൽ ഫോൺ കൊണ്ടോ ക്യാമറ കൊണ്ടോ വീഡിയോ പകർത്താനോ ഫോട്ടോ എടുക്കാനോ പാടുള്ളതല്ല. സാക്ഷാൽ ശ്രീ കണ്ടനാർക്കണനീശ്വരൻ ദൈവം മറക്കളത്തിൽ നിറഞ്ഞാടുകയാണ്. തിമർത്തു പെയ്യുന്ന ചെണ്ടമേളത്തിന്റെ മഹനീയതയിൽ ഭക്തജനങ്ങൾക്ക് ദർശന സൗഭാഗ്യമേകി അനുഗ്രഹം കനിഞ്ഞരുളി സാക്ഷാൽ ശ്രീ കണ്ടനാർക്കണനീശ്വരൻ ദൈവത്തിന്റെ വെള്ളാട്ടം മറക്കളത്തിൽ നിറഞ്ഞാടുകയാണ്. ഭക്തജനങ്ങളെ സമയം ആഗതമാവുകയാണ്. ഭക്തജനങ്ങളെ എല്ലാ ഭക്തജനങ്ങളും ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. കാഴ്ചാ വസ്തുക്കൾ മറക്കളത്തിലേക്ക് പ്രവേശിക്കാനുള്ള സമയമായിരിക്കുകയാണ്. കാഴ്ചാ വസ്തുക്കൾ മറക്കളത്തിലേക്ക് പ്രവേശിക്കാനുള്ള സമയമായിരിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളും ഒരിക്കൽ കൂടി എല്ലാ വളണ്ടിയർമാരും ശ്രദ്ധിക്കുക. ഇനിയുള്ള മൊബൈൽ ഫോണുകളോ ക്യാമറകളോ ചലിക്കാൻ പാടുള്ളതല്ല. എല്ലാം ഇവിടെ നിർത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ തിരുസന്നിധിയിൽ മഹനീയമായ ചടങ്ങിനെ സാക്ഷികളാവുകയാണ്.
ಜಗತಪಿತರು ಪಾರ್ವತಿ ಪರಮೇಶ್ವರು ಎಂಬ ವಚನಕ್ಕನುಸಾರವಾಗಿ ಈ ಜಗತ್ತಿನ ಮಾತಾಪಿತೃತ್ವವನ್ನು ವಹಿಸಿರುವವರು ಪಾರ್ವತಿ ಪರಮೇಶ್ವರರಾಗಿರುತ್ತಾರೆ. ಮಹಾಶಿವನು ವಯನಾಟು ಕುಲವನಾಗಿಯೂ ಶಕ್ತಿ ದೇವತೆಯಾದ ಪಾರ್ವತಿಯು ಕೊರತಿ ಮಾತೆಯಾಗಿಯೂ ಕೊಂಡಾಡುತ್ತಿರುವಾಗ ಕಾಲಾಂತರದಲ್ಲಿ ಶ್ರೀ ಮಹಾವಿಷ್ಣುವು ಆ ಶಕ್ತಿಗಳೊಂದಿಗೆ ಕೂಡಿತು. ವಯನಾಟು ಕುಲವನ್ ದೈವವು ಪ್ರಪಿತಾಮಹ ಎಂಬರ್ಥದಲ್ಲಿ ತೊಂಡಚ್ಚನ್ ದೈವವಾಗಿ ಆರಾಧಿಸಲ್ಪಡುತ್ತದೆ. ಈ ಮಹಾದೈವಕ್ಕೆ ಎಟ್ಟಿಲ್ಲಂ ಕರುವನ ತಿಯ ಸಮುದಾಯ ಎಂದರೆ ಬಹುಪ್ರಧಾನ ಹಾಗೂ ಪ್ರೀತಿ. ಇದಕ್ಕೆ ಕಾರಣ 8 ಇಲ್ಲಂ ಗೋತ್ರಗಳಿಗೆ ಸೇರಿದ ತಿಯ ಸಮುದಾಯದವರು ತೊಂಡಚ್ಚನ್ ದೈವದ ಸಂತತಿ ಎಂಬುದಾಗಿರುವುದು ಐತಿಹ್ಯದ ಸತ್ಯತೆಯಾಗಿದೆ. ಶಿವಂ ಭೂತ್ವ ಶಿವಂ ಯಜೇತ್ ಎಂಬ ಸತ್ಯವಚನದಂತೆ ತಿಯ ಸಮುದಾಯಕ್ಕೊಳಪಟ್ಟ ವಯನಾಟು ಕುಲಂ ದೈವದ ಆರಾಧಕರು ಆಶ್ರಿತರೂ ಆದ ಭಕ್ತವರೇಣ್ಯರು ಕಾಲದಲ್ಲಿ ದೈವಗತಗೀಡಾಗುವಾಗ ಶಿವಾಂಶರಾಗುತ್ತಾರೆ. ಹೀಗೆ ಅಂಶಗೊಂಡವರಲ್ಲಿ ಕಂಡನಾರ್ ಕೇಳನ್, ಕೋಟಪ್ಪಾರ ಕುഞ്ഞിಕೋರನ್ ಮೊದಲಾದವರಲ್ಲದೆ ತರವಾಡು ಮನೆಯ ಪ್ರತಿಷ್ಠೆ ನಡೆಸಿದ ಕೆಲವು ಶ್ರೇಷ್ಠ ವ್ಯಕ್ತಿಗಳು ಇರುತ್ತಾರೆ. ಪೌರಾಣಿಕ ಹಿನ್ನೆಲೆ: ಕೈಲಾಸವಾಸಿಗಳಾದ ಪಾರ್ವತಿ ಪರಮೇಶ್ವರರು ಬೇಡರಾಗಿ ಕಾಡಿನಲ್ಲಿ ಅಲೆದಾಡುತ್ತಿದ್ದರು. ಅದೊಂದು ದಿನ ಪರಶಿವನು ಪಾರ್ವತಿಯನ್ನು ರತಿಕ್ರೀಡೆಗಾಗಿ ಪ್ರೇರೇಪಿಸಿದನು. ಅಕಾಲದ ನೆಪವೊಡ್ಡಿ ಪಾರ್ವತಿಯು ನಿರಾಕರಿಸಿದಾಗ ಶಿವನಿಂದ ಉಂಟಾದ ಇಂದ್ರಿಯ ಸ್ಖಲನದಿಂದ 3 ವೃಕ್ಷಗಳು ಸೃಷ್ಟಿಯಾದವು. ಕರಿಮಗಲ್, ತೆನ್ಮಗಲ್ ಮತ್ತು ತೇನ್ಮಗಲ್ ಎಂಬ ಹೆಸರಿನ ವೃಕ್ಷಗಳೊಂದಾದ ತೇನ್ಮರದ ಅಂದರೆ ತೆಂಗಿನ ಬುಡದಿಂದ ಕತ್ತಿಯಲ್ಲಿ ಕೆತ್ತಿದಾಗ ಧಾರಾಳವಾಗಿ ಅಮೃತ ಸಮಾನವಾದ ಮಧು ಅಂದರೆ ಕಳ್ಳು ಪ್ರವಹಿಸುತ್ತಿತ್ತು. ಶಿವನು ಸದಾ ಪಾನಪ್ರಿಯನಾದನು. ನಿತ್ಯವೂ ಪಾನಮತ್ತನಾಗಿ ತಾಂಡವವಾಡುತ್ತಿದ್ದ ಶಿವನ ವರ್ತನೆಯಿಂದ ಪಾರ್ವತಿಗೆ ಗಾಬರಿಯಾಯಿತು. ತನ್ನ ದಿವ್ಯ ಶಕ್ತಿಯಿಂದ ಮರಗಳ ಬುಡದಿಂದ ಒಸರುತ್ತಿದ್ದ ಕಳ್ಳನ್ನು ಮರದ ಮೇಲೆ ಗೊನೆಗಳಿಟ್ಟಳು. ಆ ಕಾಲದಲ್ಲಿ ಸಣ್ಣ ಸಣ್ಣ ಮರವಾಗಿದ್ದ ಕಲ್ಪವೃಕ್ಷವು ಪಾರ್ವತಿಯ ಶಾಪದಿಂದ ಎತ್ತರಕ್ಕೆ ಬೆಳೆಯುವಂತಾಯಿತು ಎಂದು ಸಹ ಹೇಳಲಾಗುತ್ತದೆ. ಮರುದಿನ ಶಿವನು ಶರದಿಂದ ಒತ್ತಿದಾಗ ಮರದ ಬುಡದಿಂದ ಮದ್ಯವು ಪ್ರವಹಿಸದೇ ಇದ್ದಾಗ ಕೋಪಾಕ್ರಾಂತನಾದನು. ದಿಕ್ಕೆಟ್ಟ ಪಾರ್ವತಿಯು ಸತ್ಯ ಸಂಗತಿಯನ್ನು ಅರುಹಿದಳು. ಶಾಂತನಾಗದ ಶಿವನು ಮಧುಪಾನ ಆಕಾಂಕ್ಷಿಯಾಗಿ ತನ್ನ ಬಲಕೈಯಿಂದ ಬಲತೊಡೆಗೆ ಗಟ್ಟಿಯಾಗಿ ತಟ್ಟಿದಾಗ ಪುರುಷನೊಬ್ಬ ಜನಿಸಿದನು. ದಿವ್ಯನ್ ಎಂದು ಕರೆಯಲ್ಪಟ್ಟ ಈತನಿಗೆ ನಿತ್ಯವೂ ಮರದ ಮೇಲಿನಿಂದ ಕಲ್ಲನ್ನು ಇಳಿಸಿ ಶಿವನಿಗೆ ನೀಡುವ ಕಾಯಕವನ್ನು ನೀಡಲಾಯಿತು. ಹಾಗಾಗಿ ದಿವ್ಯನಿಗೆ ಅಮೃತಪುತ್ರ ಎಂಬ ಹೆಸರು ಉಂಟಾಯಿತು. ಶಿವನು ಪಾನಪ್ರಿಯನಾಗಿಯೇ ಮೆರೆಯತೊಡಗಿದನು. ಇದರಿಂದಾಗಿ ಹೆಚ್ಚಿನ ದುಃಖಿತರಾದ ಪಾರ್ವತಿಯು ದಾರಿ ಕಾಣದೆ ಮಹಾವಿಷ್ಣುವಿಗೆ ಮೊರೆಯಿಟ್ಟಳು. ವಿಷ್ಣುವು ಗರ್ಭಿಣಿ ಸ್ತ್ರೀಯ ವೇಷದಲ್ಲಿ ದಿವ್ಯನ ಬಳಿ ಬಂದು ಕಳ್ಳು ಕೇಳಿದನು. ದಿವ್ಯನು ಶಿವನಿಗೆ ಹೆದರಿ ಕಳ್ಳು ಕೊಡಲು ಒಪ್ಪಲಿಲ್ಲ. ಆದರೂ ಕಪಟವರಿಯದ ಆತನು ಗರ್ಭಿಣಿ ಸ್ತ್ರೀಯ ಆಶೆ ಪೂರೈಸಲು ಯೋಚನಾಮಗ್ನಾದನು. ಈ ಕೊಡದಿಂದ ಸ್ವಲ್ಪ ಕಳ್ಳನ್ನು ತೆಗೆದುಕೊಟ್ಟರೆ ಇದರಲ್ಲಿ ಕಡಿಮೆಯಾಗುತ್ತದಲ್ಲ ಎಂದು ಹೇಳಿದನು. ಆಗ ಮಾಯಾರೂಪದ ವಿಷ್ಣು ತನ್ನ ಮಾಯೆಯಿಂದ ಅಲ್ಲಿಯೇ ಹತ್ತಿರ ಒಂದು ಸರೋವರ ನಿರ್ಮಿಸಿ ಅದರ ನೀರನ್ನು ದಿವ್ಯನಿಗೆ ತೋರಿಸಿ, ಅಯ್ಯ, ಕಡಿಮೆಯಾದ ಕಳ್ಳು ಪಾತ್ರೆಗೆ ನೀರನ್ನು ಸೇರಿಸಿ ಪೂರ್ಣ ಮಾಡಿ ಶಿವನಿಗೆ ಅರ್ಪಿಸುವ ಎಂದನು. ಅದಕ್ಕೆ ಒಪ್ಪಿದ ದಿವ್ಯನು ಒಂದು ಮುಟ್ಟಾಳೆ ಎಷ್ಟು ಕಳ್ಳನ್ನು ಕೊಟ್ಟನು ಮತ್ತು ಅಷ್ಟೇ ಸರೋವರದ ನೀರನ್ನು ಸೇರಿಸಿ ಪೂರ್ಣ ಕುಂಭವಾಗಿ ಹೆದರುತ್ತಲೇ ಶಿವನಿಗೆ ಅರ್ಪಿಸಿದನು. ಮಧುವಿನ ರುಚಿಯಲ್ಲಿ ವ್ಯತ್ಯಾಸವನ್ನು ಗ್ರಹಿಸಿದ ಶಿವನು ಕೋಪಾಕ್ರಾಂತನಾದನು. ದಿವ್ಯನು ಸತ್ಯ ಸ್ಥಿತಿಯನ್ನು ಅರುಹಿದರೂ ಶಾಂತನಾಗದ ಶಿವನು ವಂಚನೆ ಕೆಲಸ ಮಾಡಿದ ನೀನು ಭೂಲೋಕದಲ್ಲಿ ಮನುಷ್ಯನಾಗಿ ಜನಿಸು ಎಂದು ಶಾಪವಿತ್ತನು. ಕಾಲಾಂತರದಲ್ಲಿ ವಯನಾಡು ಪ್ರದೇಶದಲ್ಲಿ ನೀಲಿ ಮಾಡಂತಿಕುಲ ಎಂಬ ಊರಿನಲ್ಲಿ ತಾಮರಶೇರಿ ಎಂಬ ಶಿವಭಕ್ತೆ ಇದ್ದಳು. ಸಂತಾನವಿಲ್ಲದ ಈಕೆಯು ಶಿವನನ್ನು ವೃತೋಪಾಸನೆ ಮಾಡುತ್ತಿದ್ದಳು. ಶಿವನಿಂದ ಇಹಲೋಕಕ್ಕೆ ತಳ್ಳಲ್ಪಟ್ಟ ದಿವ್ಯನು ಕಲಿಕಾಲದಲ್ಲಿ ಮಾನವರಿಗೆ ಕಾರಣಿಕವನ್ನು ತೋರಿಸುವ ಸಲುವಾಗಿ ಈ ಶಿವಭಕ್ತೆಗೆ ಮಗನಾಗಿ ಜನಿಸಿದನು. ತಿಯಾ ಕುಲದಲ್ಲಿ ಪ್ರಥಮವಾಗಿ ಜನಿಸಿದ ಕಾರಣ ಹಾಗೂ ವಯನಾಡಿನ ಮೇನೋಕು ಪೊನ್ಮಾಡ ಎಂಬಲ್ಲಿ ಬೆಳೆದ ಕಾರಣ ವಯನಾಟು ಕುಲವನ್ ಎಂದು ಕರೆಯಲ್ಪಟ್ಟನು. ಸಂಚಾರಿಯಾಗಿ ತನ್ನ ಕಾರಣಿಕವನ್ನು ತೋರಿಸಲು ಯಾರಿಗೂ ಆಕರ್ಷಣೀಯವಲ್ಲದ ರೂಪದಲ್ಲಿ ಮುನ್ನಡೆದನು. ಶಿವಪುತ್ರನಾದ ಕಾರಣ ತಮೋಗುಣ ಪ್ರಮುಖನಾಗಿ ಮಧುಮಾಂಸ ಪ್ರಿಯನಾದನು. ಪಾನಮತ್ತನಾಗಿ ಸಂಚರಿಸುತ್ತಾ ಕದಳಿ ವನವನ್ನು ಪ್ರದೇಶಿಸಿದ ಕುಲವನ್ನನ್ನು ಇಲ್ಲಿಗಾರೂ ಕಾಲಿಡಬಾರದು ಎಂಬ ಅಶರೀರವಾಣಿಯು ಎಚ್ಚರಿಸಿತು. ಅದನ್ನು ಅವಗಣಿಸಿದ ಕುಲವನ್ ಅಲ್ಲಿಯೇ ಮಹಾದೇವನಿಗೆ ನಿವೇದಿಸಲ್ಪಟ್ಟಿದ್ದ ಅಷ್ಟ ಮಧು ಕಲಶವನ್ನು ತೆರೆದು ನೋಡಿದನು. ಆ ಕ್ಷಣದಲ್ಲಿಯೇ ತನ್ನ 2 ಕಣ್ಣುಗಳನ್ನು ಕಳಕೊಂಡು ಕುರುಡನಾದನು. ವಯನಾಟು ಕುಲವನ್ ದೈವಗೆಟ್ಟು ಮಹೋತ್ಸವದಲ್ಲಿ ಕಳಕೊಂಡ ಕಣ್ಣುಗಳನ್ನು ಹುಡುಕುವ ಅಭಿನಯವನ್ನು ದೈವವು ಪ್ರದರ್ಶಿಸುವುದನ್ನು ಭಕ್ತಬಂಧುಗಳು ಕಾಣಬಹುದು. ಪ್ರತ್ಯಕ್ಷನಾಗಿ ಕಾಣಿಸಿಕೊಂಡ ಶಿವಮಹಾದೇವನು ಅಷ್ಟಮಧು ಕಲಶವನ್ನು ಅಶುದ್ಧಿಪಡಿಸುವುದಕ್ಕೆ ಕೋಪಿಷ್ಠನಾಗಿ ತನ್ನ ತ್ರಿಶೂಲದಿಂದ ಕುಲವನ್ನ ಹಣೆಗೆ ಕುತ್ತಿದನು. ಹೀಗೆ ಗೈದ 10 ಕುತ್ತಿನಲ್ಲಿ 11 ಗಾಯಗಳಾಗಿ ನೆತ್ತರು ಒಸರತೊಡಗಿತು. ಕುಲವನ್ ತಾನೆಸಗಿದ ಕೃತ್ಯಕ್ಕೆ ಪಶ್ಚಾತ್ತಾಪಿಸಿ ಶಿವನಿಗೆ ಶರಣಾಗತನಾಗಿ ಇನ್ನು ನನಗಾರು ಗತಿ ತಂದೆಯೇ ಎಂದು ಮೊರೆಯಿಟ್ಟನು. ಆಗ ಶಿವನು
ಕಂಚಿನ ಕಣ್ಣು ಕಟ್ಟಿಕೋ, ಬಿದಿರಿನ ಸೂಟು ಹಿಡಿದುಕೋ ಎಂದು ತಿಳಿಸಿದನು. ದಾರಿ ಕಾಣದ ಕುಲವನ್ ಈ ರೀತಿಯೇ ಗೈದನು. ಹೀಗಾದುದರಿಂದ ಕುಲವನ್ ಪೊಯ್ಕಣ್ಣನ್ ಆದನು. ಒಂದು ದಿನ ಘೋರಾರಣ್ಯದಲ್ಲಿ ಭೀಕರ ಮಳೆ ಸುರಿಯಿತು. ಮಳೆಗೆ ಸೂಟೆಯು ನಂದಿ ಹೋಗಿ ಹೊಗೆ ಬಂತು. ಚೂಟು ಪುಗഞ്ഞು ಕಣ್ಣು ಕಾಣಲಿಲ್ಲ, ಕಣ್ಣು ಪುಗഞ്ഞು ಚೂಟು ಕಾಣಲಿಲ್ಲ ಎಂದು ಅರ್ಭಡಿಸಿದ ಕುಲವನ್ ಸೂಟೆ, ಕಣ್ಣು ಮತ್ತು ಕಳ್ಳು ಕುಡಿಯುವ ಪಾತ್ರೆಗಳನ್ನು ದೂರಕ್ಕೆ ಎಸೆದನು. ಅವುಗಳು ಆದಿಪರಂಬಿಲ್ ಕಣ್ಣನ್ ಮೂರ್ತದಾರನ ಮನೆಯಂಗಳದ ಮಧ್ಯದಲ್ಲಿ ಬಿತ್ತು. ಆದಿಪರಂಬಿಲ್ ಕಣ್ಣನ್ನು ಇಂದಿನ 7 ಅಪ್ಸರೆಯಲ್ಲಿ ಓರ್ವಳ ಮಗನಾಗಿದ್ದನು. ಮಧ್ಯದಂಗಳದಲ್ಲಿ ಬಿದ್ದಂತಹ ಸಾಧನವನ್ನು ಕಂಡು ಭೀತನಾದ ಈತನಿಗೆ, ಹೆದರಬೇಡ, ಅವುಗಳನ್ನು ಮನೆಯೊಳಗಿಡು ಎಂದು ಕೇಳಿದ ಅಶರೀರವಾಣಿಯಂತೆ ನಡುಕೋಣೆಯಲ್ಲಿಟ್ಟಾಗ ಅಲ್ಲಿ ರುದ್ರನ ರೂಪದಲ್ಲಿ ಕುಲವನ್ನು ಕಾಣಿಸಿಕೊಂಡು ಕುಡಿಯಲು ಕಳ್ಳನ್ನು ಕೇಳಿದನು. ಕಣ್ಣನು ದೇವನನ್ನು ತನ್ನ ಭವನದ ಕನ್ನಿಮೂಲೆಯಲ್ಲಿ ಕುಳ್ಳಿರಿಸಿ ಮಧುಕಲಶ ಅರ್ಪಿಸಿದನು. ಮಾತ್ರವಲ್ಲ, ದೇವನ ಕಾರಣೀಕಗಳ ಪ್ರತೀಕಗಳಾದ ಪೊಯ್ಕಣ್ಣು, ಬಿದಿರು ಸೂಟೆ, ಬಿದಿರು, ಬಿಲ್ಲು, ಬಾಣ ಹಾಗೂ ಕಲಶ ಪಾತ್ರೆಯನ್ನು ಕಾಲು ಫಲಕದಲ್ಲಿಟ್ಟು ನಿತ್ಯವೂ ಮಧುಕಲಶವಿಟ್ಟು ಪೂಜಿಸತೊಡಗಿದನು. ಹೀಗೆ ವೈನಾಟು ಕುಲವನ್ ಮೂರ್ತೆದಾರರ ಕುಲದೈವವಾದನು. ಕಣ್ಣನಿಗೆ ಅಭಯವನ್ನಿತ್ತು ಸಂಚಾರಿಯಾಗಿ ಹೊರಟ ಕುಲವನ್ ಅದೊಂದಿನ ನಾದಾಪುರಂ ಎಂಬಲ್ಲಿ ಚೆಮ್ಮರತಿಯಮ್ಮ ಎಂಬ ಸ್ತ್ರೀಯ ಮನೆಗೆ ತಲುಪಿ ಕುಡಿಯಲು ಕಳ್ಳು ಕೇಳಿದನು. ಹಿಂದಿನ ಕಾಲದಲ್ಲಿ ಕೃಷಿಯೋಗ್ಯ ಮಾಡುವರೆ ಮೊದಲು ಮಣ್ಣನ್ನು ಸುಡುತ್ತಿದ್ದರು. ಈ ಬೆಂಕಿ ಸುತ್ತಲೂ ಹರಡದಂತೆ ಮೊದಲು 4 ಭಾಗಗಳಲ್ಲಿ ಸುಡುತ್ತಿದ್ದು ಇದನ್ನು ಪೊನಂಚುಡಲ್ ಎನ್ನುತ್ತಾರೆ. ಈ ಕಾರ್ಯಕ್ಕಾಗಿ ತೆರಳಿದ ಮಗನಾದ ಕಂಡನ್ ಎಂಬನಿಗೆ ಕುಡಿಯಲು ಮಾತ್ರವೇ ಮನೆಯಲ್ಲಿ ಕಳ್ಳು ಇತ್ತು. ಆದ್ದರಿಂದ ಆಕೆಯು ಕಳ್ಳು ಇಲ್ಲ ಎಂದಳು. ಇಲ್ಲ ಅಲ್ಲವೇ ಎಂದು ಕೇಳಿದ ಕುಲವನ್ ಮುಂದೆ ಸಾಗಿದನು. ಮನೆಗೆ ಬಂದ ಕಂಡನ್ ಕುಡಿಯಲು ಕಳ್ಳಿನ ಕೊಡವನ್ನು ನೋಡಿದಾಗ ಅದು ಬರಿದಾಗಿತ್ತು. ಮಾತ್ರವಲ್ಲ, ಪಸೆ ಇಲ್ಲದೆ ಬಲೆ ನೇಯ್ದಿತ್ತು. ಇಲ್ಲಿಗಾರು ಬಂದಿದ್ದರು ಎಂದು ತಾಯಿಯನ್ನು ಪ್ರಶ್ನಿಸಿದ ಕಂಡನಿಗೆ ಕಣ್ಣಿಗೆ ಕಾಣುವಷ್ಟು ದೂರದಲ್ಲಿ ಹೋಗುತ್ತಿರುವ ಕುಲವನ್ನನ್ನು ತೋರಿಸಿದಳು. ಕಂಡನ್ ತೊಂಡಚ್ಚ ಎಂದು ಕರೆಯುತ್ತಾ ಹಿಂಬಾಲಿಸಿ ಆತನ ಮನವೊಲಿಸಿ ಮನೆಗೆ ಕರೆತಂದನು. ಹೀಗೆ ಕುಲವನ್ ದೈವವು ತೊಂಡಚ್ಚ ಎಂದು ಕರೆಯಲ್ಪಟ್ಟಿತು. ಮನೆಗೆ ಬಂದಾಕ್ಷಣ ಕೊಡ ತುಂಬಾ ಕಳ್ಳು ಇರುವುದನ್ನು ಕಂಡಂತಹ ಕಂಡನನ್ ದೇವನ ದಿವ್ಯತ್ವವನ್ನು ಗ್ರಹಿಸಿಕೊಂಡನು. ವನದಿಂದ ಬರುವಾಗ ಬೇಟೆಯಾಡಿ ತಂದಂತ ಜಿಂಕೆಯ ಮಾಂಸದಿಂದ ಓಟಿರಚ್ಚಿ, ಪಚ್ಚೆ ಇರಚ್ಚಿ, ಚುಟ್ಟು ಇರಚ್ಚಿ ಎಂದು ವಿಧವಾಗಿ ಪ್ರಭೇದಿಸಿಕೊಟ್ಟು ಮಧುಪಾನ ನೀಡಿ ಸತ್ಕರಿಸಿದನು. ಅನಂತರ ವನವನ್ನು ಸುಡಲು ತೆರಳಿದ ಕಂಡನನ್ನು ಹಿಂಬಾಲಿಸಿದ ತೊಂಡಚ್ಚನ್ ವನದ ಸುತ್ತಲೂ ಬೆಂಕಿ ನೀಡಿದನು. ಬೆಂಕಿಯ 4 ದೆಸೆಗಳಿಗೂ ಹಬ್ಬಿದಾಗ ತಪ್ಪಿಸಿಕೊಳ್ಳಲು ದಾರಿ ಕಾಣದ ಕಂಡನ್ ದೊಡ್ಡದಾದ ಕರಿನೆಲ್ಲೆಕಾಯಿಯ ಮರವನ್ನು ಏರಿದನು. ಇವನನ್ನು ಹಿಂಬಾಲಿಸಿದ ಕರಿವೇಲನ್, ಕಾಳಿಯನೆಂಬ ಘೋರ ಸರ್ಪಗಳು ಮರವನ್ನೇರಿ ಕಂಡನ್ನ ಮೈಯನ್ನು ಸುತ್ತುವರಿದು ಕಚ್ಚಿದೆವು. ಕೆಳಬಿದ್ದು ಅಗ್ನಿಯಲ್ಲಿ ಶುದ್ಧಿಗೊಂಡ ಕಂಡನ್ನನ್ನು ದೇವನು ಕಂಡನಾರ್ಕೇಳನ್ ದೈವ ಎಂಬ ಹೆಸರಿನಿಂದ ತನ್ನ ಅನುಯಾಯಿಯಾಗಿ ಸೇರಿಸಿಕೊಂಡನು. ಭಕ್ತಬಂಧುಗಳೇ, ಪುಣ್ಯಕಥೆಯ ಪೂರ್ಣ ರೂಪ ವಯನಾಟು ಕುಲವನ್ ತೆಯ್ಯಂಕೆಟ್ಟು ಮಹೋತ್ಸವದ ಈ ಸಂದರ್ಭದಲ್ಲಿ ತಾವೆಲ್ಲರೂ ವೀಕ್ಷಿಸಬಹುದು. ಎಲ್ಲರಿಗೂ ಭಕ್ತಿಪೂರ್ವಕವಾದ ಸ್ವಾಗತ. ಜಗತಪಿತರು ಪಾರ್ವತಿ ಪರಮೇಶ್ವರು ಎಂಬ ವಚನಕ್ಕನುಸಾರವಾಗಿ ಈ ಜಗತ್ತಿನ ಮಾತಾಪಿತೃತ್ವವನ್ನು ವಹಿಸಿರುವವರು ಪಾರ್ವತಿ ಪರಮೇಶ್ವರರಾಗಿರುತ್ತಾರೆ. ಮಹಾಶಿವನು ವಯನಾಟು ಕುಲವನಾಗಿಯೂ ಶಕ್ತಿ ದೇವತೆಯಾದ ಪಾರ್ವತಿಯು ಕೊರತಿ ಮಾತೆಯಾಗಿಯೂ ಕೊಂಡಾಡುತ್ತಿರುವಾಗ ಕಾಲಾಂತರದಲ್ಲಿ ಶ್ರೀ ಮಹಾವಿಷ್ಣುವು ಆ ಶಕ್ತಿಗಳೊಂದಿಗೆ ಕೂಡಿತು. ವಯನಾಟು ಕುಲವನ್ ದೈವವು ಪ್ರಪಿತಾಮಹ ಎಂಬರ್ಥದಲ್ಲಿ ತೊಂಡಚ್ಚನ್ ದೈವವಾಗಿ ಆರಾಧಿಸಲ್ಪಡುತ್ತದೆ. ಈ ಮಹಾದೈವಕ್ಕೆ ಎಟ್ಟಿಲ್ಲಂ ಕರುವನ ತಿಯ ಸಮುದಾಯ ಎಂದರೆ ಬಹುಪ್ರಧಾನ ಹಾಗೂ ಪ್ರೀತಿ. ಇದಕ್ಕೆ ಕಾರಣ 8 ಇಲ್ಲಂ ಗೋತ್ರಗಳಿಗೆ ಸೇರಿದ ತಿಯ ಸಮುದಾಯದವರು ತೊಂಡಚ್ಚನ್ ದೈವದ ಸಂತತಿ ಎಂಬುದಾಗಿರುವುದು ಐತಿಹ್ಯದ ಸತ್ಯತೆಯಾಗಿದೆ. ಶಿವಂ ಭೂತ್ವ ಶಿವಂ ಯಜೇತ್ ಎಂಬ ಸತ್ಯವಚನದಂತೆ ತಿಯ ಸಮುದಾಯಕ್ಕೊಳಪಟ್ಟ ವಯನಾಟು ಕುಲಂ ದೈವದ ಆರಾಧಕರು, ಆಶ್ರಿತರೂ ಆದ ಭಕ್ತವರೇಣ್ಯರು ಕಾಲದಲ್ಲಿ ದೈವಗತಗೀಡಾಗುವಾಗ ಶಿವಾಂಶರಾಗುತ್ತಾರೆ. ಹೀಗೆ ಅಂಶಗೊಂಡವರಲ್ಲಿ ಕಂಡನಾರ್ಕೇಳನ್, ಕೋಟಪ್ಪಾರ ಕುഞ്ഞിക്കോರನ್ ಮೊದಲಾದವರಲ್ಲದೆ ತರವಾಡು ಮನೆಯ ಪ್ರತಿಷ್ಠೆ ನಡೆಸಿದ ಕೆಲವು ಶ್ರೇಷ್ಠ ವ್ಯಕ್ತಿಗಳು ಇರುತ್ತಾರೆ. ಪೌರಾಣಿಕ ಹಿನ್ನೆಲೆ: ಕೈಲಾಸವಾಸಿಗಳಾದ ಪಾರ್ವತಿ ಪರಮೇಶ್ವರರು ಬೇಡರಾಗಿ ಕಾಡಿನಲ್ಲಿ ಅಲೆದಾಡುತ್ತಿದ್ದರು. ಅದೊಂದು ದಿನ ಪರಶಿವನು ಪಾರ್ವತಿಯನ್ನು ರತಿಕ್ರೀಡೆಗಾಗಿ ಪ್ರೇರೇಪಿಸಿದನು. ಅಕಾಲದ ನೆಪವೊಡ್ಡಿ ಪಾರ್ವತಿಯು ನಿರಾಕರಿಸಿದಾಗ ಶಿವನಿಂದ ಉಂಟಾದ ಇಂದ್ರಿಯ ಸ್ಖಲನದಿಂದ 3 ವೃಕ್ಷಗಳು ಸೃಷ್ಟಿಯಾದವು. ಕರಿಮಗಲ್, ತೇನ್ಮಗಲ್ ಮತ್ತು ತೇನ್ಮಗಲ್ ಎಂಬ ಹೆಸರಿನ ವೃಕ್ಷಗಳೊಂದಾದ ತೇನ್ಮರದ ಅಂದರೆ ತೆಂಗಿನ ಬುಡದಿಂದ ಕತ್ತಿಯಲ್ಲಿ ಕೆತ್ತಿದಾಗ ಧಾರಾಳವಾಗಿ ಅಮೃತ ಸಮಾನವಾದ ಮಧು ಅಂದರೆ ಕಳ್ಳು ಪ್ರವಹಿಸುತ್ತಿತ್ತು. ಶಿವನು ಸದಾ ಪಾನಪ್ರಿಯನಾದನು. ನಿತ್ಯವೂ ಪಾನಮತ್ತನಾಗಿ ತಾಂಡವವಾಡುತ್ತಿದ್ದ ಶಿವನ ವರ್ತನೆಯಿಂದ ಪಾರ್ವತಿಗೆ ಗಾಬರಿಯಾಯಿತು. ತನ್ನ ದಿವ್ಯ ಶಕ್ತಿಯಿಂದ ಮರಗಳ ಬುಡದಿಂದ ಒಸರುತ್ತಿದ್ದ ಕಳ್ಳನ್ನು ಮರದ ಮೇಲೆ ಗೊನೆಗಳಿಟ್ಟಳು. ಆ ಕಾಲದಲ್ಲಿ ಸಣ್ಣ ಸಣ್ಣ ಮರವಾಗಿದ್ದ ಕಲ್ಪವೃಕ್ಷವು ಪಾರ್ವತಿಯ ಶಾಪದಿಂದ ಎತ್ತರಕ್ಕೆ ಬೆಳೆಯುವಂತಾಯಿತು ಎಂದು ಸಹ ಹೇಳಲಾಗುತ್ತದೆ.
ಮರುದಿನ ಶಿವನು ಶರದಿಂದ ಒತ್ತಿದಾಗ ಮರದ ಬುಡದಿಂದ ಮದ್ಯವು ಪ್ರವೇಶಿಸದೇ ಇದ್ದಾಗ ಕೋಪಾಕ್ರಾಂತನಾದನು. ದಿಕ್ಕೆಟ್ಟ ಪಾರ್ವತಿಯು ಸತ್ಯ ಸಂಗತಿಯನ್ನು ಅರುಹಿದಳು. ಶಾಂತನಾಗದ ಶಿವನು ಮಧುಪಾನ ಆಕಾಂಕ್ಷಿಯಾಗಿ ತನ್ನ ಬಲಕೈಯಿಂದ ಬಲತೊಡೆಗೆ ಗಟ್ಟಿಯಾಗಿ ತಟ್ಟಿದಾಗ ಪುರುಷನೊಬ್ಬ ಜನಿಸಿದನು. ದಿವ್ಯನ್ ಎಂದು ಕರೆಯಲ್ಪಟ್ಟ ಈತನಿಗೆ ನಿತ್ಯವೂ ಮರದ ಮೇಲಿನಿಂದ ಕಲ್ಲನ್ನು ಇಳಿಸಿ ಶಿವನಿಗೆ ನೀಡುವ ಕಾಯಕವನ್ನು ನೀಡಲಾಯಿತು. ಹಾಗಾಗಿ ದಿವ್ಯನಿಗೆ ಅಮೃತಪುತ್ರ ಎಂಬ ಹೆಸರು ಉಂಟಾಯಿತು. ಶಿವನು ಪಾನಪ್ರಿಯನಾಗಿಯೇ ಮೆರೆಯತೊಡಗಿದನು. ಇದರಿಂದಾಗಿ ಹೆಚ್ಚಿನ ದುಃಖಿತರಾದ ಪಾರ್ವತಿಯು ದಾರಿ ಕಾಣದೆ ಮಹಾವಿಷ್ಣು
അല്ലേ? ഇരിക്കട്ടെ. ആദ്യത്തെ പള്ളി ഏത്? കൊടുങ്ങല്ലൂരെ പള്ളിയാണ് അല്ലേ? അന്ന് അല്ലേ അത്ര സൗഹൃദം ഉണ്ടായിരുന്നു അല്ലേ? അല്ലേ ഇപ്പോഴല്ലേ? ഇപ്പോഴുണ്ടോ? ഇല്ല അല്ലേ? അത്ര സൗഹൃദമുണ്ട് അന്ന് അല്ലേ? അന്ന് അമ്പലം കെട്ടാൻ വെച്ചിരിക്കുന്ന കട്ടില പടി എടുത്ത് അന്ന് അല്ലേ പള്ളി കെട്ടാൻ കൊടുത്തു. അന്ന് 5 പള്ളി തീർത്തു, 11,000 പള്ളി തീർത്തു അല്ലേ? അത് പ്രകാരത്തിങ്കൾ ഇന്നോ അല്ലേ? ഞാനും ചങ്ങാതി അന്ന് 16 പള്ളി വാടം ഉപേദമായിട്ട് കൈയെടുത്തു അല്ലേ? അനുഭവം ഉണ്ട്. ഞാൻ പറയാം എല്ലാം കാലം പറയാം അല്ലേ? ഇവിടെ വാസോടങ്ങ അല്ലേ? ഇരിക്കട്ടെ. നല്ല പെണ്ണം വിശ്വസിച്ചു അന്നയും ചങ്ങാതിനെ കിട്ടുക. ഒരു കാര്യം പറഞ്ഞിട്ടല്ലേ? കള്ള് കുടിക്കണ്ടെന്നേ പറഞ്ഞിട്ടല്ലേ? കുടിക്കലുണ്ടാ അല്ലേ? അല്ല കള്ള് കുടിക്കണ്ടെന്ന് പറഞ്ഞല്ലേ മനുഷ്യങ്ങളെ? അല്ലേ അപ്പോൾ കുടിക്കല് അല്ലേ? അത് എടുക്കുന്ന ആള് ഭൂമിയിലെത്താനും പാടില്ല, കുടിച്ചാള് വായിച്ചിനാ ഖുർആനിൽ വായിച്ചിനാ അല്ലേ? അതിൽ ഒരു താളിലില്ലേ അല്ലേ? അത് എടുത്ത ആള് ഭൂമിയിലെത്താനും പാടില്ല, കുടിച്ചാള് ഭൂമിയിൽ നിൽക്കാം. പിന്നെ ഇപ്പോൾ കുടിക്കലല്ലേ? അവനാ കുടിക്കാൻ നേരം ഉണ്ടോ അല്ലേ? നാളികേരം വെച്ചിട്ട് ഞാൻ കഥ എന്നെ പറയുന്നില്ല. അതിന് മാടായി നഗർ വന്നുകൊണ്ട് കേട്ടോ എൻ്റെ കണ്ടെത്ത് നമ്പിയാരെ രുദ്രിയാവണ്ടേ ആര് നല്ലതാ അല്ലേ? അല്പം നേരം ചേർത്താൽ മതി അല്ലേ? ചേരേണ്ടവരെല്ലാം ചേർന്നില്ലേ ഇപ്പോൾ അല്ലേ? ഒരിക്കലും അല്ലെ തെഴുപ്പായിട്ടല്ലേ അല്ലേ? ചങ്ങാതി പ്രയോജിക്കണം പ്രകാരം 5000 ഇവിടെ നാട്ടിനകത്ത് മുളിഞ്ചത്ത് ഖാലിൻ കേസിലുള്ളതായ തറവാടിനകത്ത് മധ്യാഹ്നം ഭേദമായിട്ട് കർമ്മം പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ കുടുംബത്തിൻ്റെ അടുത്തുള്ള പൂന ദേവന്മാരെ അല്ലെ മഹാലിംഗേശ്വരൻ്റെയും അഞ്ചലിംഗേശ്വരൻ്റെയും അനുഭവത്തെ കയ്യെടുത്തു അല്ലേ? നല്ല വണ്ണം ചങ്ങാതിനെയും തന്നെ അല്ലേ ഐവരെയും കാര്യക്കാരനെയും വിചാരിച്ച് നല്ലവണ്ണം 5000 ദേവന്മാരെ വിചാരിച്ച് കർമ്മം ചെയ്ത ഇടയ്ക്കിലോ കൈമലർത്തി അപേക്ഷ ഇടയ്ക്കിടയ്ക്ക് പൂജാരി തന്നെ ഇടയ്ക്കിലോ ഇതിനകത്ത് ഭേദമായിട്ട് ചന്ദ്ര ഇടത്തോടാൻ അല്ലേ ഇടവന്മാരോടും എവിടെ തന്നെ അവനാ അല്ല കൈമലർത്തി അപേക്ഷ അതല്ല അല്ല വൈദ്യുതിക്കൊണ്ടതായ ഒരു അനുഭവം ഉപാധിമാരും
ചങ്ങാതി ഒന്ന് അനുഭവിക്കുന്നത് ഇതിലൊരു കൂടുതൽ കളി കണ്ടച്ച നമ്പിയാര് കുതിരയാവണ്ടയാറ് നല്ലതാണ് അല്ലേ അവനാ കാര്യം പറയാം ഞാൻ ഇരുന്ന് വീട് നടക്കുന്ന കാലത്ത് എനിക്കെൻ്റെ കുടുംബത്തിന് നല്ലതാൽ എൻ്റെ പടവല വാഴുന്ന കണ്ടച്ച നമ്പിയാര് ഒത്തിരിയാവണ്ടയാറ് നല്ല ഞാൻ കോമള പുത്രൻ ചങ്ങാതി വയോധികനാണ് ഞാൻ കമ്പിളിക്കൊത്ത് കാല് നോക്കും അല്ലേ ചങ്ങാതി അല്ലേ കമ്പിളിക്കൊത്ത് കാല് നോക്കും ഞാൻ വളഞ്ഞു കിട്ടിയ പൊളിച്ചു വെക്കുന്ന ആത്തരമാണ് അല്ലേ മുൻകോപക്കാരനാണല്ലേ മനുഷ്യരെ ഞാൻ അല്ലേ ഇരിക്കട്ടെ അപ്രകാരോ എല്ലാം ഞാൻ കാലം പറയാം ഇപ്പൊ നിങ്ങൾ കൈ മലർത്തി അപേക്ഷിച്ച് ബുക്കിങ്ങിൽ ഉദ്ദേശം കൂടാതെ ഞാൻ കരുതിയുണ്ടോ അല്ല ഇതെല്ലാം ഒരു നിമിത്തമാണ് അല്ലേ ഞാൻ അസമാനം പറയാൻ കേട്ടോ അല്പമായിട്ട് ഞാൻ ഒരു വസ്തു എടുത്ത് തരുന്ന കേട്ടോ എല്ലാം കാലം പറയാം അല്ലേ എത്ര കാലം അല്ലേ എൻ്റെ സ്വരൂപം തയ്യുന്ന കാലത്ത് വരണം കേട്ടോ എൻ്റെ ചങ്ങാതീനെ ഒന്ന് കാണണ്ടേ അല്ലേ എന്നെ ഒന്ന് സ്വരൂപം കണ്ടിനോ മുമ്പ് കണ്ടില്ല എങ്ങനെ അല്ലേ എൻ്റെ ചങ്ങാതിനൊന്ന് കാണണം ഞാനും ഉണ്ട് സ്വരൂപം തികഞ്ഞിട്ട് അല്ലേ അപ്രകാരം അല്ലെ കാലേജ് ആ സ്വരൂപം തികഞ്ഞിട്ട് ഇപ്പം എല്ലാ കഥ പറയാം കേട്ടോ അല്ല പറഞ്ഞതിന് സങ്കടം ഉണ്ടാ ഇല്ല അല്ലേ ഇരിക്കണമെങ്കിലും അല്ലേ ആത്മാവിലിരിക്കുന്ന മണ്ഡലകാലത്ത് നല്ലവണ്ണം തുളച്ചോ അല്ലേ ഇപ്പോഴത്തേക്ക് നല്ലവണ്ണം ഇതിന് പ്രയത്നം ചെയ്തു യാതൊരു ബുദ്ധിമുട്ടും പരാതിയും ഇല്ലാതെ ഞാൻ ചങ്ങാതി അടിപൊളിയാ
ഭക്തജനങ്ങളെ, അല്പസമയത്തിനകം തന്നെ സാക്ഷാൽ ശ്രീ വിഷ്ണുമൂർത്തി ഭഗവാന്റെ തിടങ്ങൽ തറവാട് സന്നദ്ധിയിൽ നടക്കുകയാണ്. ഭക്തജനങ്ങളെ, വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന് ചേതനയും തേജസ്സും സമ്മാനിച്ചുകൊണ്ട് സാക്ഷാൽ വിഷ്ണുമൂർത്തി ഭഗവാന്റെ തിടങ്ങൽ അല്പസമയത്തിനകം തന്നെ തറവാട് സന്നദ്ധിയിൽ നടക്കും. തുടർന്ന് ശ്രീ വയനാട്ടുകുലവൻ ദൈവത്തിന്റെ വെള്ളാട്ടം മറക്കളത്തിൽ പ്രവേശിക്കും. ಆತ್ಮೀಯ ಕ್ಷೇತ್ರ ಬಾಂಧವರೇ, ಭಕ್ತ ಬಂಧುಗಳೇ, ಸನ್ನಿಧಿಯಲ್ಲಿ ಮುಂದೆ ತರೌಡ್ ಕ್ಷೇತ್ರದ ಸನ್ನಿಧಿಯಲ್ಲಿ ಶ್ರೀ ವಿಷ್ಣುಮೂರ್ತಿ ತೆಯ್ಯಂ ತಿಡಂಗಲ್ ಪ್ರಾರಂಭವಾಗಲಿದೆ. ನಂತರ ಶ್ರೀ ವಯನಾಡ್ ಕುಲವನ್ ತೆಯ್ಯಂ ವೆಳ್ಳಾಟಂ ಕೂಡ ಮರಕಳದಲ್ಲಿ ನಡೆಯಲಿದೆ. ഭക്തജനങ്ങളെ, ശ്രീ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന് ധരിത പകർന്നുകൊണ്ട് അല്പസമയത്തിനകം തന്നെ സാക്ഷാൽ ശ്രീ വിഷ്ണുമൂർത്തി ഭഗവാന്റെ തിടങ്ങൽ തറവാട് സന്നദ്ധിയിൽ നടക്കുകയാണ്. തുർത്തി ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ മഹാമലരായ ദൈവസ്ഥാനം പടയംകുടി തറവാടിന്റെ അമരഭൂമിയിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന് ധന്യത പകർന്നുകൊണ്ട് അല്പസമയത്തിനകം തന്നെ സാക്ഷാൽ വിഷ്ണുമൂർത്തി ഭഗവാന്റെ തിടങ്ങൽ നടക്കുകയാണ്.
തുർത്തി ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ മഹാമനരായ ദൈവസ്ഥാനം പടയങ്കുടി തറവാടിന് അമരഭൂമിയിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന് ചരിത പകർന്നുകൊണ്ട് അല്പസമയത്തിനകം തന്നെ സാക്ഷാൽ വിഷ്ണുമൂർത്തി ഭഗവാന്റെ തിടങ്ങൾ തറവാട് സന്നിധിയിൽ നടക്കുകയാണ്. തറവാടിന്റെ തിരുമുറ്റത്താണ് വിഷ്ണുമൂർത്തി ഭഗവാന്റെ തിടങ്ങൾ നടക്കുന്നത്. തുടർന്ന് മറക്കുളത്തിൽ ശ്രീ വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ വെള്ളാട്ടം മറക്കുളത്തിലേക്ക് പ്രവേശിക്കും. അല്പസമയത്തിനകം തന്നെ തറവാടിന്റെ തിരുമുറ്റത്ത് നടക്കുകയാണ്. തുടർന്ന് ശ്രീ വയനാട്ടുകുലവൻ ദൈവത്തിന്റെ വെള്ളാട്ടം മറക്കുളത്തിൽ പ്രവേശിക്കും. ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ മഹാമനരായ ദൈവസ്ഥാനം പടയങ്കുടി തറവാടിന്റെ അമരഭൂമിയിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന് ചരിത പകർന്നുകൊണ്ട് സാക്ഷാൽ വിഷ്ണുമൂർത്തി ഭഗവാന്റെ തിടങ്ങൾ അല്പസമയത്തിനകം തന്നെ ഈ തറവാട് സന്നദ്ധിയിൽ നടക്കുകയാണ്. പണ്ടേ പാരാടി തന്നിൽ പരമസുപുരസത്തോട് വാഴുന്ന ശ്രീവൈകുണ്ഠൻ മർദ്യമൃഗേന്ദ്രമായി അവതരിച്ചുണ്ടായ ശേഷം ഭൂമി മുമ്പായി വന്നള്ളടത്തിൽ പുകൾ പെരിയ സ്ഥലം നല്ല പാലായി ദേശത്തൻപും പാലായി പരപ്പേം തൻ പരമപദാജ്ഞത്തെങ്കിൽ ഏൽപ്പിച്ച കോലം സാക്ഷാൽ വിഷ്ണുമൂർത്തി. എന്നുടയ കണ്ണനെ കൊന്ന കുറുവാടിനെ കണ്ടുപിടിച്ചു ഞാൻ കൊന്നുയരെടുക്കുവേൻ വണ്ണം മുട്ടിക്കേണമെന്ന പരദേവത പാലന്തായി കണ്ണനെ കദളിക്കുളത്തിന്റെ കൽപ്പടവിലിട്ട് നിഷ്കരണം കൊല ചെയ്ത കുറുവാട്ടുകുറുപ്പിന്റെ തറവാട് ചെമ്മണ്ണും തീപ്പുകയുമാക്കിയ ലോകനാഥനാണ് വിഷ്ണുമൂർത്തി. ഭക്തജനങ്ങളെ, ഈ തറവാട് സന്നദ്ധിയിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിനെ തെളിച്ചവും വെളിച്ചവും ഒരുക്കിക്കൊണ്ട് സാക്ഷാൽ ശ്രീ വിഷ്ണുമൂർത്തി ഭഗവാന്റെ തിടങ്ങൾ ആരംഭിക്കുകയാണ്.
ഒരറിയിപ്പുണ്ട്. ഒരു സ്വർണ്ണമോതിരം ഭക്ഷണശാലയുടെ അരികിൽ കളഞ്ഞുപോയി. കണ്ടുകിട്ടുന്നവർ ദയവ് ചെയ്ത ഓഫീസിൽ ഏൽപ്പിക്കണമെന്ന് അറിയിക്കുകയാണ്. അറിയിപ്പ് ഒരിക്കൽ കൂടി, ഒരു സ്വർണ്ണമോതിരം കളഞ്ഞു പോയിട്ടുണ്ട്. കണ്ടുകിട്ടുന്നവർ ദയവ് ചെയ്ത് ഇവിടുത്തെ ഓഫീസിൽ ഏൽപ്പിക്കണമെന്ന് അറിയിക്കുകയാണ്. ಒಂದು ಚಿನ್ನದ ಉಂಗುರ ಕಳೆದು ಹೋಗಿರುತ್ತದೆ. ದಯವಿಟ್ಟು ಸಿಕ್ಕಿದವರು ಕಾರ್ಯಾಲಯಕ್ಕೆ ತಲುಪಿಸಬೇಕಾಗಿ ವಿನಂತಿ. തിരുസന്നിധിയിൽ നടക്കുന്ന തുർത്തേശ്വരി വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ മഹാമലരായ ദേവസ്ഥാനം പടയങ്കുടി തറവാടിന്റെ മരുഭൂമിയിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തെയ്യകെട്ട് മഹോത്സവത്തിന് ധന്യത പകർന്നുകൊണ്ട് അല്പസമയത്തിലേക്ക് തന്നെ സാക്ഷാൽ ശ്രീ വിഷ്ണുമൂർത്തി ഭഗവാന്റെ തിടങ്ങൾ ഈ തറവാടിന്റെ തിരുമുറ്റത്ത് നടക്കുകയാണ്. ഈ മഹനീയ വേളയിലേക്ക് എല്ലാ ഭക്തമാനസങ്ങളെയും ഭക്തിയോടെ സ്വാഗതം ചെയ്യുന്നു. ത്രിസന്ധ്യാനേരത്ത് തൃപ്പടിമേൽ വെച്ച് ദുഷ്ടനാം ഹിരണ്യകശിപുവിന്റെ ഉടൽ പിളർന്ന് രുധിരം നുകർന്ന് ഘോരദാഹം മുടക്കിയ സർവ ഐശ്വര്യദായകനായ സാക്ഷാൽ വിഷ്ണുമൂർത്തി ഭഗവാൻ അംഗത്തിനും പടുക്കം കൂട്ടത്തിനും കുറിക്കുന്ന അരിവിളിക്കും നായാട്ടുകാര്യത്തിനും തുണയരുളുന്ന നരഹരി ഭഗവാൻ സാക്ഷാൽ വിഷ്ണുമൂർത്തി ഭഗവാന്റെ തിടങ്ങൾ അല്പസമയത്തിനകം തന്നെ ഈ തറവാടിന്റെ തിരുമുറ്റത്ത് നടക്കുകയാണ്. എല്ലാ ഭക്തമാനസങ്ങളെയും ഭക്തിയോടെ ഈ ധന്യവേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ಚಿನ್ನದ ಉಂಗುರವೊಂದು ಕಳೆದು ಹೋಗಿರುತ್ತದೆ. ದಯವಿಟ್ಟು ಸಿಕ್ಕಿದವರು ಕಾರ್ಯಾಲಯಕ್ಕೆ ತಲುಪಿಸಬೇಕಾಗಿ ವಿನಮ್ರವಾದ ವಿನಂತಿ.
ഒരറിയിപ്പുണ്ട്. ഭക്തജനങ്ങളെ, ഒരു സ്വർണ്ണ മോതിരം കളഞ്ഞു പോയിട്ടുണ്ട്. കണ്ടുകിട്ടുന്നവർ ദയവ് ചെയ്ത് ഓഫീസിൽ ഏൽപ്പിക്കണമെന്ന് അറിയിക്കുകയാണ്. ഭക്ഷണശാലയുടെ അരികിലായിട്ടാണ് ഒരു സ്വർണ്ണ മോതിരം കളഞ്ഞു പോയിട്ടുണ്ട്. കണ്ടുകിട്ടുന്നവർ ദയവ് ചെയ്ത് ഓഫീസിൽ ഏൽപ്പിക്കണമെന്ന് അറിയിക്കുകയാണ്. ഭക്തജനങ്ങളെ, തിടങ്ങൾ നടക്കുകയാണ്. എല്ലാ ഭക്തമാനസുകളെയും ഭക്തിയോടെ സ്വാഗതം ചെയ്യുന്നു.
ഭക്തജനങ്ങളെ, സാക്ഷാൽ ശ്രീ വിഷ്ണുമൂർത്തി ഭഗവാന്റെ തിടങ്ങൽ ആരംഭിക്കുകയാണ്. തറവാടിന്റെ തിരുമുറ്റത്താണ് ഈ ചടങ്ങ് നടക്കുന്നത്.
മാതിരിച്ച് മഹന്നവയാൽ ഗുരുദൈവം താൻവാർഗം വാസുദേവ വിഷയ വിശ്വമധുസൂദ ജനങ്ങൾ അത്യന്തം തുഷ്ടി നൽകി കൃപയോട് പരിപാലിച്ചെടുത്ത സത്യസ്വരൂപ ഹരിഹരൻ ലോചനായ നവാവശേഷിത മഹാചരാചര വിധായക ജന്മദേശാഭിസ്ഫുടായ പുരുഷായ നമസ്കാരം ഭഗവാൻ മാലിക്കമാ സദാകാരം ഭുജഗശയനം പത്മനാഭം സുഭാഗം ഏകാന്തം കമലനയനം യോഗിർധ്യാനഗമ്യം വിഷ്ണും ഭവഭയകരം സർവലോകൈ ശ്രീകണ്ഠപ്രിയനഭുജാക്ഷുരേ അഗ്രേശയാ ശ്രീ വിഷ്ണുമൂർത്തേ
ചിദംബരം സോദരീ സരസ
സകല ലോകം നിരന്തരം സാഗരത്തിൽ തരംഗങ്ങൾ തകർക്കും വണ്ണം നിരന്തരമടിയെന്നാവിൽ നൃത്തമാടമ്പികേരി കൊണ്ട് ചഞ്ചല പകലും വണ്ണം തമ്പുരാട്ടി വാങ്ങി വിഷ്ണുമൂർത്തി പിറന്ന രൂപം സകലവും ജയിച്ചു കാണോ എങ്ങനതാരിൽ നിന്റെ എളുപ്പമട്ടറിയാതെ ഞാൻ നേരം നിരൂപിച്ച മരം വിഷ്ണുമൂർത്തി നടിച്ച ഭാരതമാകുമ്പിൽ ഇരുമകനല്ലാതെ ഹിരണ്യനക്കൊന്ന വേഷം മികവുകോട്ടപ്പുറമുണ്ടും ജപന്നച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു ഹരേ ഹരേ നിഷ്പർശ്യാമി ഭക്ത്യാ ഭവന്തം തഥാ മേ ദയാശീലദേവ പ്രസീദ
തുർത്തി ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ മഹാമലരായ ദേവസ്ഥാന പടയംകുടി തറവാടിന്റെ മരുഭൂമിയിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന് ധന്യത പകർന്നുകൊണ്ട് സാക്ഷാൽ ശ്രീ വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ വെള്ളാട്ടം മറക്കളത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ ആഗമിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളെയും ഭക്തിയോടെ സ്വാഗതം ചെയ്യുന്നു. ഭക്തജനങ്ങളെ, സാക്ഷാൽ ശ്രീ വയനാട്ടുകുലവൻ ദൈവത്തിന്റെ വെള്ളാട്ടം മറക്കള സന്നദ്ധയിലേക്ക് അല്പസമയത്തിനകം തന്നെ ആഗമിക്കുകയാണ്. തുർത്തി ശ്രീ വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ മഹാമലരായ ദൈവസ്ഥാനം പടയംകുടി തറവാടിന്റെ അമരഭൂമിയിൽ കാലത്തിന്റെ കാത്തിരിപ്പിനൊടുവിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന് ധന്യത പകർന്നുകൊണ്ട് സാക്ഷാൽ ശ്രീ വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ വെള്ളാട്ടം മറക്കളത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ പ്രവേശിക്കും. സാക്ഷാൽ ശ്രീ വയനാട്ടുകുലവൻ ദൈവത്തിന്റെ വെള്ളാട്ടമാണ് അല്പസമയത്തിൽ തന്നെ ഈ മറക്കളത്തിന്റെ മടിത്തട്ടിലേക്ക് പ്രവേശിക്കുന്നത്. ശിവപാർവതിമാരപ്പെട്ട വനാന്തരങ്ങളിൽ വേട്ടക്കിഴന്നള്ളിയ നാടുകളിൽ തേന്മകളെന്ന വൃക്ഷച്ചുവട്ടിലെ മധുകുടിച്ച മത്തവിലാസമാടിയ മഹാദേവൻ ശിവഭ്രാന്ത് കണ്ട് ഭയപ്പെട്ട കുന്നിന്മകളായ പാർവതി തേന്മകളെന്ന വൃക്ഷച്ചുവട്ടിലെ മധു തന്റെ തൃക്കരങ്ങളാൽ തടവി വാനോളം ഉയർത്തി. കുപിതനായി മുക്കണ്ണൻ ശ്മശാനവാസൻ ആടി ചടുലതാണ്ഡവം തല്ലി തന്ത്രത്തുടന്മേൽ പിറന്നു ദിവ്യനായ പുത്രനെന്ന്. ഇതാതിരിവിന്റെ ഈഴവരുടെ തൊണ്ടച്ചൻ ദൈവത്തിന്റെ പിറവിയുടെ കഥയാണ്. ഭക്തജനങ്ങളെ, എന്ത് പേര് ചൊല്ലി വിളിച്ചാലും ഭക്തർക്ക് അനുഗ്രഹത്തിന്റെ അമ്പൊഴിയാത്ത അവതാഴി സമ്മാനിക്കുന്ന സാക്ഷാൽ ശ്രീ വയനാട്ടുകുലവൻ ദൈവത്തിന്റെ വെള്ളാട്ടം അല്പസമയത്തിനകം തന്നെ തിരുസന്നദ്ധിയുടെ മുന്നിലൂടെ മറക്കളത്തിലേക്ക് പ്രവേശിക്കും.
ഭക്തജനങ്ങളെ, സാക്ഷാൽ ശ്രീ വയനാട്ടിൽ തെയ്യത്തിന്റെ വെള്ളാട്ടം അല്പസമയത്തിനകം തന്നെ ഈ മറക്കള സന്നദ്ധയിലേക്ക് വരികയാണ്. തിമിർത്ത് വയ്ക്കുന്ന ചെണ്ടമേളത്തിന്റെ മഹനീയതയിൽ ഭക്തജനങ്ങൾക്ക് ദർശന സൗഭാഗ്യം ഏകിക്കൊണ്ട് സാക്ഷാൽ ശ്രീ വയനാട്ടിൽ തെയ്യത്തിന്റെ വെള്ളാട്ടമിത തറവാട് സന്നദ്ധിയുടെ തിരുമുറ്റത്തുകൂടെ മറക്കളത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ മഹനീയ വേളയിലേക്ക് എല്ലാ ഭക്തമനസ്സുകളെയും ഭക്തിയോടെ സ്വാഗതം ചെയ്യുന്നു. ഭക്തജനങ്ങളെ, സാക്ഷാൽ ശ്രീ വയനാട്ടുകുലവൻ ദൈവത്തിന്റെ വെള്ളാട്ടം മറക്കളത്തിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം പ്രവേശിക്കുകയാണ്. ഭക്തജനങ്ങളെ, സാക്ഷാൽ ശ്രീ വയനാട്ടുകുലവൻ ദൈവത്തിന്റെ വെള്ളാട്ടമിത മറക്കള സന്നദ്ധയിലേക്ക് പ്രവേശിക്കുകയാണ്. തിമിർത്തമയുന്ന ചെണ്ടമേളത്തിന്റെ സുരതാളത്തിന്റെ മഹനീയതയിൽ ഭക്തജനങ്ങൾക്ക് ദർശന സൗഭാഗ്യമേകുവാൻ കാലം കാത്തുവച്ച പോലെ ഈ പാതിരാ നേരത്തും ഒരു നോക്കു കുലവന്റെ വെള്ളാട്ടത്തെ കാണുവാൻ കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളുടെ കണ്ണുകൾക്ക് ആനന്ദദായകമായി ഭക്തിദായകമായി സാക്ഷാൽ ശ്രീ വയനാട്ടുകുലവൻ ദൈവത്തിന്റെ വെള്ളാട്ടം ഈ മറക്കളത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്രീ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന് അനന്താദിത്യ പ്രഭ അനസ്യൂതം മലടിച്ചുകൊണ്ട് സാക്ഷാൽ ശ്രീ വയനാട്ടുകുലവൻ ദൈവത്തിന്റെ വെള്ളാട്ടമിത മറക്കളത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ലോകൈകനാഥനായ സാക്ഷാൽ ശ്രീ വയനാട്ടുകുലവൻ ദൈവത്തിന്റെ വെള്ളാട്ടം മറക്കളത്തിൽ പ്രവേശിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളും
ഇരുന്ന് സഹകരിക്കണമെന്നും കൂടി അറിയിക്കുന്നു. ഈശ്വരൻ പ്രസാദിക്കാൻ വേണം വയനാട്ടുകുലവൻ ദൈവമോ വയനാടയൂർഗാതവും അവിടെയും മന്ത്രികാരം ഇവിടെയും മന്ത്രികാരം മകവല മന്ത്രികാരം ഉറവല മന്ത്രികാരം മുത്താർ പള്ളിയിൽ കുടികോടും ആദിപറമ്പന്മാരും നാദപുരവന്മാരും വെട്ടൂറിൽ ചെട്ടികളും എൺമൃതവണ്ണന്മാരും മഞ്ചത്തേരൻ പെരുമലയും മഞ്ഞത്തേരൻ പെരുമലയും ചിത്തൻ പെരുമലയും ചിതറൻ പെരുമലയും ഒരുവരുടുക്കാൻ പേരാലും ചെറിയൊരുക്കാൻ ശ്രീഹാള കൂടപർവ്വതവും ശ്രീ മഹാദേവൻ തിരുവരങ്കോവിലും കണ്ടടക്കിക്കൊണ്ടുവരുവോ ഒരു വയനാട്ടുകുലവൻ ദൈവം വന്നേ നാളാൽ ഇന്ന് നിയോഗത്താൽ ഇവിടെ വന്ന് ചുറ്റാരും ആടത്തിന്മേൽ കുടികൂടൽ പ്രസാദങ്ങളെ സാധിപ്പാൻ വരിക വരിക വേണം വയനാട്ടുകുലവൻ ദൈവം. മാതാപിതാവെന്ന് മറ്റുള്ള പോൽ നമുക്ക് ഗുരുദൈവമേ മാതാവും പിതാവും ഗുരുവിനെയും ആദരിച്ചതിന് തൻ്റെ മെയ്യാൽ തൻ്റെ ശ്രീ ഗുരുദൈവം താൻ വാഴവന്തേവനെ ഭഗവാനെ തനുജനായി അവതാരങ്ങൾ മൂലം കൈലാസാമല തന്മേലൊളി വളർന്നു വകയോട പെരുമാളെ തപസേ കാണുവാൻ കണ്ണുടയ വേരഴോ നള്ളേ പരവാതേടി ഉക്കങ്ങടുക്കളവൻ പുകന്തോരിൽ ശിവന്റെ കായം തൃപ്തി വരുമാറെ മുറിച്ചിറച്ചതിരെ പോകുമ്പോൾ പക്കവയനാടഞ്ച് 300 പരിപാലിപ്പാൻ മിക്ക വയനാട്ട് കുലവനിത മന്ത്രവിധാരത്തുള്ളൂര
അധിപതേ ദൈവങ്ങളൻ നിങ്ങളിങ്ങിവിടെ വന്നരങ്ങിൽ കേൾപ്പാൻ മന്ത്രശാല മാടം നാട്ടേ മാറ്റുമേൽ വിധാനം നോക്ക് ചന്ദ്രവീഥിയുടെ ധരണി തന്മേൽ വന്ന് പുകൾ പൊങ്ങൽ ദൈവങ്ങളെ ഹരനുടെ കൈലയിൽ തിരുവുള്ളത്തനൻ അന്തിപൊട്ടു ദിശയുമൊട്ടറിയരാത്തടിയനോ ഞാൻ വരവനിക്കിങ്ങരുളണ പരിചിടാത്ത ശിവന് അരിയവും പെരിയ കോപവും കുരാൻ മിഴിയുമെല്ലാം എപ്പോഴുമേ മനസാല വിന നീക്കി കവിക്ക് വരമരികളേടവയ്യ ഒക്കെ വന്നേൻ ഗണപതിയും വാണിമാതും ശ്രീകൃഷ്ണൻ ഗുരുവരരും തുണക്കെന്നുള്ളിൽ ബ്രഹ്മഭക്തിയേറ്റമേറ്റാൻ തുണക്കന്നാവിൽ ആധിനാഥൻ തിരുനാമമറഞ്ഞു ചൊൽവാൻ അറിവനിക്കിങ്ങകതാരിലില്ലേ സ്വാമി വേടരൂപം ധരിത്തുള്ള കൈലനാഥ വേട്ടക്കായ എഴുന്നള്ളി വനത്തിൽ പോക്ക് കണ്ടുടനെ കരിന്തെങ്ങിൻ കുറുങ്കുലം മേൽ മധുപൊഴിയും വാനിലോകം പെയ്യും പോലെ മധു കണ്ടു പരമേശനടുത്തു ചെന്ന് മധു കുടിച്ചു മത്തവിലാസ ശിവഭ്രാന്താടി കണ്ടുടനെ കുന്നിൻ മകൾ ഭയപ്പെട്ടോടി കാടതിലേ നടന്നു ചെന്നു വേടശ്രീ രൂപമായി മധുമുരട്ടു ചെന്നുടനെ മധുതടവിമേൽ പോട്ടാക്കി തൻ കുലമേൽ പൊഴികയെന്നരുളിനാല് അനുപാനം ചെയ്വതിനായെഴുന്നള്ളുമ്പോൾ മധുമുരട്ടു കാണാഞ്ഞങ്കരിശപ്പെട്ടു മലമകളാം തിരുവുള്ള തെളിഞ്ഞു നന്നായി തൻ്റെതോരു തൃത്തുടമ്മേൽ തല്ലിയൊരു പുത്രനുണ്ടായി മനം കനിഞ്ഞു ദിവ്യനെന്ന പേരുമിട്ടു 10 ജനം കരുമനയാ മനസ്സൊന്നായി ചൂട്ടും വഴിയേ എഴുന്നള്ളി ആതോരണി മടിമാടം കുടികൊണ്ട തമ്പുരാനെ 8 ദിക്കില കീർത്തി കേട്ടപടനായാട്ടൻ 7 മാരത്തുകൂടി ഇഷ്ടത്തിൽ നായാട്ട് വിളിച്ചു പട്ടണത്തറക്കാൽ പുഴക്കാൽ കണ്ടു കെട്ടിയുടൻ കറുപ്പു കച്ചല ഉടുതുകുലടഞ്ചു വെട്ടിയുടൻ അണി പൊളിഞ്ചു വാൾ കൊണ്ടേറ്റമോ കേവലമേ വയനാട്ടുകുലവൻ തിരുവടിയേ വലിയവരെടുക്കാം പേരാലിഞ്ഞെടുക്കാം ശ്രീകാളകൂടം ശ്രീമഹാദേവൻ കോലുകടക്കും വന്നേ നാളാലും ശ്രീയോഗത്താൽ വെച്ചിട്ടാരും മടക്കുടികൂടെ സാധിപ്പാൻ വരിക വരിക നാട്ടുകുലവൻ ദൈവം
വാഴുക. ഒന്നമ്മ ലോകം വാഴുക. രണ്ടമ്മ ശിവശക്തികളും വാഴുക. മൂന്നമ്മ ത്രിമൂർത്തികളും വാഴുക. നാലമ്മ നാഗവേദങ്ങളും വാഴുക. അഞ്ചൽ പഞ്ചഗുണങ്ങളും വാഴുക. ആറമ്മ ദർശനാദികൾ ആറും വാഴുക. ഏഴമ്മ എൺമുഴുക്ക് വാഴുക. എട്ടമ്മ 28 അക്ഷരങ്ങൾ വാഴുക. 9 മുക്കുന്ന മൃഗങ്ങൾ വാഴുക. 10 പരബ്രഹ്മസ്വരൂപം വാഴുക. 11 പേര് രുദ്രന്മാരും വാഴുക. 12 രാശി വാഴുക. 15 പക്കം വാഴുക. 27 നാളും വാഴുക. നാൾമയും കോൾമയും നല്ലണ നക്ഷത്രാദി ഭാവനങ്ങൾ വാഴുക വലിക ദൈവമേ. വാഴുക വാഴുക എന്നേലും വാചാലേറ്റ് വളർമിനാലേ. ചൊല്ലു സ്തുതിപ്പാൻ ആര് പോൽ നിയമേ. പാടി സ്തുതിപ്പാൻ ആര് പോൽ നിയമേ. ചൊല്ലു സ്തുതിപ്പാനോ യോഗമണ്ഡലത്തിൽ പെരുമാൾപാദം പാടി സ്തുതിപ്പാനോ. വാൽക്കത്തിലകൻ ചെറിയ കല്ലാടി അവനും വന്ന് നോറ്റിരുന്ന് കുളിച്ച് മാറ്റെടുത്തു. 7 വർണ്ണന്തര വളർച്ച വെച്ചു. 7 വർണ്ണന്തരമേ. ദൈവത്തിൻ്റെ 4 കാലുള്ളതോ നാഗരമണി പൊൻപീഠം കൊണ്ടുവച്ചു. ദൈവത്തിൻ്റെ 4 കാലുള്ള നാഗരമണി പൊൻപീഠത്തിന് ദൈവത്തിൻ്റെ കാളിക്കടുപ്പ് കുടഞ്ഞു വിരിച്ചു. മുറ്റനമ്മളവില്ലങ്ങരെ നമകന്ന കത്തി മുതി പാത്രം മന്ത്രപാത്രം മീകോലും ഇറച്ചിക്കോലും നിരിപ്പടയും ചുട്ടുചാരി കൊള്ളുപോവുകയും ചെയ്തു. അവിടെ നിന്ന് മുന്നേ തൊടി പിടിച്ചു. തകൃതം വെണ്ടിക്കൊട്ടി ദൈവത്തിൻ്റെ ആറ്റമേത് തോറ്റമേത് ചൊല്ലേത് ചൊൽപ്രകാരം ഏത് ഇങ്ങനെ കേശാദിപാദത്തോളവും പതാതി കശത്തോളം ചൊല്ലുമ സ്തുതിച്ചും വർണ്ണിച്ചും വിളിക്കുമ്പോൾ കാറ്റ് പോലുള്ള കരുന്തമ്പി പോലെ മനനിളകരുപോര് ആരോ അമലഴക മധുക്കുടി ദൈവങ്ങളെ. അവിടെ നിന്ന് ഏതനോർ ദൈവമേ നിങ്ങൾ തമ്മപ്പൻ എവരെല്ലാം ദൈവമേ നിങ്ങൾ തമ്പി ദേവ്യമാ. എവരെല്ലാം ദൈവമേ നിങ്ങൾ ചങ്ങാതിമാരെ. എവരെല്ലാം ദൈവമേ നിങ്ങൾ കൂടെ പറഞ്ഞവരെല്ലാം ദൈവം നിർത്തമ്പരാൻ ഇങ്ങനെ പടവാർത്ത പലതും ചോദിക്കത്തിടങ്ങ് പോർ നേരത്തെ 7 കൂട്ടം പൂവല്ലികളല്ലോ എൻ്റെ തോറ് നേർച്ചങ്ങാതിമാരെ. നാട്ടുചട്ടി വീട്ടുചെട്ടിന്മാർക്ക് രാത്രണല്ലോ എൻ്റെ തോറ് നേർച്ചങ്ങാതിമാരെ. പൂതറവാട് നേർത്തമ്പരാനല്ലോ എൻ്റെ തോറ് നേർത്തമ്പരാൻ. മലയിൽ മലങ്കറുവാട്ടിപ്പണ്ണരുവിയല്ലോ എൻ്റെ തോർ തമ്പരേവിയും. ആ കോളൻ നമ്മടിയാർ തമ്മപ്പനല്ലോ എൻ്റെ തോർ നേർ തമ്മപ്പൻ എന്നിങ്ങനെ പറയത്തിടങ്ങ് പോർ നേരത്ത്. അപ്പോഴും അടി വീങ്ങുന്ന മുടി വീങ്ങുന്നാരല്ലോ ഈ തമ്പരേവിയമ്മ. എന്തിനാലേ അടി വീങ്ങുന്ന മുടി വീങ്ങുന്ന മണ്ണരുവി. അതോ എല്ലാവർക്കും ഉണ്ടല്ലോ കുന്നും കൂറും നാളോടെ അംഗവും ചെങ്കവും അരിവരുത്തിയും കൊച്ചിയും കൊൽപ്പാടും മാനും മീനും മുടങ്ങും തൊട്ടെടുക്കൊണ്ട് വാഴുവാൻ. ആണെന്നോ പെണ്ണെന്നോ മക്കപ്പുത്ര സമ്പത്തില്ലായ്മക്ക് ആരോർക്ക് വേണം ഞാനും പോയി ചെന്ന് വരവരിപ്പോ ഒരു മധുവനാ. ആകൂലും ഉച്ചുന്തരമാണ് മഹാകൃഷിയാരെ കൊല്ല മധുവനത്തിങ്കൽ കൊള്ള വേണം എന്നിങ്ങനെ നിരൂപിക്കത്തിടങ്ങ് പോർ നേരത്തെ. രാവതിക്കും ചന്ദ്രനോ പകൽ വിളങ്ങും. ആദിത്യനോ നകുലനോ ഭീമനോ കുതിരകുലമെന്നവർക്കോ കുന്തി മഹാദേവിക്കോ ഗംഗാഭഗവതിക്കോ 8 കൂട്ടൻ കാട്ടാളന്മാർക്ക് 22 കൂട്ടം പൂവള്ളി പിള്ളേർക്കോ ഇവരാർക്ക് വല്ലല്ലോ ഞാനും പോയി ചെന്ന് വരവരിപ്പോ ഒരു മധുവനാ. വ്യാഴാഴ്ചത്തായ പട്ടിണി കിടന്ന് വെള്ളിയാഴ്ച വിളക്കെ കുളിച്ചു. ബ്രഹ്മൻ തുളസിക്കർക്ക് കണ്ണതി കാതിന് ഓണം കയ്യിൽ വലിച്ച് കാസായത് കൊണ്ടിനെ കാതിലിട്ടു. കൽപ്പവൃക്ഷൻ്റെ പൂമാലയും ചേർത്ത് ഒന്നേ ഒരു കാരണം പൊന്നും തൃപ്പണിമേൽ വെച്ച് വണങ്ങിക്കൊള്ളുകയും ചെയ്തു. അപ്പോഴും കണ്ടാരല്ലോ കിഴക്ക് വാഗം ചമ്മകന്ന വരത്തിന് കേടിന് കാശാവിന് തുകരടിച്ചു കുറ്റിമാച്ചിയാക്കി ചിത്തോൽ പടിത്തിരിക്കിയാക്കി വെളുക്കയടിച്ചു കറുക്ക് കുടഞ്ഞു. മുമ്പേരുന്നാൾ മുമ്പേരുന്നാൾ എന്നിങ്ങനെ നാളാണ് 40 നാൾ അവളവിടെ ചെന്ന് വരവരുന്ന്. ഉച്ചുന്തരം വാഴ മഹാകൃഷിയാരെ വലവധനത്തിങ്ങൾ വരുന്നതിന് എന്തെല്ലാം ചില അരിങ്കിനാവിൽ എവിടെ കാണത്തിടങ്ങ് പോർ നേരത്ത്. മുടി നിറയാമല്ലപ്പോ ചുടക്കണ്ടേ കരിമ്പഴക്ക് വീഴക്കണ്ടേ കൊട്ടനെയും കൂരനെയും അയ്യുതോര് കിനാവിനെ വടി കാണത്തിടങ്ങ് പോർ നേരത്തെ. 40 കഴിഞ്ഞ് 44 വർഷം നാളെ പ്രത്യക്ഷണമൂർത്തിയാകുന്നല്ലോ ഈ ഉച്ചുന്തരം വാഴ മഹാകൃഷിയാരും ചേകവരുമാ. ആര് പണ്ടൊരു വേണ്ട ദോഷം കിടപ്പ്. അത് മാറ്റാമ്പടയോ മറുപടിയോ കൂറ്റാമ്പടയോ കുറുമ്പടച്ചോറോ മാറ്റാമ്പടയോ അല്ലടിയൻ മറുപടിയുമല്ല കൂറ്റാമ്പടയുമല്ല കുറുമ്പടച്ചേക്കറല്ല. ഞാനോ ഈ വരത്തിനായി പോന്നു വന്നു. മലയിൽ മലങ്കുറുവാട്ടി പണ്ടരുവി ആകേണ്ടതിങ്ങനെ പറയത്തിടങ്ങ് പോർ നേരത്തെ. അതും നിനക്ക് അഴുകിതോർ മക്കപുത്രാശമ്പത്താണത്രേ പണ്ടരുവേ. നീ നിനച്ച വരവും വരപ്രസാദം ഞാൻ നിനക്ക് തന്നാൽ നേനക്കെന്നെ തിരികാ പണ്ടരുവേ. നാനാഴിപ്പടരുന്നാർ വിളക്കുന്ന ചേർക്കുത്തും കുന്തിരി അമൃതം മുന്നെടുത്തിച്ച് കൊള്ളുവേ നടിയ. അതും നിനക്ക് അഴകിതോർ മക്കപുത്ര സമ്പത്താണത്രേ പണ്ടരുവേ. പെൺപുറക്കിലും ചെല്ലി പേരിടുക വേണ്ടരുവേ. ആൺപുറക്കിലും ചെല്ലി പേരിടുക വേണ്ടരുവേ. പെൺപുറക്കിലോ അടിയത്തിൻ്റെ ചൗർനാമയെ പൊലിച്ചിടുവാൻ ആൺപുറക്കിലോ ഉച്ചുന്തരം വാഴും മഹാകൃഷിയാരെ കൊല്ല വധുവരത്തിങ്കിൽ പെറ്റുവളർന്നായ പൊന്മകന് വയനാട് 5-300 കാതമും കോലമാ കുളച്ചെറുക്കലെന്ന പേരെറിക്കുവേ നടിയൻ. കൊണ്ടുവരിക ഭവാൻ ആരെ ഉണങ്ങളരിയും തുമ്പപ്പവും മരിജവും സ്വാധീനം മണിവർ നോക്കിയെറിഞ്ഞാൻ ഭവാനിൻ്റെ നാട് വാഴക തക്കിതോര് അതിപഥമുള്ളവൻ മകൻ്റെ വരവും കേട്ടുപിടെയും കേട്ടുതാനൊരുക്കുതോർ ആര്യമാട മത്താടമണ്ട അന്തസേനം തന്തമെന്നും മൈലാനെ കുരറക്ക തിറങ്ങ് പോർ നേരത്തെ. നെട്ടിണർന്നു ഭൂമികളെ വിലപുറമെ നോക്കുമ്പോൾ കണ്ടാറല്ലോ താനെടുത്തത് ഒരു പുള്ളിയൊന്നും പൂവാടയമേൽ വർജന പോയി മെയ്തിരി കണ്ട് 3 മുപ്പകലും വേർതിരി 4 നന്മാരെടുത്ത് 5 നീരാടി അരിതേച്ച് കുറിയും തൊട്ട് അരിശ്രീ സൂര്യഭവാൻ ആരെ നേരെ തൊട്ട് ഉണ്ടാക വേണം. മറുനേര് തൊട്ട് ഈ നീറ്റിലുണ്ടാക വേണം.
ആത്മാവിലഴകുതോരണി ഗർഭമതാ ഒന്നാം നിങ്ങൾ ഒളി കണ്ട് ഗർഭം തികഞ്ഞു, രണ്ടാം നിങ്ങൾ ചുറ്റുമലയും ചിരികരിക്കപ്പെട്ടു, മൂന്നാം നിങ്ങളെല്ലാം വിളക്കൺമൈ കരിഞ്ഞുകൊണ്ട്, നാലാം നിങ്ങൾ നാഗരസപ്പാൽ കുതിച്ചു, അഞ്ചാം നിങ്ങൾ നെഞ്ചുമലയിൽ പാചിരുന്നു, ആറാം നിങ്ങൾ അരസികളെപ്പോലെ വേഷം നിറച്ച് ഇടാനേ തിങ്കളാകത്തിണങ്ങ് പോർ നേരത്ത് അന്ന് അപ്പത്തോടടയോട് പൊങ്ങനോട് പുളിഞ്ചോറോട് കൂടി ആളെടുക്കുന്നവർ കുതിയാറ് കുതിയോഷെല്ലാം കുതിച്ചിട്ടുണ്ടെന്നും മഴകുതോര് വെളുകോടകൻ്റെ അകത്തെ സംഘങ്ങളും അകത്തറച്ചും തിങ്കാളെ കുതിയാറ് കുതിയോഷെല്ലാം കുതിച്ചിട്ടുണ്ടെങ്കിനെ പറയത്തിണങ്ങ് പോർ നേരത്ത് അത് മാവുന്നനുസരിച്ചുള്ളതും ചെയ്തു. കോടൻ നമ്മുടെ ആർത്തമ പന്മത്ര സാരത്തൊട്ട് തുറന്നു മുറ്റ നമ്പ മുഴുവൻ തുള്ളെടുത്തു പിള്ളേരും ശേഖരമായ ആർത്ത വിളിച്ച വല കയറി തിണങ്ങ് പോർ നേരത്ത് ഉദയകാണമ്പരമലയും കിടക്കെ പോയി അഷ്ടകാണമ്പരമലയും കിടക്കെ പോയി മന്ദരം മഹാമേലോ ശ്രീ പർവ്വതത്തിനെ താഴ്വരഞ്ഞ് നിൽക്കുമ്പോൾ ഈ സാധനം ഭാഗത്തടുത്തൊരു കരിനെല്ലെന്നും കരിനെല്ലിൻ്റെ മരത്തമേ 100 108 വെളുകോടകനും ചേർന്നിരിപ്പതും കണ്ടു. അതിലെല്ലാവരും നിലവനാകുന്ന വെളുകോടൻ ഒരു കൊമ്പൊന്ന് മറുകൊമ്പിൽ പകരാന്ന് പെട്ടേ മാറേ വലിച്ച് തോളാർക്കണ്ട് ഇത് കണവാർ നിലത്ത് വീഴാൻ നിൽപ്പട്ടെ തൊഴുതേറ്റ് കൊള്ളുകയും ചെയ്തു. വർണ്ണപ്രാവിലെ വരച്ച് വെച്ചു. ഒരു പുറംവില്ല് കൊണ്ട് വെളുകോടകൻ്റെ അകത്തെ ശങ്കം കരണം മറുപുറംവില്ല് കൊണ്ട് തിങ്കി ആളെ കുതിയാന്ന് പക്ഷേല പൊതിഞ്ഞു കിട്ടി ചെല്ലത്തിറങ്ങ് പോർ നേരത്തെ തിരുനോക്കം നോക്കിയിരിക്കുന്നല്ലോ ഈ മലയിൽ മലകാർ പണ്ടരുവേ ഞാൻ കുതിച്ചു തോൽ കുതിയാന്ന് കുതിയോഷെല്ലാം കൊണ്ടുവരുന്നുണ്ട്. അടവികളെ തോഴികളെ വെള്ളിമുക്കാൽ വെള്ളിച്ചു വെക്ക് വെള്ളിത്തിലക്ക് തിളക്കി വെക്ക് വെള്ളിപ്പലകമേൽ നീക്കി കൊടുക്ക തിളങ്ങ് പോർ നേരത്തെ തീർന്നേ ഞാൻ കുതിച്ചു തോ കുതിയാന്ന് കുതിയോഷായനെ നോക്കിയാൽ പരാതവനെല്ലാവരും നോക്കിയാൽ ചാകാതവനല്ല എന്നിലേവർക്കും ഇവരവർക്കും ഉണ്ടല്ലോ വെറ്റി തീരാടുവാൻ ഈറ്റില്ലവെന്നും പൊന്മുടാണ് മണി തീർക്കുന്നത്. ആയതുപോലെ എനക്ക് മഴക് തോറി ഈറ്റില്ലവെന്നും പൊന്മുടാണ് മണി തീർക്ക വേണം, അതിന് തപ്പം കുറവില്ല. കോളന്ന മുടിയാർ നമ്മപ്പൻ 7 കൂട്ടം വിശ്രമസാരമാരെ വിളിച്ചു വരുത്തി എന്തിനാലേ അടിയത്തെ തേടി വിളിച്ചു വരുതോർ നേർത്തമ്പ്രാനെ എന്നിങ്ങനെ ചോദിക്ക തിടങ്ങ് പോർ നേരത്ത് അതോ മലയിൽ മലഗുരുവായിട്ട് പണ്ടരിക്ക് വേറ്റുന്നീട് ആർവാൻ ഈറ്റില്ലവെന്നും പൊന്മുടി മാടം മണി തീർക്കണം, അതിനും തപ്പം കുറവില്ല. അവൻ തന്നെ മാടം തുറക്കുന്ന മഴ കൊടുക്കുന്ന കൂടം തുറക്കുന്ന ഉള്ളെടുക്കുന്ന മറക്കാതെ വരുന്നോലും കരുന്നോലോ മുഴക്കോലുമായി ആർത്ത് വിളിച്ച് മല കയറി തിടങ്ങ് പോർ നേരത്ത് അന്ന് ഉദയകാണമ്പരമലയും കിടക്കെ പോയി അഷ്ടകാണമ്പരമലയും കിടക്കെ പോയി മന്ദരം മഹാമേലൂർ ശ്രീ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ ചെന്ന് ഇട്ട് തിക്കലൻ മരക്കോളം ചെന്ന് നോക്കുമ്പോൾ കണ്ടാറല്ലോ ഈ ശാന്തം ഭാഗത്തഴുകുതോർ കരുനെല്ലി എന്നവരാ. കരുനെല്ലി എന്നവരെ മേൽ കണ്ടമേൽ കഴിച്ചു കണ്ടെങ്കിൽ കഴിച്ചിടയിലെ കണ്ടം കൊണ്ട് കട്ടം വിട്ടം കുത്തുകാൽക്കുറും പടിയും 4 ചിത്രത്തോണം പണി തീർത്ത് കൊള്ളുകയും ചെയ്തോ. കാട്ടിലെ പണിയല്ല കഴിഞ്ഞു കിടക്കത്തെ പണിക്ക് നേരമായാലും ആന ഇവിടെ വേണം ഈറ്റിലത്തിൽ കുട്ടിയെടുക്കുവാൻ. അതോ പണ്ടെണ്ണന്മാർ കാലങ്ങളിൽ പാശമായി കിടന്നവർ പഴയമ്പലം അതിൻ്റെ ഒരു അത്തേടവം മുറിഞ്ഞേട് നോക്കി താങ്ങ വേണം എന്നിങ്ങനെ പറയത്തിടങ്ങ് പോർ നേരത്ത് തിങ്കളാഴ്ച ഇന്നൊരു നേരമാകുമ്പോൾ മരണാശുമ സംഘം നാടിത്തിറക്കം തീർത്തു സംഘം പുറമേ ആ ചിത്രത്തോണം വെച്ചമർത്തിക്കൊള്ളുകയും ചെയ്തു. എരിയോ തൂണുമേൽ ഓല കെട്ടിയാൽ ഓലപ്പുരന്നെല്ലാം പുല്ലിട്ടാൽ പുപ്പുരഞ്ഞെല്ലാം ഓടിട്ടാൽ ഓട്ടുപാടവൻ ചൊല്ലും ചെമ്പിട്ടാൽ ശ്രീകോവിലെന്നും ചൊല്ലും ഓലയായാലും വലിയായാലും നടപ്പണിയും കഴിച്ചു നല്ല പൊന്നാരും നല്ല നാളെ വെച്ചപ്പോൾ കൂട്ടത്തിടങ്ങ് പോർ നേരത്ത് ചെഞ്ചോല വലിച്ച കണക്കെ തീരുന്നല്ലോ ഈറ്റെല്ലാം പൊന്മുടി പാടമപ്പോ അപ്പോഴും പറയുന്നല്ലോ ഏ മലയിൽ മലങ്കൂർ പാട്ട് പണ്ടറിവ് എനക്കൊന്നും ചൊല്ലി തീർത്തു ഒരു ഈറ്റെല്ലാം പൊന്മുടി പാടത്തിന് വളരെ ചിത്രം കുറിച്ച് കാണ വേണം എന്നിങ്ങനെ പറയത്തിടങ്ങ് പോർ നേരത്ത് അന്ന് ചിത്രം കുറിക്കും ചിത്രസാരമാരെ വിളിച്ചു വരുത്തിയവൻ തൻ്റെ കാരൻ നീലം മണ്ണൻ വഞ്ചനക്കെല്ലാം കൂട്ടം ചിത്രക്കോൾ ചിത്രച്ചിട്ടയും ആയ്മൂല കിഴക്ക ഭാഗം ആദ്യത്തിൻ്റെ ധീരം തീർത്തണം തിരുനല കുറിച്ച് ഒപ്പിച്ചൊള്ളുകയും ചെയ്തോ. അതിൽ പിന്നെ തെക്കുഭാഗം ദുർഗാവരുടെ ധീരം തീർത്തുണ്ടെങ്കിൽ തിരുനല കുറിച്ച് ഒപ്പിച്ചൊള്ളുകയും ചെയ്തു. അതിൽ പിന്നെ പടിഞ്ഞാറ് ഭാഗം ശ്രീ പാർക്കണം ശ്രീ അനന്തസേനവും സാക്ഷാൽ വിഷ്ണുവിൻ്റെ ധീരം തീർത്തിടണം തിരുനല കുറിച്ച് ഒപ്പിച്ചുകൊള്ളുകയും ചെയ്തോ. അതിൽ പിന്നെ വടക്ക് ഭാഗം താരികനും മധുവാഴ ധീരം തീർത്തണം തിരുനല കുറിച്ചുകൊള്ളുകയും ചെയ്തു. അകത്ത് തമ്പുരേശ്വരനെയും പൊന്മകനെയും പൊൻപോലെ കുറിച്ചൊപ്പിച്ചൊള്ളുകയും ചെയ്തു. 4 മൂലക്ക് 4 ഹസ്തന്മാരുടെ ധീരം തീർത്തണത്തിന് കുറിച്ചുള്ളുകയും ചെയ്തു. ഒരു തൊട്ടിൽ 5 മാറും തൊട്ടിൽ 100 ധീരം തീർത്തണത്തിന് കുറിച്ചുള്ളുകയും ചെയ്തു. തിരുനല എന്ന തിരുനല കുറിച്ച് ചിത്രം കുറിക്കും ചിത്രാസാരന്മാർക്കും ബ്രഹ്മണാസാരന്മാർക്കും വളരെ മേനിയെങ്കിൽ പട്ടും വളയും കൂടി സമ്മാനിച്ച് ഏക്കത്തിടങ്ങ് പോർ നേരത്ത് അപ്പോഴും പറയുന്നല്ലോ ഈ മലയിൽ മലങ്കുരു വാട്ടിപ്പണ്ണരുവ് എനക്കൊന്നും ചൊല്ലി ചോദിച്ചില്ല പൊന്നുമുടി വാടത്തിൻ്റെ ചിത്രം കുറിക്കും ചിത്രാസാരന്മാരും ബ്രഹ്മണാസാരന്മാരും തീണ്ടൊരു പാവദോഷം തീർക്ക വേണം വിളിച്ചു വരുത്തി കായലെത്തി
പഞ്ചവട്ടി വലത്തുകാരകമുക്തി കോരുകൊണ്ടിരുവേ ഇടതകമേ പകർന്ന ഉടങ്ങളിൽ തുപ്പപ്പോ കെടുവരെ വലതുകമേ പകരത്തിറങ്ങുമോ നേരത്തെ അരിയറിഞ്ഞോ 7 നിലയിലും വേണം പറയും ജനങ്ങൾക്കിറങ്ങുമോ നേരത്തെ കയ്യിൽ മുടമയിൽ നമ്മുടെ ഒന്ന് വിളിച്ചാൽ നോക്കും തുടങ്ങും 2 വിളിച്ചാൽ ശിവശക്തിയെതിരാകാം 3 വിളിച്ചാൽ ത്രിമൂർത്തിയെതിരാകാം 4 വിളിച്ചാൽ നാരായണ സ്വാമിയെതിരാകാം 5, 6, 7, 8 പോയി ദിനങ്ങളെ സാക്ഷാൽ ശ്രീ വയനാട്ടുകുലവൻ ദൈവത്തിന്റെ വെള്ളാട്ടം മറക്കളത്തിൽ നിറഞ്ഞാടുകയാണ്.
ശേഷിച്ചും അതെ 25 നിന്നിരിക്കുന്നതായ കയറും അകത്തിരിക്കുന്നു. വിശേഷിച്ചും അതെ വന്നിരിക്കുന്നതായ അനുഭവത്തിൻ്റെ അതെ ചെറുത്തുകാരാധാരമായിട്ട് ദർശനവും ആലപ്പുറത്തിലും അങ്ങാടിക്കൊളുത്താലും കാര്യത്തിന് ആകത്താലും വിശേഷിച്ചും വളരെ പത്തിക്കൊണ്ടിരിക്കണേ അതുകൊണ്ട് വിശേഷിച്ചും പൂജാരി 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 മനുഷ്യങ്ങളെ 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 നാളെ കുട്ടികാരോടുമാരോടുണ്ട് വിശേഷിച്ചും അതെ മന്ദിരം 100 കിലോ അങ്ങനെ ഇരിക്കുന്നുണ്ട് നാടോലെ മനുഷ്യങ്ങളെ മനുഷ്യങ്ങളെ വിശേഷിച്ചും അഭിമാനം പറയാം വിശേഷിച്ചും മുടത്തൂർ മാപ്പൂരിലെ നാടോലെ മനുഷ്യങ്ങളെ 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 വിശേഷിച്ചും എൻ്റെ അടക്കം അല്ലേ വിശേഷിച്ചും നാടോലെ മനുഷ്യങ്ങളെ 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 ഒരാൾ 40 ഉണ്ടോ കിട്ടോ കുതിരോളി മനുഷ്യങ്ങളെ മനുഷ്യങ്ങളെ അങ്ങനെ കുതിരോളി കുതിരോളി കൂട്ടക്കടങ്ങുമായിട്ട് ഞാനൊരു വിദ്യയാണ് മനുഷ്യങ്ങളെ ഞാനാടാ വിശേഷിച്ചും തെളിച്ചും ഉയർത്തിരിക്കുന്നതായ ഒട്ടമിട്ടിരിക്കുന്നതായ അതുകൊണ്ട് പ്രധാനത്തിലും സുഖനാഥനും അതുകൊണ്ട് സുബ്ര എന്നെ പോലെ വയോധികനായോ അല്ലേ പാടിതാനും അല്ലേ അല്ലേ വിശ്വസാമോ അങ്ങനെ സുബ്ര ആ പേര് പോലെ തന്നെ ആയോ അതുകൊണ്ട് ഇങ്ങനെ ചുരുക്കി പ്രവണാധാരമായിട്ട് നിറഞ്ഞ് കണ്ടുള്ളൂ അല്ലേ ഓരേ ആയതുകൊണ്ട് അല്ലേ അല്ലേ ഒരുവനാലും നിശ്ചയിച്ചറിഞ്ഞുവിടാത്തായ കാടുപോയ കത്തി കണ്ടം മുറിഞ്ഞിട്ട് കറുപ്പുകറ്റ വട്ടം വെച്ച് കണ്ടാൽ അല്ലേ മനുഷ്യങ്ങളെ അല്ലേ വിചാരി അല്ലേ മനുഷ്യങ്ങളെ ഇങ്ങനെ പക്വമായ മുളയെന്ന് വരികയും എലിക്കൂടെ കൊടുക്കൂടെ കൊടുക്കൂടെ അല്ലേ പാരസഭ അറിയല്ലോ അല്ലേ ചങ്ങാതി ഹലോ വയോധികനല്ലേ അതുകൊണ്ട് കുതിര അതുകൊണ്ട് ഗംഗാര രാമന വാസു മേശ അല്ലേ നാമതയും അതുകൊണ്ട് കുമാര ഭാസ്കര ഇങ്ങോട്ട് അച്യുത കണ്ണ ഗംഗാര നാരായണ കുമാര ചന്ദ്ര എട്ടിലേക്കോ അങ്ങനെ അഭിമാനം കൊടുത്തു അങ്ങനെ വിശ്വസിക്കാവുമല്ലോ അല്ലേ അതുകൊണ്ട് ധരിക്കുന്നതായ എൻ്റെ മണം കൊടുക്കുക അല്ലേ ഒരുവനായാലും നിശ്ചയിച്ച് അറിഞ്ഞുകൂടാത്തായ കൊടുക്കുന്നത് അങ്ങനെ ചതിച്ചോന വിശ്വസിക്കില്ല വിശ്വസിക്കില്ല അല്ലേ മനുഷ്യങ്ങളെ അല്ലേ ആയതുകൊണ്ട് സന്തോഷമായി ഇരിക്കുന്നതായ ഒരേ കൊണ്ട് ഞാൻ സന്തോഷിപ്പിക്കുന്നു പറയാ അനുഭവം അല്ലേ കുമാരാ ചന്ദ്ര അതുകൊണ്ട് അതുകൊണ്ട് പറയാനുണ്ടോ കൊലച്ചോടെയുണ്ടോ സന്തോഷമായി ഇങ്ങനെ ഇങ്ങനെ കൊലത്തെ കാല് വെച്ച് അടിത്തിരി പൊട്ട അല്ലേ അങ്ങനെ വെള്ളത്തും കൂടി ചിന്തിക്കാവുമല്ലോ ഉണ്ടായി എൻ്റെ ദേഹലം അല്ലേ പാളയത്തിന് മൂലത്തിലേക്ക് ആച്ചുവോ ഇങ്ങനെ ചിന്തിക്കാം അല്ലേ ഇരിക്കട്ടെ കേട്ടോ ഇങ്ങനെ ഉള്ളായെങ്കിലും മുറുക്ക കുടിച്ചോ അങ്ങനെ
കഞ്ഞി കുട്ടിക്കാമൊക്കെ പോയിട്ട് അഭിമാനം പറയാം. സന്തോഷമായിപ്പോ ദൂരാരുണ്ടോ, ദൂരാന്മാരുണ്ടോ? അതുകൊണ്ട് രാമ ഒരുപാട് ദൂരാണ് എൻ്റെ കുട്ടപ്പുഴപ്പിൻ്റെ ഉണ്ടായിരുന്നില്ലേ? വിളിക്കൊണ്ട് കൊണ്ടുവരാവേ. അതുകൊണ്ട് കല്ലോട്ട് കാപ്പാട്ട് മുഴുവന്നൂർ ഓടങ്കര വാടകൂർ ഉപ്പഴാട് കരുത്തളം മുമ്പതിലുണ്ടോ, നഗറുണ്ടോ, സമ്പ്രദായമുണ്ടോ, വിശ്വാർമാവുണ്ടോ? കഞ്ഞി കുടിക്കുമ്പോൾ എല്ലാവരും വിളിക്കട്ടെ പല വിഷയങ്ങളെ. അതുകൊണ്ട് നാടായ നഗരുണ്ടോ ഉണ്ടോ അല്ലേ? ഇങ്ങനെ പള്ളിയും അല്ലേ വടായിരുന്നാലും അല്ലേ അതുപോലെ കുഞ്ഞാലിയും അതുപോലെ കണ്ണനൊരു പുറത്തു ഞാൻ പുരോഗതിന് ശേഷം പറയാം. അതുകൊണ്ട് തുടരുന്നതായ മഹാടം ഇങ്ങനെ സാരിതത്തിൻ്റെ കടവട്ടില്ലേ ഇങ്ങനെ രാജ്യങ്ങൾ കൈയെടുത്തു വേണ്ട എല്ലാവരും അല്ലേ? ഇവിടെ ഇത്ര വാടാധാരമായിട്ട് അല്ലേ മുപ്പന്മാരോ എല്ലാവരും ഇല്ലേ കുടുംബാന്മാരോ ഒന്നും ഞാൻ ആശ്രയിച്ചു ഇല്ലേ കുത്തരാ. പിന്നെ ഒപ്പം എന്നെ കാണലില്ല മനുഷ്യങ്ങളെ ഇങ്ങനെ നിങ്ങളോ അല്ലേ അല്ലെ താമസം കേൾക്കുന്നത് അല്ലേ? ഇങ്ങനെ മനുഷ്യങ്ങള് ഇങ്ങനെ കുത്തരാ അല്ലേ ഇങ്ങനെ താമസം ചെയ്തു അല്ലേ? മധ്യാഹ്നമായിട്ട് എൻ്റെ ജടയിന്ന് മലപ്പുറ ജന കുഴിച്ചിട്ടല്ലേ ഇങ്ങനെ പേര് വന്നോ തീർന്നസ്കരാ അല്ലേ? ഇങ്ങനെ നിങ്ങളെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കോ മനുഷ്യങ്ങളെ ഇങ്ങനെ ശുദ്ധമായില്ലേ അല്ലേ അല്ലേ? താമസം അല്ലേ ആയതുകൊണ്ട് അല്ലേ ഇങ്ങനെ ശുദ്ധമാക്കിയത് തന്നെ ഒരു ഭയം ഉണ്ടായില്ലേ? അല്ലേ നിങ്ങളെ മനസ്സ് അല്ലേ ജനാധിപത്യക്കും അനുഭവം അല്ലേ അങ്ങനെ അനുഭവം ഞാൻ പറയാം അല്ലേ? അതെ ദിവസത്തില് കണ്ണീരാശിക്ക് ഒരുത്തനെ വൃക്ഷം അനുഭവത്തിലെ ഇതിനകത്തില് ഞാനൊരു കാര്യം പറഞ്ഞു പറഞ്ഞേ കേട്ടോ. ഇങ്ങനെ ചതിക്കില്ല ചതിച്ചവരാ നമ്മളെ വണ്ണിച്ചവൻ്റെതായ വനത്തെ കൊടുക്കാനും വന്നിച്ചവൻ്റെതായ ഇതിത്തെ കെടുപ്പാൻ ശക്തിയുള്ള അല്ലേ? ഞാനീ വിശ്വസിക്കാവല്ലോ പ്രവാസനത്തുണ്ടല്ലോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എൻ്റെ മനുഷ്യരിൽ ഞാൻ കണ്ടുപിടിക്കുമല്ലോ അല്ലേ? ഇങ്ങനെ ജനാധിപത്യക്കും 5000 കൊണ്ട് നാട്ടിൽ നടത്തുന്ന സ്വപ്നസേവനം അല്ലേ കടകൾ മഞ്ചും അനുഭവമുണ്ടല്ലോ അല്ലേ? അപ്രകാരം അല്ലേ വിശ്വസിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഉദ്യോഗന്മാരോട് ഇവരോട് ഇങ്ങനെ അതെ അല്ലേ സുഖാ അല്ലേ അല്ലേ? അതുകൊണ്ട് അല്ലേ രക്ഷിക്കാതിരിക്കുന്ന അനുഭവം. അതുകൊണ്ട് മനുഷ്യങ്ങളെ അല്ലേ ഇതിനോട് സ്ഥാനമായിട്ട് കാണുവാനെ അങ്ങനെ ഇരിക്കുമ്പോൾ അനുഭവം ഇങ്ങനെ തീർച്ചയും അല്ലേ ബഹുമാനിയുടെ എന്തെങ്കിലും എല്ലാ മാറ്റങ്ങളും അങ്ങനെ ഇരിക്കുന്ന അനുഭവം അല്ലേ? ഇങ്ങനെ എൻ്റെ കൃത്യത്തിൽ നിന്ന് സഞ്ജാതമായിരിക്കുന്നതായ അതാണല്ലേ? അതുകൊണ്ട് പിന്നെ എങ്ങനെ എടുത്താരാ മനുഷ്യങ്ങൾ മുമ്പ് വന്നോ അല്ലേ? കഞ്ഞി കുടിച്ച് പോകണ്ടല്ലോ ഇങ്ങനെ മനുഷ്യങ്ങളെ കുടുംബാന്മാരോട് കഞ്ഞി ഇങ്ങനെ അല്ലേ കഞ്ഞി എങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചത് അതുകൊണ്ട് ഇങ്ങനെ അല്ലേ ഇങ്ങനെ അല്ലേ മഴ കൊടുക്കേണ്ടതായ അനുഭവം മനസ്സിലാക്കാം അല്ലേ? ഇങ്ങനെ വയ്യാണ്ട് കൊച്ചു കൊത്തിയത് അല്ലെ കത്തി മതിയായി അല്ലേ അല്ലേ? അനേകം ദിവസം ജയിക്കുന്നതാണ് അല്ലേ? മറ്റുഞ്ചാള് അല്ലേ അസ്കരാ വിശ്വസിക്കാവില്ലേ ഇങ്ങനെ നിങ്ങളിരിക്കുന്നതായ അല്ലേ അനുഭവം അതുകൊണ്ട് വിശ്വസിക്കാം അല്ലേ? അങ്ങനെ അയ്യനാറ് അകത്തെത്തിക്കും സാരികൾക്കുണ്ടല്ലോ അല്ലേ? പക്ഷേ അപ്രകാരം ഉണ്ടല്ലോ അല്ലേ? കാണിയായതും വൈരികയായതും ശ്രീഹായതും ദക്ഷന്റെ യോഗമത യോഗത്തിന്റെ ദക്ഷന്റെ ആഷാണിയായതും അതാണ് അതുകൊണ്ട് ഇങ്ങനെ നിങ്ങളുടേതായ മനം പഠിക്കും അല്ലേ? ഇങ്ങനെ അല്ലേ കല്ല് പഠിപ്പിക്കുള്ളോ അല്ലേ വിഷയങ്ങളെ കാണാൻ അല്ലേ? അതുകൊണ്ട് ജനാദി പുസ്തകത്തെ കഞ്ഞി കഴിഞ്ഞല്ലോ ഞാനൊന്ന് പുസ്തകത്തെ കഞ്ഞി കഴിഞ്ഞു അല്ലേ? കേട്ടോ നിങ്ങളൊന്ന് കഞ്ഞി ഇങ്ങനെ കഞ്ഞിയില്ലേ
അതല്ലേ അതല്ല അല്ലേ ഇത്രേ ഞാൻ പറയുന്നു അല്ലേ ഞാൻ പവന വിളിക്കുന്നതും അതെല്ലാം അതിൻ്റെ വഴക്ക് വേണം അല്ലേ പ്രകാരം അല്ലേ മനുഷ്യങ്ങളെ അല്ലേ ഞാൻ അല്ലേ ഇങ്ങനെ അല്ലേ കൊലയോട് അല്ലേ ഇങ്ങനെ കൊണ്ടപ്പാറ കുഞ്ഞിട്ട് വന്നാ പറഞ്ഞാൽ അല്ലേ അങ്ങനെ നിങ്ങൾ മതിയെന്ന് വിചാരിച്ചിട്ട് അല്ലേ 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 അങ്ങനെ ഞാൻ കുറേ വയ്ക്കുന്നത് തന്നെ അല്ലേ ആ അനുഭവം ഇനി ഉണ്ടല്ലോ കാണാൻ എന്നാ കേട്ടോ നിറഞ്ഞിട്ടുണ്ട് അല്ലേ അങ്ങനെ ഒറ്റായിട്ടല്ലേ ചന്ദ്ര അല്ലേ ഒറ്റായിട്ടല്ലോ ഒറ്റ അല്ലേ ആയതുകൊണ്ട് ഇഷ്ടം അല്ലെ വെള്ളരിക്ക കറിയൊന്നും വെക്കാൻ മാറ്റില്ല അല്ലേ ആയതുകൊണ്ട് ഞാൻ കഞ്ഞി കുടിക്കുന്നത് എല്ലാ കാര്യം നാലാൻ്റെ ദിവസം പോലും കഞ്ഞിക്ക് അല്ല കഞ്ഞിരാശിക്ക് പൊരിച്ചതിന് ശേഷം അതുകൊണ്ട് കുട്ടികൾ ഞാൻ കഞ്ഞി കുടിക്കട്ടോ നമ്മളെപ്പാ എനക്കോ അല്ലേ പുരാരി വെട്ടി ഉറക്കുമുണ്ട് അല്ല കരത്തിൻ്റെ അല്ലേ അങ്ങനെ ഉറച്ചു അതുകൊണ്ട് പറഞ്ഞ് മറന്നിനോ അല്ലേ അങ്ങനെ നിന്റെ തിരൂടെ പറഞ്ഞിനോ അടിക്കുന്നെന്ന് അല്ലേ അതുകൊണ്ട് ഉച്ചമധ്യാഹ്നമായിട്ട് അല്ലേ ഒരു രുചിയുണ്ടെങ്കിലും അല്ലേ അല്ലേ പ്രകാരം അതിനെല്ലാം കേട്ടോ അവരുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ ഭാഗങ്ങൾ അതിനെ പറഞ്ഞിട്ടില്ലേ അല്ലേ വളരെ അറിയുള്ളൂ അല്ലേ അതുകൊണ്ട് ശ്രമിച്ചോ അതുകൊണ്ട് അല്ലേ ഇങ്ങനെ ഇരിക്കുന്ന അല്ലേ മുറകോട്ട അല്ലേ കോട്ടയ്ക്ക് മുറകോട്ട ആധാരമായിട്ട് അഭിമാനം അല്ലേ ഞാൻ തന്നെ അല്ലേ നാവിദേവനറി അല്ലേ പ്രകാരം ഭക്തഗുണ സമൂഹഗുണമായ സമൂഹഗുണത്തിൻ്റെതായ അതുകൊണ്ട് അങ്ങനെ സുന്ദരയ ഇതിനു വേണ്ടിയിട്ടല്ലേ ടിക്കറ്റിനുണ്ടാക്കി പിന്നെ മഹാദേവൻ അല്ലേ ആദ്യം ഉണ്ടായിട്ട് അല്ലേ മഹാ അല്ലേ 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 ഇത് മനുഷ്യങ്ങളെ സംജാതമായിരിക്കുന്ന പ്രകാരം അല്ലേ 12 വര വരച്ചു 12 വരക്കകത്ത് നോക്കട്ടോ
കെത്ത് കൊണ്ടുവന്ന മതി കന്നഡ ഗണേശങ്ങളെ ഇവിടെ തന്നെ ആക്കിയതാ അല്ലേ ജില്ല വന്നിരിക്കുന്നയാ അല്ലേ ഒരു അനുഭവം ഉണ്ട് അതിന് അനുഭവിച്ചിട്ട് ആ പ്രകാരം ആയിരിക്കട്ടെ അനുഭവിക്കട്ടോ. അത് കയ്യാറായിട്ട് പിന്നെ കുറേ ടൈമുണ്ട് ഞാൻ പറയാം അത് കഴിഞ്ഞ് പിന്നെന്തില്ല ഇരിപ്പാട ആ അതെ എത്ര മണിയാവും 2:42 ഇല്ല അത് ഇത് കഴിഞ്ഞാൽ 7 മണിക്കാണ് 7 മണിക്കാണ് 7 ആകുമ്പോൾ അതോടെ കടത്തിട്ടാണ് മുറിച്ചിട്ട് ഇതിപ്പോൾ കഴിഞ്ഞാലേ പിന്നെ കുറേ റെസ്റ്റ് ഉണ്ട്. അതെ നാളെ എത്ര മണിയാവും നൈറ്റ് 10 മണി നാളെ നൈറ്റ്
Gracias.
ತಂದೆಗೆ ಮನೆ ಹೋಗಿ ಆದೇಶ ಆಗಿದೆ ಅದು ಮಾಡಿಕೊಳ್ಳುವುದು. ಯಾರು ಮಾಡಲಿಕ್ಕೆ ನಾನು ಮಾತ್ರ ಅದೇ ಇಷ್ಟೇ ಅಂಗಡಿ ಹೆಚ್ಚೆ ಅಂಗಡಿ ಇದು ಮೇಲಿಂದ ತೆಕ್ಕೊಡ್ಬೋದು, ಕೆಳಗಿಂದ ತೆಕ್ಕೊಡಬಾರ್ದು. ಬೆಳಿಗ್ಗೆ ಎರಕಡು ಓಡಬೇಕು, ಎರಕಡು ಮಾಡಲಿಕ್ಕೆ ಇಲ್ಲ ನಾವು. ಕ್ಯಾಮರ ಬೆಳೆದಿಲ್ಲ ഞാൻ ക്യാമറ സെറ്റ് ആക്കിയിട്ട് വെക്കാം. അതിനെ അറിയും ഞാൻ എന്നെ പോകണം, പൊടിപ്പുറത്ത് പോകണം. ഞാൻ ഇവർക്ക് ആര് പോയ എന്നെ ശരിയാകുന്നില്ല. മനസ്സിലായ സ്വാമിജി ഓടിയത് സ്വാമിജി പോയത് ശരിയാകുന്നില്ല. അടിനീരുണ്ട് അച്ഛൻ ಒಂದು ಬಸ್ಸಲ್ಲಿ ಒಳ್ಳೆ ಮಾಡಿ ಹೋಗ್ತದೆ. ನಿಂಗೆ ಇಷ್ಟು ಕೊಡೋದುಂಟಾಗ ಇನ್ನು ಕ್ಯಾಮರಾ ಮುಟ್ಟಿದ್ದಾರೆ ದೇವಿ ನಿಂಗೆ ಒಳ್ಳೆನಿದೆ. ನಿಂಗೆ ನಿಂಗೆ ತೆಗಿಲಿ, ನಂಗೆ ತೆಗಿ, ನಾನು ಬರಬೇಡ ಮಾರೆ. ನಿಂಗೆ ಎಷ್ಟು ಕಾಲ್, ನಿಂಗೆ ಕಾಲ್ ನೋಡು. അത് ഏത് അല്ലേ 5000 വട്ടമായിട്ടും 1000 വട്ടമായിട്ട് മനുഷ്യരുടെ കുട്ടമ്പഴത്തിനെ അറിയല്ലോ. സാരസമുണ്ട്, ശൈരസമുണ്ട്, സാധനമുണ്ട്. ഏതുകൊണ്ട് പവനാ സാരസല്ലേ ആയതുകൊണ്ട് അല്ലേ മധുപാനം അല്ലേ കുടിക്കുന്നതുകൊണ്ട് അല്ലേ മഹാവാരണോ അല്ലേ കഴിഞ്ഞിട്ട് അല്ലേ മണിമണി തത്വം പടവാർത്തനെ അല്പത്തിന് അത് ശ്രീഭാഗം അല്ലേ അതിൽ കൊണ്ടാണ് സകല ആളുകളും കുട്ടമ്പുഴത്തൻ്റെതായ നാഗന്മാരാണ് അല്ലേ. അതുകൊണ്ട് അല്ലേ വസ്തുവായ മുളയെന്ന് ഒരിക്കലും ഞാൻ പറയുന്നു. അതുകൊണ്ട് പറയാം അനുഭവിച്ച് പറയാനൊക്കെ പറയാൻ പറ്റില്ല. അല്ലേ സ്വരൂപത്തിൻ്റെ വേണം പ്രവർത്തിക്കാരി അതുകൊണ്ട് അടപ്പിച്ചിട്ട് ഞാൻ കഞ്ഞി കുടിച്ചോ അങ്ങനെ വെള്ളരിക്ക കറി ആയിട്ടില്ലല്ലോ. ഈ അക്കടൻ്റെ ചോദിച്ചാലോ അല്ലേ വെള്ളരിക്ക അല്ലേ കറി വെച്ചിട്ട് ഇട്ട് എൻ്റെ കുഞ്ഞിത്തോരൻ പൊളിച്ചരി അതെ അല്ലേ കങ്ങാര. അതുകൊണ്ട് സുമാര എല്ലാവർക്കും പ്രസ്താവന കൊടുക്കണം കേട്ടോ. നാളെ എല്ലാവരും വരും. ഏത് അല്ലേ കേട്ടോ കൊടുക്കണം. 5000 വട്ടമല്ലേ എല്ലാവരും അല്ലേ പ്രകാരം അങ്ങനെ
സ്ഥിതി പിന്നെ ജഡ നടപ്പത ഗംഗല പോലെ സുഖം അല്ലേ അല്ലേ നല്ല ലക്ഷണമായിട്ടുണ്ട് ബുദ്ധിമുട്ടായി ഭക്ഷണമൊക്കെ ഞാനിങ്ങനെ അല്ലേ കഞ്ഞി ശുദ്ധമാണ് നാടിന് തിന്നത് അല്ലേ എറണാകുളത്ത് ആവശ്യം അയച്ചിട്ടില്ലല്ലേ
ചങ്ങാതിയുടെ ഇതേവരെ ഉണ്ടായി നമ്മൾ വെക്കുന്നുണ്ടല്ലോ അത് മാത്രം വെക്കണ്ടോ ഇങ്ങനെ പപ്പിടുന്നതിനൊക്കെ ഇനിക്ക് മതി അതിലെ അനുഭവിച്ചേ പണ്ട് അല്ലെ ധൈര്യത്തിൽ വേറെ അനുഭവം ഉണ്ടെങ്കിൽ അതായത് ഒന്നാടെ വെച്ചിട്ടല്ലേ തോന്നിക്ക് അപ്പോൾ ഏടെ ഞാനാണ്ട് രണ്ടെണ്ണം പ്രദേശിയാൽ എഴുതിച്ചറിയോ അതാണ് പൂർവ്വന്മാർ രണ്ടുണ്ടെങ്കിലും അതിങ്ങനെ എടുക്കുന്നത് ചങ്ങാതിയാണോ അല്ലേ അങ്ങനെ ചങ്ങാതിയുടെ അനുഭവം ചങ്ങാതിക്ക് കഴിവ് പറ്റുന്നത് നിങ്ങളുടെ മൂത്തുകൾ മൂന്നും കൂടിയ കാര്യം ചങ്ങാതി അല്ലേ അത് അല്ലേ 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 വിചാരിക്കാം അതുകൊണ്ട്
അല്ലേ 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 അങ്ങനെ പഠിച്ചല്ലേ കഥ അങ്ങനെ ഇഷ്ടാവുമോ അങ്ങനെ കർമ്മം ചെയ്യുക ഇതുപോലെ കിട്ടിയ ഉപദേശം കിട്ടുക